യെസ് സ്റ്റാർട്ട് ആയില്ലേ? ഓക്കെ. ടോട്ടൽ ബിസിനസ് എക്കണോമിക്സ് പാർട്ട് 1 ബിസിനസ് എക്കണോമിക്സ്. അതിൽ ടോട്ടൽ 60 മാർക്കാണ് എക്കണോമിക്സ്. അതിൽ നമ്മൾ ഓൾറെഡി ടോട്ടൽ 5 ചാപ്റ്റേഴ്സ് ആണ് എക്കണോമിക്സിൽ വരുന്നത്. എക്കണോമിക്സ് ഫോർത്ത് പേപ്പർ അതിൽ BCK വിത്ത് എക്കണോമിക്സ് 60, ദെൻ BCK 40, ടോട്ടൽ 100. നമ്മൾ ഏകദേശം ഒരു 15 അവേഴ്സിനുള്ളിൽ തീരേണ്ട ഒരു റിവിഷൻ ക്ലാസ് ആണത്. ഇതൊരു 2 to 30 അല്ലെങ്കിൽ 230 അവേഴ്സ് ഉണ്ടാവുന്ന, ബാക്കി പിന്നെ നെക്സ്റ്റ് ഡേയ്സിൽ വരും. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്, കൂടുതൽ ക്വസ്റ്റ്യൻസിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് സബ്ജക്റ്റിൻ്റെ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഡിമാൻഡ് എന്നുള്ള ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ദ നെക്സ്റ്റ് വൺ സപ്ലൈ, ദ നെക്സ്റ്റ് വൺ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ദ നെക്സ്റ്റ് വൺ യൂട്ടിലിറ്റി. ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു 3-4 അവേഴ്സിനുള്ളിൽ തീർക്കാവുന്ന ലെവലിലാണ് ചാപ്റ്റർ 2 പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ചാപ്റ്റർ 3 പ്രൊഡക്ഷൻ കോസ്റ്റ്, അതും അതുപോലെ ഒരു 4 അവേഴ്സിനുള്ളിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്. പിന്നെ നെക്സ്റ്റ് ചാപ്റ്റർ 4 മാർക്കറ്റ്. അതിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒലിഗോപ്പൊളി, ഡിയോപ്പൊളി, മൊണോപ്സോണി, ഡിയോപ്സോണി, ബൈലാറ്ററൽ മൊണോപ്പൊളി, ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒരു 4 അവേഴ്സിനുള്ളിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന ലെവലിൽ. ഓക്കെ, പിന്നെ ബിസിനസ് സൈക്കിൾ, ദ നെക്സ്റ്റ് വൺ ചാപ്റ്റർ 1 ഏകദേശം 2 അവേഴ്സിനുള്ളിൽ കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, ഇതാണ് നമ്മളെ പ്ലാനിങ്. നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഡിമാൻഡ് എന്നുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അതിൻ്റെ സ്റ്റാർട്ടിങ് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഓവറോൾ കാര്യങ്ങൾ ആദ്യം ഡിസ്കസ് ചെയ്യും. പിന്നെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, റെഡി അല്ലേ? എന്നാൽ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഓക്കെ ആണോ? യെസ്. ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് സബ്ജക്റ്റ് നമ്മൾ പേപ്പേഴ്സ് ഒന്ന് പരിചയപ്പെടുത്താണ്. ഏതൊക്കെ ടോപ്പിക്സ് ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എക്കണോമിക്സ്, അതാണ് ചാപ്റ്റർ 1. ഏകദേശം ചാപ്റ്റർ 1, ചാപ്റ്റർ 5, ചാപ്റ്റർ 1 6 മാർക്ക്, ചാപ്റ്റർ 5 6 മാർക്ക്, ഇപ്പം 12 ആണ് അവിടെ വരുന്നത്. ബാക്കി ചാപ്റ്റർ 2, 3, 4 ഇതാണ് ഏകദേശം 48 മാർക്കിന് കവർ ചെയ്യുന്നത്. 48 മാർക്കും ആ ഏരിയയിൽ നിന്ന് ഉണ്ടാവുക. ചാപ്റ്റർ 2, ചാപ്റ്റർ 3, ചാപ്റ്റർ 4 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് അവിടെയാണ്. പിന്നെ ഡിമാൻഡ്, ഇപ്പം ഇന്ന് എടുക്കുന്ന ടോപ്പിക്ക് നമ്മൾ കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ടോപ്പിക്കാണ്, പക്ഷേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അധികം ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ടൈമിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യും. അതെല്ലാത്തിനും നിങ്ങളെ മറ്റു ഗ്രൂപ്പിലേക്ക്, ഇതിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് ഇതിൻ്റെ ഗ്രൂപ്പുകളിലേക്ക് മറ്റു അഡീഷണൽ ക്വസ്റ്റ്യൻസ് സെൻഡ് ചെയ്യും, വർക്ക് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെൻഡ് ചെയ്യും. അത് ആ സമയത്ത് എന്ത് ചെയ്യുക. ഓക്കെ, ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എക്കണോമിക്സ്. അത് ഓൾറെഡി ചാപ്റ്റർ 1 ആണ്. പിന്നെ അതുപോലെ ചാപ്റ്റർ 2 തിയറി ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഇതാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്. ഡിമാൻഡ്, കൺസ്യൂമർ ബിഹേവിയർ, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, സപ്ലൈ. The next one, production and cost, ഏകദേശം 16 മാർക്കിന്റെ ഒരു ഏരിയ. നെക്സ്റ്റ് വൺ പ്രൈസ് ഡിറ്റർമിനേഷൻ ഓഫ് ഡിഫറെന്റ് മാർക്കറ്റ്. അതിലാണ് ഏകദേശം ഒരു 5 മാർക്കറ്റോളം പഠിക്കാനുണ്ട് നമുക്ക്. അത് നമുക്ക് ഇതിന് ശേഷം 16 മാർക്കിന്റെ ഒരു ഏരിയ ആണ്. നെക്സ്റ്റ് വൺ ബിസിനസ് സൈക്കിൾ. ഓക്കെ, നമ്മൾ ഇന്ന് ഡയറക്റ്റ് പോണത് ഡിമാൻഡ് എന്നുള്ള ടോപ്പിക്കിലാണ് ഡയറക്റ്റ് പോണത്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. One minute.
ഓക്കെ, 2 മിനിറ്റ് വെറുതെ പോയില്ല. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ 2, ആ ചാപ്റ്റർ 2 എന്ന് പറയുമ്പോൾ 4 സെഷനാണ് അതിൽ വരുന്നത്. ഡിമാൻഡ്, സപ്ലൈ, യൂട്ടിലിറ്റി, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ഇങ്ങനെ 4 സെഷനാണ് വരുന്നത്. ടോട്ടൽ ഒരു 16 മിനിമം കവർ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. CA ഫൗണ്ടേഷൻ ഈ സിലബസിൽ 16 മാർക്കാണ്, ഏകദേശം ഒരു 16 to 18 ഈ ഒരു ലെവലിലാണ് ഇതിന്റെ സ്കോർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിമാൻഡ് എന്നുള്ള ഏരിയയാണ്. ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മളൊരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ 2 കാര്യങ്ങളുണ്ടാവും. ഒന്ന് ഡിമാൻഡ്, സെക്കൻഡ് വൺ സപ്ലൈ. ഡിമാൻഡ് എന്ന് പറയുമ്പോൾ കസ്റ്റമർ, സപ്ലൈ എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസർ. ഡിമാൻഡ്, കസ്റ്റമർ, സപ്ലൈ എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസർ, ഇവർ തമ്മിലുള്ള കോണ്ടാക്ട്. അപ്പൊ നമ്മൾ ഡിമാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നത് കസ്റ്റമേഴ്സിനെയാണ്, അതേപോലെ പ്രൊഡ്യൂസേഴ്സിനെയാണ് സപ്ലൈ സൈഡിലേക്ക് കൊണ്ടുവരുന്നത്. ഡിമാൻഡ് നോർമലി ഡിമാൻഡിന്റെ മീനിങ് ഡിസയർ എന്നുള്ളൊരു മീനിങ് മാത്രമാണ്, ഡിസയർ. പക്ഷെ എക്കണോമിക്സിൽ ഇത് കണക്ട് ചെയ്യുമ്പോൾ, എക്കണോമിക്സിൽ ഇവിടെ കണക്ട് ചെയ്യുന്നത് ഇപ്പൊ ഡിമാൻഡ് എന്നുള്ള മീനിങ്, ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നോർമലി ഡിമാൻഡിന്റെ മീനിങ് എന്താണ്, ഡിസയർ എന്നുള്ള മീനിങ് മാത്രമാണ്. പക്ഷെ എക്കണോമിക്സിൽ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എബിലിറ്റി ടു പേ ആൻഡ് വില്ലിംഗ്നെസ് ടു പേ, എബിലിറ്റി ടു പേ ആൻഡ് വില്ലിംഗ്നെസ് ടു പേ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഷോപ്പിംഗ് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്നു, അതൊരു ഡിമാൻഡാണ്. നമ്മളൊരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെടാന്ന് പറയുമ്പോൾ അത് ഡിമാൻഡാണ്. പക്ഷെ എക്കണോമിക്സിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളെ ഫാദർ ഒരു വീട് വെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്, അപ്പൊ അത് ഡിസയർ എന്നാണ് പറയുക. ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നത് ഡിസയർ ആണ്. പക്ഷെ ആ വീട് വെക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിന്റെ കൂടെ 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് എബിലിറ്റി ടു പേയും വേണം, അതിന്റെ കൂടെ തന്നെ വില്ലിംഗ്നെസ് ടു പേയും വേണം. നമ്മളൊരു മൊബൈൽ വാങ്ങാൻ പോയാലും നമ്മൾ ഏത് പർച്ചേസിങ്ങിന് പോയി കഴിഞ്ഞാലും ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെടണം. അപ്പൊ നമ്മൾ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുമ്പോൾ ആ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ക്യാഷ് കൊടുത്ത് വാങ്ങണം. ആ ക്യാഷ് കൊടുത്ത് വാങ്ങുക എന്നുള്ളതാണ് എബിലിറ്റി ടു പേ. പിന്നെ അതേപോലെ തന്നെ ആ പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യാണ്. പർച്ചേസിന് നമുക്ക് താല്പര്യം വേണം, ആ താല്പര്യമാണ് വില്ലിംഗ്നെസ് ടു പേ. അപ്പൊ ഡിമാൻഡിൽ 3 ഫാക്ടേഴ്സ് ആണ് വരുന്നത്. ഒന്ന് ഡിസയർ, സെക്കൻഡ് എബിലിറ്റി ടു പേ, തേർഡ് വില്ലിംഗ്നെസ് ടു പേ. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വീട് വെക്കാനായിട്ട് ഫാദർ പ്ലാൻ ചെയ്യുമ്പോൾ ആ പ്ലാനിങ് എന്ന് പറയുന്നത് ഡിസയർ ആണ്. പിന്നെ ആ വീട് വെക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു, ഡിസയർ. കയ്യിൽ ക്യാഷ് വേണം, ആ ക്യാഷ് ആണ് കപ്പാസിറ്റി, അതാണ് എബിലിറ്റി ടു പേ. എബിലിറ്റി ടു പേ ഓർ പർച്ചേസിംഗ് പവർ എന്നാണ് പറയുക. അവിടെ ഫസ്റ്റ് MCക്ക് കണക്ട് ചെയ്യുന്നു. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പർച്ചേസിംഗ് പവർ എന്താവും, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പർച്ചേസിംഗ് പവർ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പർച്ചേസിംഗ് പവർ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? എന്ത് സംഭവിക്കുക? യെസ്, അതന്നെയാണ് കറക്റ്റ്. എന്ത് ചെയ്യും? പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പർച്ചേസിംഗ് പവർ എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യാണ്. ഇതന്നെയാണ് ഫസ്റ്റ് നമ്മളെ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ 3 ഫാക്ടേഴ്സ് ആണ് കണക്ട് ചെയ്യുക: ഡിസയർ, എബിലിറ്റി ടു പേ, വില്ലിംഗ്നെസ് ടു പേ. ഫാദർ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നു, അത് ഡിസയർ ആണ്. ആ ഡിസയർ കണക്ട് ചെയ്യണമെങ്കിൽ 2 കാര്യം കൂടി വേണം. അതേതൊക്കെയാണ്? പർച്ചേസിംഗ് പവർ ഓർ എബിലിറ്റി ടു പേ, ദെൻ വില്ലിംഗ്നെസ് ടു പേ. ഫാദർ ക്യാഷ് പുറത്തേക്ക് വിടണം, കയ്യിൽ ക്യാഷ് ഉണ്ടായാൽ മാത്രം പോലെ അത് ചെലവാക്കാൻ തയ്യാറാവണം, അതാണ് വില്ലിംഗ്നെസ് ടു പേ. ഈ 3 ഫാക്ടേഴ്സ് ആണ് എക്കണോമിക്സിലെ ഡിമാൻഡ്. അപ്പൊ ഡിമാൻഡ് മീൻസ് a desire which is backed by willingness to pay and ability to pay. അതാണ് ഇവിടെ കണക്ട് ചെയ്തത്. ഓക്കെ, ഇതിൽ നമ്മൾ പറഞ്ഞു ഡിസയർ. അപ്പൊ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് a desire which is backed by willingness to pay and ability to pay. willingness to pay and ability to pay. willingness to pay, ഇവിടെ ability to pay എന്ന് പറയുമ്പോൾ പർച്ചേസിംഗ് പവർ ആണ്. പർച്ചേസിംഗ് പവർ, then willingness to pay എന്ന് പറയുമ്പോൾ നിങ്ങൾ തയ്യാറാവുക. ഈ 2 ഫാക്ടേഴ്സ് ആഡ് ചെയ്യുന്നതാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാട്ട്സ് ക്രിയേറ്റ്സ് ഡിമാൻഡ്? അപ്പൊ വാട്ട് ക്രിയേറ്റ്സ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഡിസയർ, എബിലിറ്റി ടു പേ, ദെൻ വില്ലിംഗ്നെസ് ടു പേ. ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. നമുക്ക് ഏകദേശം ഒരു 2-3 ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഒരു 14 പോയിന്റ്സിൽ നിന്നാണ്. ഒരു 14 പോയിന്റ്സ് ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു ഡിമാൻഡ്. അപ്പൊ നിങ്ങൾ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ വീട്ടിലേക്ക് വരുന്നു. അപ്പൊ നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട്ടിലേക്ക് വരാനുള്ള മെയിൻ റീസൺ 14 ഫാക്ടേഴ്സ് ആണ്. കാരണം ഒരു പ്രോഡക്റ്റ് ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുക ഒരു പ്രോഡക്റ്റിന്റെ എന്തായിരിക്കും കാര്യമായിട്ട് നോക്കുക? തീർച്ചയായിട്ടും പ്രൈസ് ആയിരിക്കും. കാരണം പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഒരു പ്രോഡക്റ്റിന് ഏകദേശം ഒരു മോർ ദാൻ 70% ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ എക്കണോമിക്സിൽ പ്രൈസ് ആണ്. കാരണം പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യാണ്. അങ്ങനെ ഒരു 14 ഫാക്ടേഴ്സോളം ഡിമാൻഡിനെ എന്ത് ചെയ്യുന്നുണ്ട്? കണക്ട് ചെയ്യുന്നുണ്ട്.
14 ഫാക്ടേഴ്സ്. ആ 14 ഫാക്ടേഴ്സ് പഠിക്കുമ്പോൾ അതിൽ നിന്ന് ഏകദേശം ഒരു 2-3 ക്വസ്റ്റ്യൻസ് MCQ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം ആ 14 ഫാക്ടേഴ്സിലേക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വരാം. ഫസ്റ്റ്, ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. ഫസ്റ്റ് പോയിന്റ് പ്രൈസ്. ഈസി ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പ്രൈസ് ഡിമാൻഡ് ഇൻവേഴ്സ് റിലേഷൻ ആണ്. പ്രൈസ് ഡിമാൻഡ് ഇൻവേഴ്സ് റിലേഷൻ ആണ്. അത്രേ നോക്കേണ്ടതുള്ളൂ. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. പ്രൈസ് ഡിമാൻഡ് ഇൻവേഴ്സ്. സെക്കൻഡ് പോയിന്റ്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പോയിന്റ് ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് പോയിന്റ് പ്രൈസ് ഡിമാൻഡ്. പ്രൈസ് ഡിമാൻഡ് ഏത് റിലേഷൻ ആണ്? നെഗറ്റീവ് റിലേഷൻ ആണ്. നെക്സ്റ്റ് പോയിന്റ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പോകുന്നു. ഓക്കെ, പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ സാംസങ് മൊബൈൽ ഫോൺ നമ്മൾ സെയിൽ ചെയ്യുന്നു. സാംസങ് മൊബൈൽ ഫോൺ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ സാംസങ്ങിന്റെ ഡിമാൻഡ്, ആ ഡിമാൻഡിനെ കണക്ട് ചെയ്യുന്നത് 2 ഫാക്ടേഴ്സ് ആണ്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്, സെക്കൻഡ് ആണ് കോംപ്ലിമെന്ററി ഗുഡ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്, കോംപ്ലിമെന്ററി ഗുഡ്. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്, എന്താണ് കോംപ്ലിമെന്ററി ഗുഡ്? ഫസ്റ്റ് ഡിസ്കസ് ചെയ്തു. ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ പ്രൈസ് ആണ്. സെക്കൻഡ് പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നത് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ് 2 ടൈം. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആൻഡ് കോംപ്ലിമെന്ററി ഗുഡ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആൻഡ് കോംപ്ലിമെന്ററി ഗുഡ്. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു പ്രോഡക്റ്റ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സാംസങ് മൊബൈൽ ഫോൺ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ മൊബൈലിന് ഡിമാൻഡ് ഇല്ല എന്ന് വിചാരിക്കുക. ഡിമാൻഡ് ഇല്ലാത്തതിന്റെ റീസൺ എന്താ നോക്കിയപ്പോൾ തൊട്ടടുത്തുള്ള ഒപ്പോ പ്രൈസ് ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. അവരവിടെ പ്രൈസ് ഡിക്രീസ് ചെയ്താൽ നമ്മളെ ഡിമാൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിക്രീസ് ചെയ്യും. കാരണം സാംസങ്ങിന്റെ ഡിമാൻഡ് കണക്ട് ചെയ്യുന്നത് ഒപ്പോയുടെ പ്രൈസിനെയാണ്, വിവോയുടെ പ്രൈസിനെയാണ്. അവരുടെ പ്രൈസ് അവിടെ ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മളെ ഡിമാൻഡ് എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം. എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മളെ ഡിമാൻഡ് എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ കേസിൽ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, പെട്ടെന്ന് കമന്റ് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ജസ്റ്റ് പെട്ടെന്ന് കമന്റ് ചെയ്യുക. ആക്റ്റീവ് ആവാം പെട്ടെന്ന്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ ഏകദേശം ഒരു 7-8 റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ്. യെസ്, ഗുഡ്. സബ്സ്റ്റിറ്റ്യൂട്ട് കേസിൽ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണ്. ഇതില് ദിയ സബ്സ്റ്റിറ്റ്യൂട്ട് ദിയ ജസ്റ്റ് ഒരു പ്രശ്നമില്ല, കമന്റ് തെറ്റണം. തെറ്റിയ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ഒരുപാട് കാലത്തേക്ക് ലോങ്ങിൽ നമുക്ക് മൈൻഡിൽ ഉണ്ടാവും. തെറ്റിയ ആൾക്കാരെ പേര് ചിലപ്പം വിളിച്ചു പറയും. അത് പ്രശ്നമാക്കരുത് കേട്ടോ. കമന്റ് ചെയ്യണം. കമന്റ് ചെയ്താൽ മാത്രമേ ചിലപ്പോൾ ആ തെറ്റിയ ക്വസ്റ്റ്യൻ അന്ന് എക്സാമിന് ഒരു എന്തായാലും ആൻസർ ചെയ്യും. ഇപ്പൊ കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യാതിരിക്കാൻ പാടില്ല. തെറ്റിയാലും പ്രശ്നമില്ല. തെറ്റിയ ഇവിടെ പെട്ടെന്ന് കറക്റ്റ് ചെയ്താൽ എക്സാമിന് അത് പോസിറ്റീവ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നു സാംസങ്ങിന്റെ. അപ്പൊ സാംസങ്ങിന്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ സാംസങ്ങിന്റെ ഡിമാൻഡാണ് ഇൻക്രീസ് ചെയ്യുക. പകരം ഒപ്പോ, വിവോ കസ്റ്റമേഴ്സ് അടക്കം സാംസങ്ങിലേക്ക് എത്തും. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ആരാന്ന് വെച്ചാൽ, ഇവിടെ എക്സാമ്പിൾ ആയിട്ട് വന്നിരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന് കൊക്കക്കോള പെപ്സിയാണ്. കൊക്കക്കോള പെപ്സിയാണ് എക്സാമ്പിൾ ആയിട്ട് വന്നിരിക്കുന്നത്. കൊക്കക്കോളയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, കൊക്കക്കോളയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാണ്. കൊക്കക്കോളയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കൊക്കക്കോള കസ്റ്റമേഴ്സ് കംപ്ലീറ്റ് എവിടേക്ക് വരും? പെപ്സിയിലേക്ക് വരും. പെപ്സി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആണ്. റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആണ്. ഇതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യൻ ഏകദേശം 7-8 റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ഓക്കെ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് യെസ് എന്ന് കമന്റ് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ കേസ് ഓക്കെ ആണെങ്കിൽ. നെക്സ്റ്റ് വൺ കോംപ്ലിമെന്ററി. നെക്സ്റ്റ് വൺ കോംപ്ലിമെന്ററി. നെക്സ്റ്റ് വൺ കോംപ്ലിമെന്ററി. ഓക്കെ, കോംപ്ലിമെന്ററിയുടെ കേസിൽ നമുക്കറിയാം, കോംപ്ലിമെന്ററിയുടെ കേസിൽ കോംപ്ലിമെന്ററി എന്ന് പറയുമ്പോൾ, ഓക്കെ, കോംപ്ലിമെന്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോ കണക്റ്റഡ് ഗുഡിനെയാണ് കോംപ്ലിമെന്ററി എന്ന് പറയുക. പകരം അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഒരു പ്രോഡക്റ്റിന് പകരം, ഇപ്പോ ഒരു പ്രോഡക്റ്റിന് പകരം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള് ക്രിസ്ത്യാനോ, മെസ്സി സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. രണ്ടുപേരും ഒരു എന്താ പറയുക, അങ്ങനെ ആ ലെവലിൽ കാണാറുണ്ടല്ലോ. ഫുട്ബോൾ കാണാറില്ലേ? യെസ്, കമന്റ് മതി. ഇനി നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. മെസ്സി ക്രിസ്ത്യാനോ ഒഴിവാക്കാം. സബ്ജക്റ്റിലേക്ക് വരുന്നു, തിരിച്ചു വരുന്നു. ഏതാണ്? കോംപ്ലിമെന്ററി. കോംപ്ലിമെന്ററി ഗുഡിന്റെ കേസിൽ കോംപ്ലിമെന്ററി. കോംപ്ലിമെന്ററിയുടെ കേസിൽ ഒന്നിന് പകരം യൂസ് ചെയ്യുന്ന ഗുഡാണ് ഏത്? സബ്സ്റ്റിറ്റ്യൂട്ട്. ഒന്നിന്റെ കൂടെ കണക്ട് ചെയ്യുന്ന ഗുഡിനെ പറയുന്ന പേരാണ് കോംപ്ലിമെന്ററി. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന പെന്ന്, അതിന്റെ കൂടെ യൂസ് ചെയ്യുന്നു ഇങ്ക്. ഇങ്ക് കോംപ്ലിമെന്ററി ആണ്. ഇനി അതേപോലെ പെട്രോൾ റിലേറ്റഡ് കാറുകൾ. പെട്രോൾ ഉണ്ട്, പെട്രോൾ റിലേറ്റഡ് കാറുകളുണ്ട്. പെട്രോളിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, പെട്രോളിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ
പെട്രോൾ റിലേറ്റഡ് കാറിന്റെ ഡിമാൻഡ് പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ. പെട്രോളിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ പെട്രോൾ റിലേറ്റഡ് കാറിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? യെസ്, കമന്റ് ഓക്കെ ആണ്. ഏതാണ്? പെട്രോളിന്റെ പ്രൈസ് കൂടിയാൽ പെട്രോൾ റിലേറ്റഡ് കാറിന്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. കമന്റ് കറക്റ്റ് ആണ്, ഡിക്രീസ് ചെയ്യും. പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് ഈസി ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നെഗറ്റീവ് ആണ്, സെയിം ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് സംഭവിച്ചിട്ടുള്ളത്. സബ്സ്റ്റിറ്റ്യൂട്ട് കോംപ്ലിമെന്ററി. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ഈസ് ആൾസോ നോൺ ആസ് കോമ്പറ്റിംഗ് ഗുഡ്. കോംപ്ലിമെന്ററി ഗുഡിന്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് നെഗറ്റീവ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ കേസിൽ എന്താണ്? പോസിറ്റീവ് ആണ്. അതവിടെ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റിലേക്ക് തിരിച്ചു വരുന്നു. സോറി, സെക്കൻഡ് അല്ല, തേർഡ് പോയിന്റിലേക്ക് തിരിച്ചു വരുന്നു. തേർഡ് പോയിന്റ് നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, ഞാൻ ഇങ്ങനെ ഓരോന്നിട്ട് പറയാം. പെട്ടെന്ന് പറയണം, പെട്ടെന്ന് നമുക്ക് പോയിന്റിലേക്ക് പെട്ടെന്ന് പോവാം. ഇൻകം ഓഫ് കൺസ്യൂമർ. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ, നിങ്ങളെ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് ഒരു മൈൻഡിൽ ഇരിക്കുക. സയൻസ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഒരു ഒന്നിൽ കാച്ച് ചെയ്താൽ മതി. ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഡിസയർ, നിങ്ങൾക്ക് വാങ്ങാനുള്ള ആഗ്രഹം. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ, നിങ്ങളെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡിമാൻഡ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇൻക്രീസ് ചെയ്യാണോ ചെയ്യുക, ഡിക്രീസ് ചെയ്യാണോ ചെയ്യുക? ആ ലെവലിൽ മാത്രം പോവുക, വേറൊരു ലെവലും പോകണ്ട. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ, നിങ്ങൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാണോ ചെയ്യുക, ഡിക്രീസ് ചെയ്യാണോ ചെയ്യുക? യെസ്, കമന്റ് ഓക്കെ ആണ്, ഇൻക്രീസ് കറക്റ്റ് ആണ്. നെക്സ്റ്റ്, അപ്പൊ ആ പോയിന്റ് അവിടെ കഴിഞ്ഞു. ഇനി വേറെ അതിലേക്ക് തിരിച്ചു വരേണ്ട. ഇൻകം ഡിമാൻഡ് പോസിറ്റീവ് ആണ്. നെക്സ്റ്റ് വൺ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിന്റെ ഡിമാൻഡ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആൻഡ് ഡിമാൻഡ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? അത് മാത്രം കിട്ടിയാൽ മതി. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നിങ്ങളെ ടേസ്റ്റ്, നിങ്ങളെ ഇഷ്ടം കൂടുന്തോറും ആ പ്രോഡക്റ്റിനുള്ള ഡിമാൻഡ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? യെസ്, ഏതാണ്? ഇൻക്രീസ്, പോസിറ്റീവ്. കമന്റ് ഓക്കെ ആണ്, ചാറ്റ് ഓക്കെ ആണ്. ഇനി നെക്സ്റ്റ് നാച്ചർ ഓഫ് കമോഡിറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യും. ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ, ഫിഫ്ത്ത് ലാസ്റ്റിൽ ഡിസ്കസ് ചെയ്യാം. ഒന്ന് വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ്, ഈ ഫിഫ്ത്ത് പോയിന്റ് ഞാൻ പറയുന്നില്ല, ഒന്ന് വെയിറ്റ് ചെയ്യുക. ലാസ്റ്റ് ഒരു 14th ശേഷം അത് ഡിസ്കസ് ചെയ്യും. സൈസ് ഓഫ് പോപ്പുലേഷൻ. ഇനി നിങ്ങൾ തന്നെ വീണ്ടും കമന്റ് ചെയ്യുക. ഇന്ത്യൻ ഇക്കോണമി പോപ്പുലേഷന്റെ കേസിൽ നമ്പർ 1 പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ ഇക്കോണമിയിൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനോ ചെയ്യുക, ഡിക്രീസ് ചെയ്യാനോ ചെയ്യുക? മറ്റു രാജ്യങ്ങളിൽ നിന്ന് പല പ്രോഡക്റ്റും ഇന്ത്യ ഒരു ബെസ്റ്റ് മാർക്കറ്റായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ കാണുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ ഡിമാൻഡ്, ഇന്ത്യൻ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് ഒരു പോസിറ്റീവായിട്ട് അവർ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഡിമാൻഡ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. ഡിമാൻഡ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. ദ നെക്സ്റ്റ് വൺ, കൺസ്യൂമർ ക്രെഡിറ്റ് ഫെസിലിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. പെട്ടെന്ന് കമന്റ് ചെയ്യണം. ക്രെഡിറ്റ് ഫെസിലിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ക്രെഡിറ്റ് ഫെസിലിറ്റി എന്ന് വെച്ചാൽ നിങ്ങളെ മൊബൈൽ ഫോൺ കേടുവരുന്നു, പെട്ടെന്നൊരു മൊബൈൽ ഫോൺ വേണം, നിങ്ങളെ കയ്യിൽ ക്യാഷ് ഇല്ല. പക്ഷെ ഇന്ന് മൊബൈൽ ഷോപ്പിൽ പോയാൽ ഈസി ആയിട്ട് മൊബൈൽ വാങ്ങാൻ പറ്റും. അതെങ്ങനെയുള്ള ഫെസിലിറ്റിയാണ്? ആ ഫെസിലിറ്റിയാണ് ക്രെഡിറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുമ്പോൾ ആ ഷോപ്പിൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാണോ ഡിക്രീസ് ചെയ്യാണോ? യെസ്, കമന്റ് ഏതാണ്? പെട്ടെന്ന് കമന്റ് ചെയ്യുക. ക്രെഡിറ്റ് ഫെസിലിറ്റി ഉണ്ടാവുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാണോ ഡിക്രീസ് ചെയ്യാണോ ചെയ്യുക? യെസ്, ഏതാണ്? ഇൻക്രീസ്. ക്രെഡിറ്റ് ഫെസിലിറ്റി എക്സാമിന് വന്ന ക്വസ്റ്റൻ ആണ്. ക്രെഡിറ്റ് ഫെസിലിറ്റി ആൻഡ് ഡിമാൻഡ് പോസിറ്റീവ്. ദ നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്താൽ നമ്മളുടെ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ആവശ്യങ്ങളാണ് ഡിമാൻഡ്. അപ്പൊ ഞാൻ ഇവിടെ പറയുന്ന പോയിന്റ് നിങ്ങളുടെ ആവശ്യങ്ങളുമായിട്ട് കമന്റ് ചെയ്യുക, കണക്ട് ചെയ്യുക. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്താൽ യെസ്, കമന്റ് അപ്പൊ തന്നെ വന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്താൽ ഗുഡ്. ഞാൻ പേര് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പേഴ്സണൽ ഒരാളെ പേരും വിളിച്ചു പറയുന്നില്ല. ജസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. ഡിക്രീസ് ചെയ്യാണ്. ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഡിമാൻഡ് ഇൻവേഴ്സ് റിലേഷൻ ആണ്. ക്രെഡിറ്റ് ഡിമാൻഡ് പോസിറ്റീവ് റിലേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ്, സൈസ് ഓഫ് പോപ്പുലേഷൻ ഓക്കെ, ക്രെഡിറ്റ് ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് ഓക്കെ. ലെവൽ ഓഫ് നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നാഷണൽ ഇൻകം, ഇന്ത്യൻ ഇക്കോണമിയുടെ ടോട്ടൽ ഇൻകം ഇൻക്രീസ് ചെയ്യാനുള്ള റീസൺ തീർച്ചയായിട്ടും ഡിമാൻഡ് തന്നെയാണ്. യെസ്, കമന്റ് വന്നു, ഏതാണ്? ഇൻക്രീസ്. അപ്പൊ ഇൻക്രീസ് ചെയ്യുന്നു, ആ ഇൻക്രീസ് പോസിറ്റീവ് റിലേഷൻ, ഗുഡ്, പോസിറ്റീവ് റിലേഷൻ. അപ്പൊ ഇൻകം എന്ന് പറയുന്നത് നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു, ദെൻ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. ദ നെക്സ്റ്റ് വൺ, ഗവൺമെന്റ് പോളിസി. എന്താണ് ഗവൺമെന്റ് പോളിസി? ടാക്സ്. തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും. ടാക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കമന്റ് ചെയ്തോട്ടാ, നിങ്ങൾ ആവശ്യം അവിടെ കയ്യിലുണ്ട്, ഡിമാൻഡ്. ഞാൻ ഇവിടെ പറയുന്ന പോയിന്റുമായിട്ട് അതിന്റെ കണക്ട് ചെയ്താൽ മതി. ഞാനിവിടെ പറയുന്നു ടാക്സ്. യെസ്, കമന്റ് വന്നു. ഏതാ കമന്റ്? അങ്ങനെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള കമന്റ് ആണ്. കംപ്ലീറ്റ്. യെസ്, ഗുഡ്. പ്രൈസ് ടാക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. ടാക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. ഞാൻ ഒരു പോയിന്റ് ഇവിടെ പറയുമ്പോൾ
നിങ്ങൾ എല്ലാവരും ഇരിക്കേണ്ടത് ഡിമാൻഡ് സൈഡിൽ മാത്രം ഇരുന്നാൽ മതി. അതുമായിട്ട് കണക്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ ടാക്സ് ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗവൺമെന്റ് പോളിസിയിൽ 2 ടൈപ്പ് ഉണ്ട്, ടാക്സ് ഉണ്ട്, സബ്സിഡി ഉണ്ട്. നെക്സ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സബ്സിഡി. നിങ്ങളെ കമന്റ് മാത്രം വന്നാൽ മതി. ഗവൺമെന്റ് പ്രൊമോഷൻ വേണ്ടി അല്ലെങ്കിൽ ഗവൺമെന്റ് മറ്റു പ്രൊഡക്ഷൻ സെക്ടർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് സബ്സിഡി. അപ്പൊ സബ്സിഡി എന്ന് പറയുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ്, ഗുഡ്, ഇൻക്രീസ് ആണ്. ഡിമാൻഡ് എന്താണ്? ഇൻക്രീസ്, ഗുഡ്. നെക്സ്റ്റ് വൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. നെക്സ്റ്റ് പോയിന്റ് 10th പോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഈക്വൽ ആയിട്ട് റിസോഴ്സ് മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതല്ല അൺഈക്വൽ ആയിട്ട് തോന്നിയ പോലെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അൺഈക്വൽ ആണ്. ഒരു ഫേവർ ആവുന്ന ടൈം ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഗവൺമെന്റ് റിസോഴ്സ് ഈക്വൽ ആയിട്ട് പബ്ലിക്കിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ പോസിറ്റീവ്. അൺഈക്വൽ ആണെങ്കിൽ ഡിമാൻഡ് നെഗറ്റീവ് ആണ്. ഈക്വൽ ആണെങ്കിൽ പോസിറ്റീവ്, അൺഈക്വൽ ആണെങ്കിൽ ഡിമാൻഡ് എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. ഓക്കെ, നെക്സ്റ്റ് ടെക്നോളജി. ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഡിമാൻഡ്, കമന്റ് ചെയ്തോളൂ. ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഡിമാൻഡ്. നിങ്ങൾ ഒരൊറ്റ സൈഡിൽ ഇരുന്നാൽ മതി, ഡിമാൻഡ് സൈഡിൽ, വേറൊരു സൈഡിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഡിമാൻഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? യെസ്. ഏതാണ്? ഇൻക്രീസ്, ഗുഡ്. നെക്സ്റ്റ് വൺ അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഏറ്റവും ബെസ്റ്റ് അഡ്വർടൈസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? യെസ്. ഏതാണ്? ഇൻക്രീസ്. അഡ്വർടൈസ് ഇൻക്രീസ് ആണ്. ദ നെക്സ്റ്റ് വൺ ഡെമോൺസ്ട്രേഷൻ എഫക്ട്. ഡെമോൺസ്ട്രേഷൻ എഫക്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്താൽ, നിങ്ങളെ ക്ലാസ്സിൽ ഒരു കുട്ടി ഒരു പ്രോഡക്റ്റ് വാങ്ങി, ഒരു ബൈക്ക് വാങ്ങി, അതേ ബൈക്ക് എനിക്കും വേണം എന്ന് വിചാരിച്ചുകൊണ്ട് പല ആളുകളും അത് വാങ്ങും. അങ്ങനെ വരുമ്പോൾ ആ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ്, യെസ്, കമന്റ് ഓക്കെ ആണ്, ഡിമാൻഡ് ഇൻക്രീസ്, വളരെ ആക്റ്റീവ് ആണ്. 60 ആ ഒരു കംപ്ലീറ്റ് കമന്റ് എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്, അതാണ് വേണ്ടത്. ഇനി നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് വരണം. ഓക്കെ, അതിന്റെ മുന്നേ ചില കാര്യങ്ങൾ ജസ്റ്റ് പരിചയപ്പെടുത്താം. ഡെമോൺസ്ട്രേഷൻ എഫക്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഏകദേശം 13 പോയിന്റ്സ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. വാട്ട് ഈസ് ഡെമോൺസ്ട്രേഷൻ എഫക്ട്? വാട്ട് ഈസ് ഡെമോൺസ്ട്രേഷൻ എഫക്ട്? ഒരു 2 ടേം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഡെമോൺസ്ട്രേഷൻ എഫക്ട്. ഡെമോൺസ്ട്രേഷൻ എഫക്ട് എന്ന് പറഞ്ഞാൽ ജെയിംസ് ഡ്യൂസംബറിയുടെ കോൺസെപ്റ്റ് ആണ്. ജെയിംസ് ഡ്യൂസംബറിയുടെ കോൺസെപ്റ്റ് ആണ് ഇത്. ഡെമോൺസ്ട്രേഷൻ എഫക്ട് എന്താണ്? ഡെമോൺസ്ട്രേഷൻ എഫക്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ മീനിങ് നോക്കുക. When a consumer wants a product by seeing another person use that product, it is called a demonstration effect. എനിക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് മറ്റുള്ള അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഫ്രണ്ട് ഒരു പ്രോഡക്റ്റ്, ഒരു കാർ വാങ്ങുമ്പോൾ എനിക്കും അത് വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാനും വാങ്ങാം. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതെന്താണ്? ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിൾ 13th പോയിന്റ് ആണ് ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിളിന്റെ ഹയസ്റ്റ് പോയിന്റ് എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാം. ഹയസ്റ്റ് പോയിന്റ് ബിസിനസ് സൈക്കിളിന്റെ ഹയസ്റ്റ് പോയിന്റ് ഏതാ? കമന്റ് വെയിറ്റ് ചെയ്യണം. ബിസിനസ് സൈക്കിളിന്റെ ഹയസ്റ്റ് പോയിന്റ്, ഗുഡ്. ഏതാണ്? പീക്ക്, ഗുഡ്, കറക്റ്റ് ആണ്, പീക്ക്. ആൻഡ് ലോവസ്റ്റ് പോയിന്റ് ഡിപ്രഷൻ ആണ്. ലോവസ്റ്റ് പോയിന്റ് ഏതാണ്? ഡിപ്രഷൻ. അപ്പൊ ഹയസ്റ്റ് പോയിന്റ് പീക്ക്, ലോവസ്റ്റ് പോയിന്റ് ഡിപ്രഷൻ. ഹയസ്റ്റ് പോയിന്റിൽ കമന്റ് ചെയ്യണം. ഹയസ്റ്റ് പോയിന്റിൽ ഡിമാൻഡ് ഹൈ ആണോ ലോ ആണോ? ഹയസ്റ്റ് പോയിന്റിൽ ഡിമാൻഡ് ഹൈ ആണോ ലോ ആണോ? അത് മാത്രം കമന്റ് ചെയ്താൽ മതി. ഹയസ്റ്റ് പോയിന്റ്, ഗുഡ്. ഏതാണ്? ഹൈ. ലോവസ്റ്റ് പോയിന്റിൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും, ലോ. ഡിമാൻഡ് ഹൈ ആവുന്നത് പീക്ക്. ഡിപ്രഷൻ ടൈമിൽ ഡിമാൻഡ് എന്താണ്? ലോ. അത് മാത്രം കണക്ട് ചെയ്താൽ മതി. ഏതുമായിട്ട്? ബിസിനസ് സൈക്കിളുമായിട്ട്. അപ്പോൾ നമ്മൾ 14th പോയിന്റ് ആണ് ബിസിനസ് സൈക്കിൾ. ആൻഡ് 15th പോയിന്റ് കൺസ്യൂമർ എക്സ്പെക്ടേഷൻസ്. ഗോൾഡിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗോൾഡിന്റെ റേറ്റ് ഇപ്പൊ ഏകദേശം 46,000 അടുത്ത് എത്തി. 46,000 അടുത്ത് ഗോൾഡിന്റെ റേറ്റ് എത്തി. നെക്സ്റ്റ് മന്ത് ഒരു അസംഷൻ പറയാൻ, നെക്സ്റ്റ് മന്ത് ഒരു ടീം പറയാണ് അത് 60,000 ആകും എന്ന് അറിയുകയാണെങ്കിൽ കറണ്ട് കസ്റ്റമർ, അല്ലെങ്കിൽ ഇന്ന് നമ്മളെ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അത് കൂടുതൽ കൺസ്യൂം ചെയ്യോ അല്ലെങ്കിൽ വാങ്ങാതിരിക്കോ? അടുത്ത മാസം ഗോൾഡിന്റെ റേറ്റ് പെട്ടെന്ന് ഒരു 10,000 ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് അറിയുകയാണെങ്കിൽ കറണ്ട്, യെസ്, കമന്റ് ഓക്കെ ആണ്. പറയുമ്പോൾ കമന്റ് ഓക്കെ ആണ്, യെസ്, ഗുഡ്. അതന്നെയാണ് വേണ്ടത്. ഡിമാൻഡ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. അത്രയേ ഉള്ളൂ. വളരെ ഓക്കെ. കമന്റ് ഏകദേശം ഒരു 95% കറക്റ്റ് കമന്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് റിവിഷൻ സ്കിറ്റ് ആയിട്ട് തന്നെ അത് കണ്ടാൽ മതി. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഡയറക്റ്റിൽ എന്താ പറയാ, റോബർട്ട് ഗിഫൺ. നെക്സ്റ്റ് വൺ ഗിഫൺ. ഓക്കെ, അത് അതിലേക്ക് വരാം. അപ്പൊ കൺസ്യൂമർ എക്സ്പെക്ടേഷൻസ്. അപ്പൊ അങ്ങനെ 15 പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ആ 15 പോയിന്റ്സ് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാണ്, ശ്രദ്ധിക്കുക. ആ 15 പോയിന്റ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നു. ഫസ്റ്റ് പോയിന്റ് പ്രൈസ് ഓഫ് കമോഡിറ്റി. സെക്കൻഡ് പോയിന്റ് പ്രൈസ് ഓഫ് റിലേറ്റഡ് കമോഡിറ്റി. 2 types, substitute and complementary. Substitute positive, complementary negative. The next one, substitute good is also known as
competing good. Next one, next. Income of consumer. Income increase ചെയ്യുമ്പോൾ demand increase ചെയ്യുന്നു, then positive. Taste and preference, demand positive. Nature of commodity discuss ചെയ്യാനുണ്ട്, wait ചെയ്യുക. Size of population and demand positive. Consumer credit facility and demand positive, and interest rate and demand negative. Level of national income positive, tax and demand negative, subsidy and demand positive, distribution of income and wealth, equal distribution positive, unequal distribution negative, and technological progress positive, advertisement positive, demonstration effect positive. Then business cycle peak position, highest demand, and depression, last one. Okay, ഇനി ഒരു പോയിന്റ് വിട്ടുപോയിട്ടുണ്ട്, ഓർക്കുന്നുണ്ടല്ലോ ആ പോയിന്റ്. നാച്ചർ ഓഫ് കമോഡിറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നാച്ചർ ഓഫ് കമോഡിറ്റി. ഇപ്പൊ നിങ്ങളെ ഫാദർ ഒരു പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യാനായിട്ട് മാർക്കറ്റിലേക്ക് വരാണ്. മാർക്കറ്റിലേക്ക് വന്നാൽ ഫാദർ കാണുന്നത് ഫൈവ് ടൈപ്സ് ഓഫ് ഗുഡ്സ് ആണ് കാണുന്നത്. നിങ്ങളെ ഫാദർ കാണുന്നത് 5 ടൈപ്സ് ഓഫ് ഗുഡ്സ് ആണ്. ആ ഗുഡ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് പ്രോഡക്റ്റ് ഗിഫൺ ഗുഡ്, സെക്കൻഡ് നെസസറി, തേർഡ് നോർമൽ, ഫോർത്ത് ലക്ഷറി, ഫിഫ്ത്ത് പ്രസ്റ്റീജ്. ഇതിൽ നിന്ന് 1 മാർക്ക് ഗ്യാരണ്ടി ആണ്. നമുക്ക് ജസ്റ്റ് ആ കോൺസെപ്റ്റിലേക്ക് വരാം. ഫസ്റ്റ് 1 മാർക്ക് മിനിമം ആണ്. 2 മാർക്ക് കഴിഞ്ഞ എക്സാമിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ എക്സാം അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് അറിയാൻ പറ്റും, അത് 2 മാർക്ക് വരെ ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ വരുന്നത് ഗിഫൺ, നെസസറി, നോർമൽ, ലക്ഷറി, പ്രസ്റ്റീജ്. വേറെ ഒന്നുമില്ല അവിടെ. ഏതൊക്കെയാണ്? നമ്മൾ മാർക്കറ്റിൽ പോയാൽ, ഞാൻ എന്റെ ഫാമിലിക്ക് വേണ്ടി മാർക്കറ്റിൽ പോയാൽ അവിടെ 5 ടൈപ്സ് ഓഫ് ഗുഡ്സ് ഉണ്ട്. ആ ഗുഡ്സ് ഇൻകവുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു, പ്രൈസുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു, അതാണ് നെക്സ്റ്റ് വേണ്ടത്. ഇൻകവുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു, പ്രൈസുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു. ആദ്യം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോണത് ഗിഫൺ ഗുഡ് ആണ്. ഗിഫൺ ഗുഡിന്റെ മറ്റൊരു പേര് കമന്റ് ചെയ്യാം. ഗിഫൺ ഗുഡിന്റെ മറ്റൊരു പേര് എന്താണ്? ഗിഫൺ ഗുഡ് ഈസ് ആൾസോ നോൺ ആസ്, യെസ്, given good is also known as commenter. Yes, good, inferior. Given good is also known as inferior. ഈ inferior എന്നുള്ള കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് റോബർട്ട് ഗിഫൺ എന്നുള്ള എക്കണോമിക്സ്റ്റ് ആണ്. റോബർട്ട് ഗിഫൺ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പിന്നീട് അത് അറിയപ്പെടുന്നത് ഗിഫൺ ഗുഡ് എന്ന പേരിലാണ്. അപ്പൊ ഇൻഫീരിയർ, വാട്ട് ഈസ് ഇൻഫീരിയർ ഗുഡ്? ഇൻഫീരിയർ ഗുഡ് ലോ ക്വാളിറ്റി ഗുഡ്സ് ആണ്. എന്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഞാൻ ചില പ്രോഡക്റ്റ് വേണ്ടെന്ന് വെക്കും, അതാണ് ഇൻഫീരിയർ. എനിക്ക് ഇൻകം ഇല്ലാത്ത ടൈമിൽ ഞാൻ കൂടുതൽ വാങ്ങാൻ ആഗ്രഹിക്കും, അതാണ് ഇൻഫീരിയർ. ഇൻകം ഡിക്രീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, സെക്കൻഡ് കോളത്തിൽ വൈ, സയൻസ് സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക, വൈ എന്ന് പറയുന്നത് എക്കണോമിക്സിൽ ഇൻകത്തെയാണ് മെൻഷൻ ചെയ്യുന്നത്. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. എന്റെ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു, കാരണം ലോ ക്വാളിറ്റി ഗുഡ്സ് ആണത്. എന്റെ ഇൻകം ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഇൻകവും ഡിമാൻഡും നെഗറ്റീവ് റിലേഷൻ ആണെങ്കിൽ ആ ഗുഡ് ഇൻഫീരിയർ ആണ്. ആ ഗുഡ് ഏതാ? ഇൻഫീരിയർ ആണ്. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ എനിക്ക് വേണ്ട. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഗുഡ്സ് ഏതാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വരാം, നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് അത് പരിചയപ്പെടാം. വാട്ട് ഈസ് ഇൻഫീരിയർ എന്നുള്ള ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാണ്. 1 മിനിറ്റ്, സോറി. നമുക്കതൊന്ന് ഇൻഫീരിയർ ഒന്ന് പരിചയപ്പെടാം. അതിന് വേണ്ടിയാണ് വന്നത്. ഇൻഫീരിയറിന്റെ മറ്റൊരു പേര് ഇവിടെ IN ആണ്, സോറി, അത് IN എന്നുണ്ട് കേട്ടോ, ഇൻഫീരിയർ. ഇനി വാട്ട് ഈസ് ഇൻഫീരിയർ ഗുഡ്? ഇൻഫീരിയർ ഗുഡ് എന്നുള്ള കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത എക്കണോമിക്സ് റോബർട്ട് ഗിഫൺ ആണ്. റോബർട്ട് ഗിഫൺ പറയുന്നത് നിങ്ങൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ, ശ്രദ്ധിക്കുക, ഇൻക്രീസ് ഇൻകം, ഫാൾ ഇൻ ഡിമാൻഡ്. നിങ്ങളെ ഇൻകം കൂടിയ ഡിമാൻഡ് കുറയുന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് ഇൻഫീരിയർ ആണ്. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങളെ പ്രോഡക്റ്റ്, നിങ്ങളെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗുഡ് ഏതാണ്? ഇൻഫീരിയർ ആണ്. ഇൻഫീരിയർ ഗുഡ് എക്സാമ്പിൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ലോ ക്വാളിറ്റി ക്ലോത്ത്, ബസ് ട്രാവൽ, ചീപ്പ് ഓയിൽ, ലോ ക്വാളിറ്റി ഫുഡ്, ബ്രെഡ്. ഇതൊക്കെ ഏത് ഗുഡാണ്? ഗിഫൺ ഗുഡ് ആണ്. അതായത് ഏത് ഗുഡാണ്? ഗിഫൺ ഗുഡ് ആണ്. അപ്പൊ ഗിഫൺ ഗുഡ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? ലോ ക്വാളിറ്റി ക്ലോത്ത്, ബസ് ട്രാവൽ, ഇൻകം ഇല്ലാത്ത ടൈമിലാണ് ലോ ക്വാളിറ്റി ക്ലോത്ത്, ബസ്സിന് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. ചീപ്പ് ഓയിൽസ്, ലോ ക്വാളിറ്റി ഫുഡ്, ഇതൊക്കെ ഇൻകം ഇല്ലാത്ത ടൈമിൽ കൺസ്യൂം ചെയ്യുന്നു.
എന്നാൽ ആ ആളെന്നെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ലൈഫിൽ നിന്ന് മെല്ലെ മെല്ലെ ഒഴിവാക്കും. അങ്ങനെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ആ ഗുഡ് ഏതാ? ഇൻഫീരിയർ ഗുഡ് ആണ്. ആ ഗുഡ് ഏതാണ്? ഇൻഫീരിയർ ഗുഡ് ആണ്. ഓക്കെ, അപ്പൊ ഇൻഫീരിയർ ഗുഡ് ഓക്കെ ആണോ? കോൺഫിഡന്റ് ആണോ? ഇൻഫീരിയറിന്റെ കേസിൽ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് നെക്സ്റ്റ് പറയാം. യെസ്, ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. അപ്പോ ഇൻഫീരിയറിന്റെ കേസിൽ ഇൻകം ആൻഡ് ഡിമാൻഡ് എന്താണ്? നെഗറ്റീവ് ആണ്. ഇൻകം ആൻഡ് ഡിമാൻഡ് എന്താണ്? നെഗറ്റീവ് ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നെസസറി ഗുഡിലേക്ക് വരുന്നു. നമ്മൾ ഫാമിലി ഇൻഫീരിയർ വാങ്ങുന്ന കാലഘട്ടം ഉണ്ടാവാം, അതല്ലെങ്കിൽ നെസസറി എല്ലാ ദിവസവും വാങ്ങുന്ന ഗുഡ്സ് ആണ്. നെസസറി എന്ന് പറയുന്നത് ഫുഡ്, നമുക്ക് റൈസ്, വീറ്റ്, ഇതൊക്കെ നെസസറി കാറ്റഗറിയാണ്. മെഡിസിൻ നെസസറി ആണ്. മെഡിസിൻ നിങ്ങൾ ഇൻകം നോക്കിയാണോ മെഡിസിൻ കൺസ്യൂം ചെയ്യുക? നിങ്ങൾ അസുഖങ്ങൾ വരുമ്പോൾ ഇൻകം നോക്കാറുണ്ടോ? നോ. ഇൻകം എന്നുള്ളത് മെഡിസിനുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. കാരണം ഇൻകം ഇൻക്രീസ് ചെയ്താലും ഡിക്രീസ് ചെയ്താലും നമുക്ക് ആ മെഡിസിൻ കൺസ്യൂം ചെയ്തേ പറ്റൂ. ഇൻകം ഇൻക്രീസ് ഓർ ഡിക്രീസ്, ഡിമാൻഡ് ഓൾവേസ് കോൺസ്റ്റന്റ്. നിങ്ങളെ ഇൻകം കൂടിയാലും കുറഞ്ഞാലും, ഇപ്പോൾ നെസസറി ഗുഡ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഇൻകം ഇൻക്രീസ് ചെയ്താലും ഡിക്രീസ് ചെയ്താലും ഡിമാൻഡ് കോൺസ്റ്റന്റ് ആണ്. ഡിമാൻഡ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഡിമാൻഡ് കോൺസ്റ്റന്റ് ആണ്. അപ്പോ നെസസറി ഗുഡ്, ഇൻകം ഇൻക്രീസ് ഓർ ഡിക്രീസ്, ഡിമാൻഡ് ഓൾവേസ് കോൺസ്റ്റന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോർമൽ ഗുഡ്. അപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് നെസസറി ഗുഡിന്റെ കേസിൽ ഇൻകം ഇൻക്രീസ് ഓർ ഡിക്രീസ്, ഡിമാൻഡ് ഓൾവേസ് കോൺസ്റ്റന്റ്. നെക്സ്റ്റ് വൺ നോർമൽ ഗുഡ്. നോർമൽ ഗുഡിന്റെ കേസിൽ നോർമൽ ഗുഡ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഒരു ബൈക്ക് വാങ്ങുന്നു. സൈക്കിളിൽ യൂസ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം, ഇൻകം ഇല്ലാത്ത ടൈം, ഒരു ഇൻഫീരിയർ കാറ്റഗറിയിൽ കൊണ്ടുവരാം. സൈക്കിൾ യൂസ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം, ഇൻകം ഇല്ലാത്തൊരു ടൈം, പെട്ടെന്ന് ഇൻകം വന്നപ്പോൾ നമ്മൾ സാധാരണ ഒരു ബൈക്ക് വാങ്ങുന്നു. അത് നോർമൽ ഗുഡാണ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യുന്നു. കാരണം ബുള്ളറ്റ് വാങ്ങുന്നു, അത് ലക്ഷറി ഗുഡാണ്. പിന്നെ ഒരു മൂവി ഉണ്ട്, എനിക്ക് ആ ബൈക്കിന്റെ പേരറിയില്ല, ജോമോന്റെ സുവിശേഷത്തിലൊക്കെ ദുൽഖർ യൂസ് ചെയ്യുന്നൊരു ബൈക്ക് ഉണ്ട്. ആ ബൈക്കിന്റെ പേര് എനിക്കറിയില്ല, അറിയുന്നൊരു കമന്റ് ചെയ്തോളൂ. അപ്പോൾ അതൊക്കെ ഏത് കാറ്റഗറിയാണ്? പ്രസ്റ്റീജ് കാറ്റഗറിയാണ്. അത് ഏത് കാറ്റഗറിയാണ്? പ്രസ്റ്റീജ് കാറ്റഗറിയാണ്. അപ്പൊ നോർമൽ ഗുഡ് ഉണ്ട്, ലക്ഷറി ഗുഡ് ഉണ്ട്, പിന്നെ ഏതാണ്? പ്രസ്റ്റീജ് ഗുഡ് ഉണ്ട്. സാധാരണ നമ്മൾ സിൽവർ ഓർണമെന്റ്സ്, ഹാർലില്ലേ? യെസ്, കമന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ യെസ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ കേസിൽ ഒരു ആൾട്ടോ കാർ വാങ്ങുന്നു, ദസ് നോർമൽ ഗുഡ്. ഒരു 20 lakh റേഞ്ചിലേക്ക് എത്തുമ്പോൾ അത് ലക്ഷറി ഗുഡ് ആവും. ഒരു 1 CR 2 CR എത്തുമ്പോൾ അത് പ്രസ്റ്റീജ് ഗുഡ് ആവും. പ്രസ്റ്റീജ് സ്റ്റാറ്റസിന് വേണ്ടി മാത്രമാണ്. ലക്ഷറി എന്ന് പറയുമ്പോൾ നമ്മളും റിച്ച് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഡക്റ്റ് ആണ്. നോർമൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യത്തിന് തന്നെയാണ്, നെസസറി അല്ല, എന്നാലും ഒരു അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗുഡാണ് നോർമൽ ഗുഡ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നോർമൽ ഗുഡ് ലൈഫിൽ വാങ്ങുന്നുണ്ടെങ്കിലും ലക്ഷറി ഗുഡ് വാങ്ങുന്നുണ്ടെങ്കിലും പ്രസ്റ്റീജ് വാങ്ങുന്നുണ്ടെങ്കിലും ഇൻകം ഇൻക്രീസ് ചെയ്തേ പറ്റൂ. മനസ്സിലാക്കി വെക്കുക, ഇൻകം, ഡിമാൻഡ്, നോർമൽ ഗുഡ്, ലക്ഷറി ഗുഡ്, പ്രസ്റ്റീജ് ഗുഡ്, പോസിറ്റീവ്. ഓക്കെ, അപ്പൊ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ നോർമൽ ഗുഡിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ലക്ഷറി ഗുഡിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രസ്റ്റീജിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. എന്ന് വെച്ചാൽ മൂന്നും പോസിറ്റീവ് റിലേഷൻ ആണ്. പക്ഷെ ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യും. ഇൻകം ഇല്ല, പ്രസ്റ്റീജ് ഇല്ല. ഇൻകം ഇല്ല, ലക്ഷറി ഇല്ല. ഇൻകം ഇല്ല, നോർമൽ ഇല്ല. ഇൻകം ഡിമാൻഡ് പോസിറ്റീവ് ആണെങ്കിൽ അത് നോർമൽ ഗുഡാണ്, ലക്ഷറി ഗുഡാണ്, പ്രസ്റ്റീജ് ഗുഡാണ്. മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഞാൻ ഇൻകം ഡിമാൻഡുമായിട്ട് കണക്ട് ചെയ്തത് 5 ഗുഡ്സ് ആണ്. ഏതൊക്കെയാണ്? ഇൻഫീരിയർ, നെസസറി, നോർമൽ, ലക്ഷറി, പ്രസ്റ്റീജ്. ഓക്കെ, ആദ്യം ഡിസ്കസ് ചെയ്തു ഇൻഫീരിയർ, നെഗറ്റീവ്, ലക്ഷറി, കോൺസ്റ്റന്റ്, നോർമൽ, ലക്ഷറി, പ്രസ്റ്റീജ്, പോസിറ്റീവ്. ഓക്കെ ആണല്ലോ? റെഡിയാണോ? ആ കോൺസെപ്റ്റ് റെഡിയാണോ? ഇൻകം, ഡിമാൻഡ്, ഈ 5 കാറ്റഗറിയുമായിട്ട് ഓക്കെ ആണോ എന്ന് ചോദിച്ചത്. റെഡി അല്ലേ? നെക്സ്റ്റ് വൺ, പ്രൈസ് ആൻഡ് ഡിമാൻഡ്. കമന്റ് ഒരു 2-10 മിനിറ്റ് ഡിലേ ഉണ്ടായതുകൊണ്ടാണ് കമന്റ് വരാത്തത്. യെസ്, ഓക്കെ, വെയിറ്റ്, ഇങ്ങനെ അവിടെ ഇരിക്കരുത് കേട്ടോ, ജസ്റ്റ് പെട്ടെന്ന് കമന്റ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളതാണ്. പെട്ടെന്ന്. പ്രൈസ് ഡിമാൻഡ്. നോർമൽ ഗുഡിന്റെ കേസിൽ ശ്രദ്ധിക്കുക, നോർമൽ ഗുഡിന്റെ കേസിൽ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. ഇപ്പൊ നോർമൽ ഗുഡ് ബൈക്ക്, ഒരു സാധാരണ പാഷൻ പ്രോ, ഒരു ആൾട്ടോ കാർ, പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ ഡിമാൻഡ് കുറയും. ലക്ഷറി ഗുഡ്, ഗോൾഡ് ലക്ഷറിയാണ്. ഗോൾഡിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും.
അപ്പൊ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബുള്ളറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. ലക്ഷറി ഗുഡാണ്. അപ്പൊ നോർമൽ ഗുഡിന്റെ കേസ് ആയാലും ലക്ഷറി ഗുഡിന്റെ കേസ് ആയാലും പ്രൈസ് ഡിമാൻഡ് നെഗറ്റീവ് ആണ്. നോർമൽ ഗുഡും ലക്ഷറി ഗുഡും പ്രൈസ് ആൻഡ് ഡിമാൻഡ് എന്താണ്? നെഗറ്റീവ് ആണ്. അതേപോലെ ലക്ഷറി ഗുഡിന്റെ കേസിലും എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ ലക്ഷറി ഗുഡ് ആയാലും നോർമൽ ഗുഡ് ആയാലും പ്രൈസ് ഡിമാൻഡ് എന്താണ്? നെഗറ്റീവ് ആണ്. പ്രൈസ് ഡിമാൻഡ് എന്താണ്? നെഗറ്റീവ് ആണ്. ഇനി പ്രസ്റ്റീജ് ഗുഡ്, നോർമൽ ലക്ഷറി നെഗറ്റീവ്. ദ നെക്സ്റ്റ് വൺ പ്രസ്റ്റീജ് ഗുഡ്. പ്രസ്റ്റീജ് ഗുഡ് സ്റ്റാറ്റസിന് വേണ്ടി വാങ്ങുന്ന പ്രോഡക്റ്റ് ആണ്. അതിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതാണ് അത്രയും കസ്റ്റമേഴ്സ്. കാരണം പ്രസ്റ്റീജ് ഞാൻ യൂസ് ചെയ്യുമ്പോൾ എന്റെ തൊട്ടടുത്ത ആളുകൾ യൂസ് ചെയ്യാൻ പാടില്ല. എന്റെ തൊട്ടടുത്ത ആൾ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കൂടുതൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് പ്രസ്റ്റീജ് കസ്റ്റമേഴ്സ് ആണ്. പ്രസ്റ്റീജ് എന്ന് പറയുമ്പോൾ സ്റ്റാറ്റസ് പ്രൂവ് ചെയ്യുക. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആണ്. റിലേഷൻഷിപ്പ് എന്താണ്? പോസിറ്റീവ്. പ്രസ്റ്റീജ് ഗുഡ് ഈസ് ആൾസോ നോൺ ആസ് സ്നോബ്, വെബ്ലൻ, കോൺസ്പിക്യൂസ്. ഏതൊക്കെയാണ്? സ്നോബ്, വെബ്ലൻ, കോൺസ്പിക്യൂസ്. ഞാൻ നോട്ട് സെൻഡ് ചെയ്യുമ്പോൾ അതിലുണ്ടാവും സ്നോബ്, വെബ്ലൻ, കോൺസ്പിക്യൂസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ നെസസറി ഗുഡ്. നെസസറിയുടെ പ്രൈസ് നോക്കിയാണോ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്? അല്ല. പ്രൈസ് ഇൻക്രീസ് ചെയ്താലും പ്രൈസ് ഡിക്രീസ് ചെയ്താലും ഡിമാൻഡ് കോൺസ്റ്റന്റ് ആണ്. പ്രൈസ് ഇൻക്രീസ് then price decrease, demand always constant. Necessary good. Price increase, price decrease, demand always constant. Necessary good. Income increase, decrease, demand always constant. Necessary. The next one, giffen good. What is giffen good? Giffen good എന്താന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. giffen good. giffen good എന്ന് പറയുമ്പോൾ സൈക്കിളിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു സൈക്കിൾ ഇൻകം ഇല്ലാത്ത ടൈമിൽ യൂസ് ചെയ്യുന്നു. എന്നാൽ സൈക്കിൾ തന്നെ റേറ്റ് കൂടും തോറും എബോ 20,000 റേഞ്ചിലേക്ക് വരുന്ന സൈക്കിളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇൻഫീരിയർ ആണെങ്കിലും അതിന്റെ പ്രൈസ് എബോ റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന് ഡിമാൻഡ് ഉണ്ട്. പ്രൈസ് വല്ലാണ്ട് കുറയുമ്പോഴാണ് അതിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യുക? കുറയുക. പ്രൈസ് ഡിമാൻഡ് ഇൻഫീരിയറിന്റെ കേസിൽ പോസിറ്റീവ് ആണ്. ഇൻഫീരിയറിന്റെ കേസിൽ പോസിറ്റീവ് ആണ്. കാരണം നോർമലി നമ്മൾ ഇൻകം ഇല്ലാത്ത സമയം സൈക്കിൾ ഉപയോഗിക്കും. പക്ഷെ ഇതേ സൈക്കിൾ തന്നെ അത് ഗിയറൊക്കെ വന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ റേറ്റ് കൂടുന്നു, അതിന് കസ്റ്റമേഴ്സിന് എണ്ണം കൂടുന്നു. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കൂടും, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കുറയും. പ്രൈസ് ഡിമാൻഡ് ഇൻഫീരിയറിന്റെ കേസിൽ പോസിറ്റീവ് ആണ്. ഓർത്തിരിക്കുക, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. പ്രൈസ് ആൻഡ് ഡിമാൻഡ് ഇൻഫീരിയർ പോസിറ്റീവ്, പ്രൈസ് ആൻഡ് ഡിമാൻഡ് നെസസറി കോൺസ്റ്റന്റ്, നോർമൽ ലക്ഷറി പ്രൈസ് ആൻഡ് ഡിമാൻഡ് നെഗറ്റീവ്, ദെൻ പ്രസ്റ്റീജ് പോസിറ്റീവ്. പെട്ടെന്ന് സബ്ജക്റ്റിലേക്ക് വരുന്നു. നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള ടൈമാണ്. പെട്ടെന്ന് കമന്റ് ചെയ്യുക, പെട്ടെന്ന് കമന്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നുണ്ടോ? ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നില്ലേ? ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ മാറിയിരിക്കാം ക്വസ്റ്റ്യൻസും കാണാൻ പറ്റുന്നില്ലെങ്കിൽ. ഓക്കെ, യെസ്, ഇതാ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കമന്റ് ചെയ്തോളൂ കേട്ടോ. പെട്ടെന്ന് കമന്റ് ചെയ്യുക. റെഫേഴ്സ് ഡാഷ് റെഫേഴ്സ് ടു ഡാഷ് റെഫേഴ്സ് ടു ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് സർവീസ് those consumers are willing able to purchase by given market at various prices at a given period of time. Answer option yes. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ബി. സെക്കൻഡ് വൺ പർച്ചേസിംഗ് പവർ റെഫേഴ്സ് ടു. കമന്റ് ചെയ്യുക. പർച്ചേസിംഗ് പവർ റെഫേഴ്സ് ടു availability of money with consumers purchase a commodity, availability of money with the producer to produce commodity, availability of goods in the market. ഏതാ വരുന്നത്? Yes, consumers purchase of a commodity. Option A. Good. Next one purchasing power refers to desire to buy the product, necessity to buy the product, ability to buy the product. ഏതാ വരുന്നത്? purchasing power. Option C. Good. Option C. Purchasing power, ability to buy the product. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏതാ വരുന്നത്? നെക്സ്റ്റ് 4. Purchasing power of money fall. Fourth question കമന്റ് ചെയ്യുക. Purchasing power of money fall when price level increase, price level decrease. കമന്റ് ചെയ്യുക. Price level increase, price level decrease. Correct answer. Yes. പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ പർച്ചേസിംഗ് പവർ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഡിമാൻഡ് അറൈസ് ഇൻ റെസ്പെക്ട് ഓഫ് അഗ്രികൾച്ചറൽ കമോഡിറ്റി, ഇൻഡസ്ട്രിയൽ ഗുഡ്സ്, ബോത്ത് എ ആൻഡ് ബി. ഡിമാൻഡ് അറൈസസ് ഇൻ റെസ്പെക്ട് ഓഫ് അഗ്രികൾച്ചറൽ, ഇൻഡസ്ട്രിയൽ, ബോത്ത് എ ആൻഡ് ബി. കറക്റ്റ് കമന്റ് ചെയ്യേണ്ടത് ഏതാണ്? യെസ്, സി. കറക്റ്റ് ആണ്, സി. നെക്സ്റ്റ് ഡിമാൻഡ് ഫോർ ഫൈനൽ കൺസംഷൻ.
demand for final consumption arise household, government, both A and B. Demand for final consumption. Yes, correct answer option C. Good. Next one. Individual demand is also called. നമുക്ക് പറയാൻ പോണ ടോപ്പിക് ആണ്, പറഞ്ഞിട്ടില്ല. Individual demand is also called. എന്നാലും നിങ്ങൾ കമന്റ് ചെയ്യുന്നു ഏതാണ്? C. Household demand. Good. Next. Which of the following influence most price level? Very short run period. Demand supply. ഏതാണ്? Which of the following influence most price level? 80% ഒരു പ്രോഡക്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ആക്ച്വലി ഏതുമായിട്ടാണ്? യെസ്, കറക്റ്റ് ആൻസർ എ. കറക്റ്റ് ആണ്, ഓപ്ഷൻ എ. നെക്സ്റ്റ്. Which of the following is not determinant of demand? ഇതിൽ ഡിമാൻഡിന്റെ ഡിറ്റർമിനന്റ് അല്ലാത്തത് ഏതാണ്? നമ്മളിപ്പോ ഓൾറെഡി 14 പോയിന്റ്സ് പറഞ്ഞു, അതിലൊന്നും ഇല്ലാത്ത ഒന്നും ഇതിലുണ്ട്. അതാരാ? പ്രൈസ് ഉണ്ട്, റിലേറ്റഡ് കമ്മോഡിറ്റി ഉണ്ട്, കൺസ്യൂമേഴ്സ് ഇൻകം ഉണ്ട്. യെസ്, കറക്റ്റ് കമന്റ് ഏതാണ്? ഓപ്ഷൻ ഡി. ഗുഡ്. All of the following are determinants of demand except determinants അല്ലാത്ത ഒന്നും ഇതിലുണ്ട്. അതേതാണ്? പ്രൈസ്, ക്വാണ്ടിറ്റി, സപ്ലൈ. നെക്സ്റ്റ് വൺ ഇൻകം. നെക്സ്റ്റ് വൺ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. യെസ്, കറക്റ്റ് കമന്റ് ഏതാണ്? ഓപ്ഷൻ ബി. ഏതാണ്? ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. Which of the following is determinant of individual demand? Cost of production, taste and preference, economic policy of government. ഏതാ വരുന്നത്? Which of the following determinant of individual demand? ഏതാ വരാ? Taste and preference of consumer. Good. Taste and preference of consumer. Next one. When consumers want product by seeing another person use that product, it is called disturbance effect, comparison effect, demonstration effect. Yes. Comment okay ആണ്? Answer demonstration effect. Demonstration effect. Okay. Demonstration effect generally found in respect of necessary, luxury, both A and B. Necessary good, luxury good, both A and B. Correct answer comment ചെയ്യുക ഏതാണ്? ഓപ്ഷൻ ഏതാ വരുന്നത്? യെസ്, ഡെമോൺസ്ട്രേഷൻ എഫക്ട് കൂടുതലായിട്ട് കാണാൻ റിച്ച് ഗുഡ്സിലായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഏതാണ്? ലക്ഷറി ഗുഡ്സ്. ലക്ഷറി ഗുഡ്സ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഡെമോൺസ്ട്രേഷൻ എഫക്ട് ഈസ് ഹൈ? ഇതിൽ ഡെമോൺസ്ട്രേഷൻ എഫക്ട് ഹൈ ആയിട്ട് വരുന്ന ഗുഡ് ഏതാ? വാട്ടർ, റൈസ്, ടി വി, സോൾട്ട്. കറക്റ്റ് ആൻസർ യെസ്. ഏതാ? ടി വി. ഗുഡ്. നെക്സ്റ്റ്. Dash are goods which are consumed together simultaneously, inferior, normal, complementary, substitute. ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഗുഡ്. Consumed together. ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഗുഡ്സ് ഏതാണ്? യെസ്, കമന്റ് ഓപ്ഷൻ സി. ഗുഡ്. ഓപ്ഷൻ സി. ഗുഡ്. നെക്സ്റ്റ്. Demand for two-wheeler likely decrease with increase in petrol price. Two-wheeler and petrol. Two-wheeler and petrol. ഏത് ഗുഡാണ്? Two-wheeler, petrol. ഏത് ഗുഡാ? Two-wheeler, petrol. ഏത് ഗുഡാണ്? Two-wheeler, petrol. യെസ്. ഞാൻ ചുമ്മാ നിങ്ങളെ കമന്റ് നോക്കിയതാണ്. യെസ്. ഏത്? ഡി. കോംപ്ലിമെന്ററി ഗുഡ്. If X and Y complementary good, XY complementary good ആണെങ്കിൽ, XY complementary good ആണെങ്കിൽ, price of X and demand of Y എന്തായിരിക്കും? Price of X and demand of Y. Complementary goodന്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏതാണ്? യെസ്, inversely related. Inversely related. Inversely related. Dash are goods which are consumed price of one another. Dash are goods consumed price of one another. Price of one another. Yes. Answer. Correct answer. ഒന്നിന് പകരം യൂസ് ചെയ്യുന്ന ഗുഡ്. കറക്റ്റ് കമന്റ് ഓക്കെ. ഡി. ഓപ്ഷൻ ഡി. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. കറക്റ്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് പെയർ ഗുഡ്സ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്? ഇതിൽ ഏതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? ഈ പറയുന്നതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ എക്സാമ്പിൾ ഏതാണ്? Tea and sugar, tea and coffee, pen and ink. ഏതാ വരുന്നത്? Tea and coffee. Good. If X and Y are substitute good, price of X and demand of Y are directly inversely. ഏതായിരിക്കും? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് ഡയറക്റ്റ് ആണോ ഇൻവേഴ്സ് ആണോ? യെസ്, ആൻസർ ഓപ്ഷൻ എ. ഗുഡ്. ഓപ്ഷൻ എ. കറക്റ്റ്. നെക്സ്റ്റ്. If the price of product A increase relative to the price of substitute B and C. ഏതാണ്? B and C. The demand for B will increase, C will increase. B and C increase, B and C decrease. ഏതാ വരുന്നത്? Correct answer. If price of product A increase relative price of substitute. A എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ ഡിമാൻഡ് എന്താവും? യെസ്, ഓപ്ഷൻ. If the price, yes, positive relation, option C. Correct ആണ്. Okay. ഇനി if the price of Pepsi decrease relative to the price of 7up and demand for,
പെപ്സിയുടെ പ്രൈസ് ഡിക്രീസ് ചെയ്താൽ കൊക്കക്കോളയുടെയും സെവനപ്പിന്റെയും ഡിമാൻഡ് എന്ത് സംഭവിക്കും? കമന്റ്. യെസ്, ഓപ്ഷൻ ഡി കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി. ഇത്രയേ ഉള്ളൂ. പെപ്സിയുടെ പ്രൈസ് കുറയാണെങ്കിൽ സെവനപ്പ് കൊക്കക്കോളയുടെ ഡിമാൻഡ് എന്ത് സംഭവിക്കുന്നു ചോദിച്ചത്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഡിക്രീസ്. നെക്സ്റ്റ് ഇഫ് ഡിമാൻഡ് ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ മണി ഇൻകം ഓഫ് കൺസ്യൂമർ. നിങ്ങൾ ഡിമാൻഡ് ഡിക്രീസ്, ഇൻകം കൂടുമ്പോൾ ഡിക്രീസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഏതാ? നോർമൽ, ഇൻഫീരിയർ, ലക്ഷറി, ഓൾ ഓഫ് ദ എബോ. ഏതാണോ? ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ, സോറി, ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ചില പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. യെസ്, ഓപ്ഷൻ ബി. കമന്റ് കംപ്ലീറ്റ് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, ഗിഫൺ ഗുഡ്സ് ആർ ഡാഷ് ഗുഡ്സ്. നോർമൽ, ഇൻഫീരിയർ, ലക്ഷറി, ഓൾ ഓഫ് ദീസ്. Correct answer, inferior good. Next, income level increase, demand good increase by more than proportional extent, such will be inferior, necessary, luxury, both A and B. Correct answer. Income increase ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കൂടുതലായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന കൊണ്ട് തീർച്ചയായിട്ടും ഏത് ഗുഡാ? ലക്ഷറി ഗുഡ് തന്നെയാണ്. ഓപ്ഷൻ ഏതാ വരുന്നത്? സി. കറക്റ്റ് ആൻസർ, യെസ്, സി. If the consumers expect increased price of the product in the future, current demand will be higher, lower, nil. And question എങ്ങനെയാണ് വരുന്നത്? If the consumers expect increased price of product in the future, ഫ്യൂച്ചറിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഫ്യൂച്ചറിൽ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു തോന്നിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ സംഭവിക്കുക? യെസ്, കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? എ, ഹൈ. പോസിറ്റീവ് റിലേഷൻ ആണ്. നെക്സ്റ്റ്, in case of dash goods, demand increase, decrease income of consumer. Dash goods, demand increase, decrease income of consumer. ഏത് ഗുഡ് ആണത്? യെസ്, ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ആണ്. നെക്സ്റ്റ്, when demand of commodity falls with fall in price, it is called പെട്ടെന്ന് ഏതാ വരുന്നത്? ഓപ്ഷൻ എ. ഡിമാൻഡ് ഓഫ് കമോഡിറ്റി fall with fall in price. ഈ ഓപ്ഷൻ എ അല്ല. കാരണം നോർമൽ ഗുഡിന്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് എന്താണോ? നെഗറ്റീവ് ആണ്. അങ്ങനെ ആയിരിക്കും ഏതായിരിക്കും വരാ? ഇപ്പൊ ഡിമാൻഡ് ഓഫ് കമോഡിറ്റി fall in price, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കുറയുന്ന പ്രോഡക്റ്റ് ഓപ്ഷൻ എ അല്ല എന്ന് ഉറപ്പിക്കാം. പിന്നെ ഏതാണ്? ഗിഫൺ. യെസ്, ഗിഫൺ ഗുഡിന്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതായിരിക്കും? ഡിമാൻഡ് ഓഫ് കമോഡിറ്റി fall with fall in price. യെസ്, ഏതാണ്? ഓപ്ഷൻ ബി. ഓക്കെ, ഒരു സെഷനാണ് ഇപ്പൊ നമ്മൾ അവിടെ കംപ്ലീറ്റ് ആക്കിയത്. ഒന്ന് വെയിറ്റ് ചെയ്യുക. സെക്കൻഡ് സെഷനാണ്. നിങ്ങൾ അക്കൗണ്ട്സ് ആരെടുത്തത്? അക്കൗണ്ട്സ്, നിങ്ങൾ അക്കൗണ്ട്സിന്റെ ഫാക്കൽറ്റി ആരായിരുന്നു? KGF എന്ന് കേട്ടു, ശരിയാണോ? അമൽ സാർ നമ്മൾ സ്റ്റുഡൻ്റ് ആണ്, 2017. ഓക്കെ, ഇനി ഇവിടെ കമന്റ് ചെയ്യുന്ന ആളുകളാണ് അടുത്തവിടുത്തെ അക്കൗണ്ട്സ് എടുക്കാൻ വേണ്ടി വരാം, അല്ലെങ്കിൽ ലോ എടുക്കാൻ വേണ്ടി വരാം, അല്ലെങ്കിൽ മാത്സ് എടുക്കാൻ വേണ്ടി വരാം. ഓക്കെ, എക്കണോമിക്സ് അല്ല, ബാക്കി സബ്ജക്റ്റ്. ഓക്കെ, നമുക്ക് ചെറിയൊരു ബ്രേക്ക്, ഒരു 10 മിനിറ്റ്, അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ.
ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണ് ഇന്ന് ഈ ഹാളിൽ ഇരിക്കുന്നത്. പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞവർക്കൊരു രഹസ്യം കേൾക്കണോ? 21 വയസ്സാവുമ്പോഴേക്കും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാം. പ്ലസ് ടുവിൽ സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഇനി അഥവാ മാത്സിൽ ഇത്തിരി വീക്കായാലും കുഴപ്പമില്ല. ഹൈലി പെയ്ഡ്. ജോയിൻ ACCA Chartered Accountancy course only at Indian Institute of Commerce, Lakshya. പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞവർക്കൊരു രഹസ്യം കേൾക്കണോ? 21 വയസ്സാവുമ്പോഴേക്കും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാം. പ്ലസ് ടുവിൽ സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഇനി അഥവാ മാത്സിൽ ഇത്തിരി വീക്കായാലും കുഴപ്പമില്ല. ഹൈലി പെയ്ഡ്. ജോയിൻ ACCA Chartered Accountancy course only at Indian Institute of Commerce, Lakshya.
ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണ് ഇന്ന് ഈ ഹാളിൽ ഇരിക്കുന്നത്. പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞവർക്കൊരു രഹസ്യം കേൾക്കണോ? 21 വയസ്സാവുമ്പോഴേക്കും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാം. പ്ലസ് ടുവിൽ സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഇനി അഥവാ മാത്സിൽ ഇത്തിരി വീക്കായാലും കുഴപ്പമില്ല. ഹൈലി പെയ്ഡ്. ജോയിൻ ACCA Chartered Accountancy course only at Indian Institute of Commerce, Lakshya.
Okay. Yes, next. Law of demand. Next section ആണ് law of demand. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെയിൻ ഫാക്ടർ പ്രൈസ് ആണ്. അപ്പോൾ പ്രൈസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഏകദേശം 14-15 ഫാക്ടേഴ്സ് ഉണ്ട്. പ്രൈസ് അടക്കം 14-15 ഫാക്ടേഴ്സ് ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു 15 ഫാക്ടേഴ്സിൽ ഹയസ്റ്റ് എന്ന് പറയുന്നത് പ്രൈസ് തന്നെയാണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഒരു എക്സാമ്പിൾ ഇവിടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യണം. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യാണ്? ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. ഡിമാൻഡ് ഡിക്രീസ് ചെയ്യാണ്. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാണ്. പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് നെഗറ്റീവ് ആണ്. പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് എന്താണ്? നെഗറ്റീവ് ആണ്. ഈ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ് ലോ ഓഫ് ഡിമാൻഡ്. ഈ ഒരു കോൺസെപ്റ്റ് എക്കണോമിക്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആൽഫ്രഡ് മാർഷൽ എന്നുള്ള എക്കണോമിക്സ്റ്റ് ആണ്. ആൽഫ്രഡ് മാർഷൽ ഏകദേശം റിലേറ്റഡ് ആയിട്ട് ഒരു 14 കോൺസെപ്റ്റ് ആൽഫ്രഡ് മാർഷൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നിങ്ങളെ സിലബസിലേക്ക് വരുന്നു. ആൽഫ്രഡ് മാർഷലിന്റെ ഫസ്റ്റ് നമ്മുടെ സിലബസിൽ ഇപ്പോൾ ഫസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ലോ ഓഫ് ഡിമാൻഡ് എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ലോ ഓഫ് ഡിമാൻഡ് എന്നുള്ള കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കുക. ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 14 ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ പ്രൈസ് ചേഞ്ച് ചെയ്യാം. ബാക്കി 13 ഫാക്ടേഴ്സ് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. ആ 13 ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ ഒരു ടേം വെച്ചാൽ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 14 ഫാക്ടേഴ്സിൽ പ്രൈസ് ചേഞ്ച് ചെയ്യാം. ബാക്കി 13 ഫാക്ടേഴ്സ് അവിടെ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ ഒരു ടേം, ആ ടെക്നിക്കൽ ടേം നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താണ്. സെറ്ററസ് പാരിബസ് എന്നാണ് പറയുക. ആ ടേം ഏതാണ്? ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഏതാണ്? സെറ്ററസ് പാരിബസ്. സെറ്ററസ് പാരിബസ്. All other things being equal എന്നാണ് പറയുക. സെറ്ററസ് പാരിബസ്, all other things being equal. ഡിമാൻഡിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏകദേശം 14-15 ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ പ്രൈസ് ചേഞ്ച് ചെയ്യാം, പക്ഷെ ബാക്കി ഫാക്ടേഴ്സ് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. അതിന്റെ ആ ഒരു ടേം ഏതാണ്? സെറ്ററസ് പാരിബസ്, all other things being equal. അത് നമ്മൾ ഡെഫിനിഷനിലേക്ക് കൊണ്ടുവരാണ്. നിങ്ങൾ സി എ ഫൗണ്ടേഷന്റെ സിലബസിൽ അക്കോർഡിംഗ് ടു ലോ ഓഫ് ഡിമാൻഡ് ഡിസ്കസ് ചെയ്യുന്നു. അതർ തിങ്സ് ബീങ് ഈക്വൽ. അതർ തിങ്സ് ബീങ് ഈക്വൽ എന്ന് വെച്ചാൽ ഡിമാൻഡിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ പ്രൈസ് ഒക്കെ ചേഞ്ച് ചെയ്യാം, പക്ഷെ ബാക്കി ഫാക്ടേഴ്സ് അവിടെ കോൺസ്റ്റന്റ് ആണ്. അതർ തിങ്സ് ബീങ് ഈക്വൽ. ഇഫ് ദ പ്രൈസ് ഓഫ് കമോഡിറ്റി ഫോൾ, പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നു. ദെൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസ്, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. ജസ്റ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. റിലേഷൻഷിപ്പ് നെഗറ്റീവ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആൽഫ്രഡ് മാർഷലിന്റെ കോൺസെപ്റ്റ്. ജസ്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ആൽഫ്രഡ് മാർഷൽ പറയുന്നത് കൂടുതൽ പർച്ചേസ് ചെയ്യുന്നു പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ, അല്ലാണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ. ഈ ഒരു കോൺസെപ്റ്റ് ആണ് ആൽഫ്രഡ് മാർഷലിന്റെ കോൺസെപ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി മാർഷൽ പറഞ്ഞ ഫസ്റ്റ് ബേസിക് ഇത്രയേ ഉള്ളൂ. ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെയിൻ ഫാക്ടർ പ്രൈസ് ആണ്. ആ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ കണക്ട് ചെയ്യുന്ന നെക്സ്റ്റ് പോയിന്റ്. അപ്പോൾ നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ലോ ഓഫ് ഡിമാൻഡിൽ ഫസ്റ്റ് പോയിന്റ് ഈ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത എക്കണോമിക്സ്റ്റ് ആരാണ്? കമന്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തു ലോ ഓഫ് ഡിമാൻഡിൽ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് എന്താണ്? പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് ആണ്. പ്രൈസ് ഡിമാൻഡ് ആൻഡ് പ്രൈസ് എന്നല്ല, പ്രൈസ് ആൻഡ് ഡിമാൻഡ് എന്ന് പഠിക്കുന്നത്. പ്രൈസ് ആൻഡ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് എന്താണ്? പിന്നെ അതേപോലെ തന്നെയാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്തു ഇതിന്റെ ഫീച്ചേഴ്സിലേക്ക് എത്താം. അതർ തിങ്സ് ബീങ് ഈക്വൽ, ആ ടേം ഏതാണ്? സെറ്ററസ് പാരിബസ് എന്നുള്ള ടേം. ഇതിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ലോ ഓഫ് ഡിമാൻഡിന്റെ ഫീച്ചേഴ്സിലേക്ക് വരാം. ഫസ്റ്റ് ഫീച്ചർ ലോ ഓഫ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് എന്താണെന്ന് വെച്ചാൽ ലോ ഓഫ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് ഏതാണ്? നെഗറ്റീവ് റിലേഷൻ ആണ്. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് ഏത് റിലേഷൻഷിപ്പ് ആണ്? യെസ്, ഞാനത് ആരാണ് ചാറ്റ് ലിസ്റ്റിൽ നോക്കും അമൽ സാറാണ്. ഓക്കെ, അപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് സബ്ജക്റ്റിലേക്ക് വരുന്നു. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് എന്താണ്? ഇൻവേഴ്സ് ആണ്. അതാണ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ഓക്കെ, നെക്സ്റ്റ്
നമുക്ക് ഡിസ്കസ് ചെയ്യുന്നു. ഒരു കാര്യം അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പറയേണ്ട ഒരു പോയിന്റ് ഉണ്ട്, ഒന്ന് അതിന്റെ കണ്ടിന്യൂ ചെയ്യണം. ആ പോയിന്റ് ഇതാണ്. ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് ഇവിടെ ഫസ്റ്റ് പറയേണ്ട പോയിന്റ് ആണ്. ഇങ്ങനെയാണ് ആ പോയിന്റ് വരുന്നത്. ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ഡിമാൻഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് 15 ഫാക്ടേഴ്സ് ആണ്. അതിലെ ഫസ്റ്റ് ഫാക്ടർ പ്രൈസ്. ഫസ്റ്റ് ഫാക്ടർ ഏതാണ്? പ്രൈസ്. ഫസ്റ്റ് ഫാക്ടർ പ്രൈസ് ആണ്. ഓക്കെ. സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുമ്പോൾ ടെക്നോളജി, പിന്നെ അതേപോലെ ഗവൺമെന്റ് പോളിസി. ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ ഫാക്ടേഴ്സും അതേപോലെ ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറയുന്ന പേരാണ് ഡിമാൻഡ് ഫംഗ്ഷൻ. ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് ഡിറ്റർമിനൻസ് ഇൻകം, ടെക്നോളജി, അഡ്വർടൈസ്മെന്റ്, ഗവൺമെന്റ് പോളിസി, ടാക്സ്, സബ്സിഡി എക്സെട്ര. പ്രൈസ് ആൻഡ് ഡിമാൻഡ് ഇൻവേഴ്സ് റിലേഷൻ ആണ്, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ ഇൻകം ഡിമാൻഡ് പോസിറ്റീവ് ആണ്, ടാക്സ് ഡിമാൻഡ് നെഗറ്റീവ് ആണ്, സബ്സിഡി ഡിമാൻഡ് പോസിറ്റീവ് ആണ്, ഓൾറെഡി ഡിസ്കസ് ചെയ്ത കേസാണ്. ആ റിലേഷൻഷിപ്പ് മെൻഷൻ ചെയ്യുന്ന ഫംഗ്ഷനെ പറയുന്ന പേരാണ് ഡിമാൻഡ് ഫംഗ്ഷൻ. ഫങ്ഷണൽ റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് ഡിറ്റർമിനൻസ്. ഡിമാൻഡും ഡിറ്റർമിനൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിമാൻഡ് ഫംഗ്ഷനാണ്. ഇനി നമ്മൾ സബ്ജക്റ്റിലേക്ക് വീണ്ടും തിരിച്ചു വരാണ്. ഡിമാൻഡും ഡിറ്റർമിനൻസും. അപ്പൊ ഡിറ്റർമിനൻസിൽ ഫസ്റ്റ് ഡിറ്റർമിനന്റ് പ്രൈസ് ആണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഫോളോ ചെയ്യുന്നു. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഫോളോ ചെയ്യുന്നു. ടെക്നോളജി ചേഞ്ച് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഫോളോ ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ്. എക്സാം ക്വസ്റ്റ്യൻ ആണ്, MCQ ക്വസ്റ്റ്യൻ. ഡിറ്റർമിനൻസ്, ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഡിറ്റർമിനൻസ് ഇൻഡിപെൻഡന്റ് ആണ്. അവിടെ വരുന്ന ചേഞ്ച് ആണ് ഓപ്പോസിറ്റ് ആക്ഷൻസ് ഉണ്ടാക്കുന്നത്. ഡിമാൻഡ് ചേഞ്ച് ചെയ്യാനുള്ള റീസൺ ഡിറ്റർമിനൻസ് ആണ്. ഡിറ്റർമിനൻസ് ഇൻഡിപെൻഡന്റും ഡിമാൻഡ് ഡിപ്പെൻഡഡും ആണ്. ഡിമാൻഡ് ഡിപ്പെൻഡഡ്, ഡിറ്റർമിനൻസ് ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, റെഡി അല്ലേ? പോയിന്റ് ഓക്കെ ആണോ? ഡിമാൻഡ് ഡിപ്പെൻഡഡ്, ഡിറ്റർമിനൻസ് ഇൻഡിപെൻഡന്റ്, അത് ഓക്കെ ആണോ എന്ന് ചോദിച്ചത്. റെഡിയാണോ? യെസ്. ഇനി അപ്പൊ ആ പോയിന്റ് പറയുമ്പോൾ തന്നെ നമുക്ക് അതുമായി കണക്ട് ചെയ്തൊരു പോയിന്റ് അവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യാം, ശ്രദ്ധിക്കുക. ലോ ഓഫ് ഡിമാൻഡിന്റെ ഫീച്ചേഴ്സ് ആണ്. ലോ ഓഫ് ഡിമാൻഡിന്റെ ഫീച്ചേഴ്സ്. ആ ഫീച്ചേഴ്സിലേക്ക് എത്തുമ്പോൾ ഫസ്റ്റ് ഫീച്ചർ ലോ ഓഫ് ഡിമാൻഡ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. യെസ്, കാരണം ലോ ഓഫ് ഡിമാൻഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരൊറ്റ ഫാക്ടറാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, പ്രൈസ്. പ്രൈസ് ഡിമാൻഡ് ഇൻവേഴ്സ്. ഫസ്റ്റ് പോയിന്റ് ഇൻവേഴ്സ്. സെക്കൻഡ് ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് ഇങ്ങനെയാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഇൻഡിപെൻഡന്റ്, പ്രൈസ് ഡിറ്റർമിനന്റ് ആണ്, തീർച്ചയായിട്ടും ഇൻഡിപെൻഡന്റ് ആണ്. പ്രൈസ് ചേഞ്ച് ചെയ്താലാണ് ഡിമാൻഡ് ഫോളോ ചെയ്യുക. അതുകൊണ്ട് ഡിമാൻഡ് എന്താണ്? ഡിപ്പെൻഡന്റ് ആണ്. ഡിമാൻഡ് ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, അതർ തിങ്സ് ബീങ് ഈക്വൽ. അതർ തിങ്സ് ബീങ് ഈക്വൽ. അതർ തിങ്സ് ബീങ് ഈക്വൽ. ആ ടേം നമ്മൾ എന്താണ് യൂസ് ചെയ്തത്? അതർ തിങ്സ് ബീങ് ഈക്വൽ. ഞാൻ ഏത് ടേമിലാണ് മെൻഷൻ ചെയ്തത്? ഓർക്കുന്നുണ്ടോ? അതർ തിങ്സ് ബീങ് ഈക്വൽ. ഓർക്കുന്നുണ്ടോ എന്താണ്? യെസ്, ഏതാണ്? സെറ്ററസ് പാരിബസ്. അതർ തിങ്സ് ബീങ് ഈക്വൽ. യെസ്, കമന്റ് വന്നിട്ടുണ്ട്. കറക്റ്റ്. യെസ്, ഗുഡ്. അതർ തിങ്സ് ബീങ് ഈക്വൽ, സെറ്ററസ് പാരിബസ്. ലോ ഓഫ് ഡിമാൻഡിന്റെ ഫീച്ചേഴ്സ് ആണ്. ആ ഫീച്ചേഴ്സിൽ സെക്കൻഡ് പോയിന്റ് അത് വേറെ ഫാക്ടർ ഒന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ല, ഓൺലി പ്രൈസ്. നെക്സ്റ്റ് ക്വാളിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ക്വാളിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ലോ ഓഫ് ഡിമാൻഡ് ഡിസ്കസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ലോ ഓഫ് ഡിമാൻഡ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവിടെ പ്രൈസ് ഡിമാൻഡ്, പ്രൈസ് ഉണ്ട്, ഡിമാൻഡ് ഉണ്ട്. ലോ ഓഫ് ഡിമാൻഡിൽ പ്രൈസ് ഉണ്ട്, ഡിമാൻഡ് ഉണ്ട്. പ്രൈസ് 20, ഡിമാൻഡ് 60. പ്രൈസ് 25. ഫസ്റ്റ് പ്രൈസ് 20, ദെൻ ഡിമാൻഡ് 60 ആണ്. ഒരു പ്രോഡക്റ്റിന് 20 റുപ്പിക്ക് വിൽക്കുമ്പോൾ 60 കിലോക്കുള്ള കസ്റ്റമേഴ്സിന് കിട്ടുന്നു. ദെൻ പ്രൈസ് ഇൻക്രീസ് 25. ഡിമാൻഡ് എന്താ സംഭവിക്കുക? ഇൻക്രീസ് ചെയ്യാണോ ചെയ്യുക, ഡിക്രീസ് ചെയ്യാണോ ചെയ്യുക?
പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഓൾറെഡി തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? യെസ്, ഡിക്രീസ്. എന്താ പറയാ? ഡിക്രീസ്. ഡിക്രീസിനെ പറയാൻ പറ്റുള്ളൂ. ഡിക്രീസിനെ പറയാൻ പറ്റുള്ളൂ. ഒരു നമ്പറിലൂടെ മെൻഷൻ ചെയ്യുന്നില്ല. നമ്പറിൽ മെൻഷൻ ചെയ്യുന്നില്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിനെ പറയുന്ന പേര് ക്വാളിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്? ക്വാളിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് ലോ ഓഫ് ഡിമാൻഡ്. ഓക്കെ, അതോടെ കംപ്ലീറ്റ് ആവും. പിന്നെ കൺസേൺ, ഒരു സാധാരണ ഒരു പെർട്ടിക്കുലർ ടൈമിലാണ് ലോ ഓഫ് ഡിമാൻഡ് ഡിസ്കസ് ചെയ്യുക. ഇത്ര ടൈമിൽ ഇത്ര പ്രൈസ് കൂടിയപ്പോൾ ഡിമാൻഡ് കുറയുന്നു. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ടൈം ബേസ് ചെയ്തിട്ട് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഫീച്ചേഴ്സ് ഫസ്റ്റ് റിലേഷൻ ഇൻവേഴ്സ് ആണ്. സെക്കൻഡ് പ്രൈസ് ഡിമാൻഡ്, പ്രൈസ് ഇൻഡിപെൻഡന്റ്, ഡിമാൻഡ് ഡിപെൻഡന്റ്. നെക്സ്റ്റ് വൺ അതർ തിങ്സ് ബീങ് ഈക്വൽ, സെറ്ററസ് പാരബിൾസ്. The next one qualitative statement. The next one particular period base ചെയ്തിട്ടാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ത് ചെയ്യുക? ഡിസ്കസ് ചെയ്യുക. പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. യെസ്, നെക്സ്റ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. അടുത്ത ഏരിയ ആണ് ഡിമാൻഡ് ഷെഡ്യൂൾ. ഡിമാൻഡ് ഷെഡ്യൂൾ. ഡിമാൻഡ് ഷെഡ്യൂൾ വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഡിമാൻഡ് ഷെഡ്യൂൾ. എന്താണ് ഡിമാൻഡ് ഷെഡ്യൂൾ? ശ്രദ്ധിക്കുക. ഡിമാൻഡ് ഷെഡ്യൂൾ എന്താന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ദെൻ ഡിമാൻഡ്, അത് മെൻഷൻ ചെയ്യുന്ന ലിസ്റ്റിനെ പറയുന്ന പേരാണ് ഡിമാൻഡ് ഷെഡ്യൂൾ. അവിടെ വരുന്ന MCQ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ഒറ്റ പ്രോഡക്റ്റിന്റെ പ്രൈസ് മാത്രമേ ഡിസ്കസ് ചെയ്യേണ്ടുള്ളൂ. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇവിടെ മെൻഷൻ ചെയ്യുന്നു. 10 റുപ്പി ആയിരിക്കുമ്പോൾ ഡിമാൻഡ് 70. ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് 10 റുപ്പി, ഡിമാൻഡ് 70. പ്രൈസ് 20, then demand decrease 60. Price increase 30, demand decrease 50. Price increase 40, demand decrease 40. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു, ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഷെഡ്യൂൾ, അതല്ല പ്രൈസ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഷെഡ്യൂൾ. ആ ഷെഡ്യൂളിനെയാണ് നമ്മൾ എന്ത് പറയാ? ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയാം. അല്ല, സോറി, ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയാം. എന്താ പറയാ? ഡിമാൻഡ് ഷെഡ്യൂൾ. ഇറ്റ്സ് എ ലിസ്റ്റ് ഓഫ് പ്രൈസ് ആൻഡ് ഡിമാൻഡ്. ഓക്കെ, ഇപ്പൊ എഴുതിയ ഈ 10, 20, 30, 40, 70, 60, 50, പിന്നെ ഏതാണ് 40. അപ്പൊ അത് നമുക്ക് ജസ്റ്റ് ഒന്നൊരു ഗ്രാഫിലേക്ക് കൊണ്ടുവരാം. ഗ്രാഫ് ഇങ്ങനെയാണ് വരാം. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഗ്രാഫ് y ആക്സിസ് അതേപോലെ x ആക്സിസ്. y ആക്സിൽ പ്രൈസ് കൊടുത്താൽ മതി. y ആക്സിൽ പ്രൈസ് കൊടുത്താൽ മതി. y ആക്സിസ് എന്നായിരിക്കില്ല എക്സാം ഉണ്ടാവുക, വെർട്ടിക്കൽ. മറ്റേത് ഏതാണ്? ഒറിസോണ്ടൽ. x ആക്സിസ് ഒറിസോണ്ടൽ ആണ്. ഒറിസോണ്ടലിൽ കൊടുക്കേണ്ടത് ഡിമാൻഡ് ആണ്. ഒറിസോണ്ടലിൽ കൊടുക്കേണ്ടത് ഡിമാൻഡ് ഓർ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇവിടെ നമ്മൾ എക്സാമ്പിൾ കൊടുത്തത് 10, 20, 30, 40. 10, 20, 30, 40. The next one demand 70, 50. അപ്പോ നമുക്ക് വേണ്ടത് ഏതാണ്? 40, 50, 60, 70. നെക്സ്റ്റ് കണക്ട് ചെയ്താൽ കിട്ടുന്ന ലൈൻ ഈ ഒരു ഷേപ്പിലായിരിക്കും ഡിമാൻഡ് കർവ് വരാം. ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് ഡൗൺവേർഡ് ആയിരിക്കും. കറക്റ്റ് പോയിന്റ് കൊടുത്തതിനാൽ കിട്ടുന്ന ഷേപ്പ് ഡൗൺവേർഡ് ആണ്. അപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത പോയിന്റ് ഡിമാൻഡ് ഷെഡ്യൂൾ, ലിസ്റ്റ് ഓഫ് പ്രൈസ് ആൻഡ് ഡിമാൻഡ്. അതാണ് ഡിമാൻഡ് ഷെഡ്യൂൾ. അത് ഗ്രാഫിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ഡിമാൻഡ് കർവ്. എന്താ പറയാ? ഡിമാൻഡ് കർവ്. ഓക്കെ, നെക്സ്റ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ 2 ടൈപ്പ് ആണ്. ഡിമാൻഡ് ഷെഡ്യൂൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ, മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. നിങ്ങളെ ഫാമിലി പ്രോഡക്റ്റിന്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അതാണ് ഇൻഡിവിജ്വൽ. എന്റെ ഫാമിലി ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അത് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ ആണ്. നമ്മൾ എല്ലാവരുടെയും ഫാമിലി മാർക്കറ്റിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ദാറ്റ് ഈസ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. അപ്പൊ ഒരു മാർക്കറ്റിലെ മൊത്തം കസ്റ്റമേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അത് മാർക്കറ്റ് ഡിമാൻഡ് ആണ്. ഏതെങ്കിലും ഒരു പേഴ്സണൽ ഇൻഡിവിജ്വൽ ആയിട്ട് പറയുമ്പോൾ എന്താണ്? ഇൻഡിവിജ്വൽ ആണ്. നിങ്ങൾ മാത്രമായിട്ട് പറയുമ്പോൾ അത് ഇൻഡിവിജ്വൽ ആണ്. നമ്മൾ എല്ലാവരും കൂടുമ്പോൾ അത് മാർക്കറ്റ് ഡിമാൻഡ് ആണ്. മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ, ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പറയുന്നത് ഒരു ഫാമിലി 10 റുപ്പി ആയിരിക്കുമ്പോൾ, ഒരു ഫാമിലി 10 റുപ്പി, ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് 10 ആയിരിക്കുമ്പോൾ 70 kg കൺസ്യൂം ചെയ്യുന്നു. ദെൻ 12 ആവുമ്പോൾ 57 കൺസ്യൂം ചെയ്യുന്നു. 15 ആവുമ്പോൾ 50 കിലോഗ്രാം കൺസ്യൂം ചെയ്യുന്നു. 17 ആവുമ്പോൾ അത് വീണ്ടും ഡിക്രീസ് ചെയ്യുന്നു. 21 ആവുമ്പോൾ അത് 10 ആയിട്ട് ഡിക്രീസ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ ഏത് ഫാമിലി ആണെങ്കിലും കൺസംഷൻ ഒന്ന് കുറക്കാൻ ശ്രമിക്കും. അത് ഇൻഡിവിജ്വലി നടക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ. ഈ ലിസ്റ്റ് നമ്മൾ ഗ്രാഫിൽ പ്രസന്റ് ചെയ്താൽ കിട്ടുന്ന ലൈൻ, ആ ലൈനെ പറയുന്ന പേരാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്. ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്, ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ ഈസ് ആൾസോ നോൺ ആസ് ഹൗസ്ഹോൾഡ് ഡിമാൻഡ്. ഹൗസ്ഹോൾഡ് ഡിമാൻഡ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. വാട്ട് ഈസ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ? നമ്മളെല്ലാവരുടെയും ഫാമിലി, അതാണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. എന്റെ ഫാമിലി ഇൻഡിവിജ്വൽ ആണെങ്കിൽ
നമ്മളെല്ലാവരുടെയും ഫാമിലി നമ്മൾ എന്താ പറയുക, മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. ഒരു പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യാൻ മാർക്കറ്റിൽ എങ്ങനെ കൺസ്യൂമേഴ്സ് റെസ്പോണ്ട് ചെയ്യുന്നു, ആ റെസ്പോൺസിനെയാണ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുക. മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളിൽ മെയിൻ ആയിട്ട് തരുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് 5 റുപ്പി ആയിരിക്കുമ്പോൾ കൺസ്യൂമേഴ്സ് ഏകദേശം ഒരു എക്സാം നമ്പർ ഇടാണ്, 6 കിലോഗ്രാമിനുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഫാമിലി ഒരുമിച്ച് ആഡ് ചെയ്യാണ്. നമുക്ക് ഈ ലിസ്റ്റിൽ ഒരു 3 ഫാമിലി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഫാമിലി എ, ഫാമിലി ബി, ഫാമിലി സി. ഫാമിലി എയും പ്രൈസും തമ്മിലുള്ള ബന്ധം ഇൻഡിവിജ്വൽ ആണ്. ഒരു ഫാമിലിയേ ഉള്ളൂ, അത് ഇൻഡിവിജ്വൽ ആണ്. പക്ഷെ എ, സെക്കൻഡ് ഫാമിലി ബി, തേർഡ് ഫാമിലി സി, എ പ്ലസ് ബി പ്ലസ് സി, അത് മാർക്കറ്റ് ആണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എല്ലാ ഫാമിലിയും ഒരേ റെസ്പോൺസ് ആയിരിക്കുമോ പ്രൈസിന്റെ കേസിൽ? ഇപ്പൊ എന്റെ ഫാമിലി, എന്റെ തൊട്ടടുത്തുള്ള ഫാമിലി, ഇവരൊക്കെ ഒരേ കിലോഗ്രാം ആണോ കൺസ്യൂം ചെയ്യുക? അല്ല, ഡിഫറെന്റ് കിലോഗ്രാം കൺസ്യൂം ചെയ്യുക. അപ്പൊ പ്രൈസ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എല്ലാവരും പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസ്പോൺസ് കുറയും എന്ന കാര്യം ഉറപ്പാണ്. റെസ്പോൺസ് കുറയുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡും എന്ത് ചെയ്യും? കുറയും. മാർക്കറ്റ് ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. ഇപ്പൊ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ ടോട്ടലി മാർക്കറ്റ് ഡിമാൻഡ് അവിടെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. അപ്പൊ മാർക്കറ്റ് ഡിമാൻഡ് കർവിന്റെ ഷേപ്പും എന്തായിരിക്കും? ഡൗൺവേർഡ് ആയിരിക്കും. സാധാരണ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എന്താണ്? ഡൗൺവേർഡ് ആണ്. അതുപോലെ മാർക്കറ്റ് ഡിമാൻഡ് കർവിന്റെ ഷേപ്പും എന്തായിരിക്കും? ഡൗൺവേർഡ് ആയിരിക്കും. മാർക്കറ്റ് ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എന്താണ്? ഡൗൺവേർഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ തന്നെ അതാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ വരുന്നത് ശ്രദ്ധിക്കുക. Why demand curve slope downward? Why demand curve slope downward? Question വരുന്നത് why demand curve slope downward? Question നോക്കാം. Why demand curve slope downward? Demand curve ഷേപ്പ് ഡൗൺവേർഡ് ആണ്. അറിയാലോ, ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് ഏതാണ്? ഡൗൺവേർഡ്. Why? അപ്പൊ അത് നമ്മളെ എക്കണോമിക്സിൽ, നമ്മുടെ സിലബസിൽ പറയുന്നത് 4 പോയിന്റ് ആണ്. ഡിമാൻഡ് ഡൗൺവേർഡ് ആവുള്ള റീസൺ. അപ്പൊ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് നമുക്കറിയാം ഏതാണ്? ഡൗൺവേർഡ് ആണ്. അതിനുള്ള റീസൺസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് റീസൺ ശ്രദ്ധിക്കുക. ഫസ്റ്റ് റീസൺ എന്താന്ന് വെച്ചാൽ ഇവിടെ തുടങ്ങാം. ഫസ്റ്റ് റീസൺ 4 പോയിന്റ്സ് ആണ് നമ്മുടെ സിലബസിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ഏതാണ്? പ്രൈസ് എഫക്ട്. വൈ ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ്? ഫസ്റ്റ് പോയിന്റ് പ്രൈസ് എഫക്ട്. സെക്കൻഡ് പോയിന്റ് അറൈവൽ ഓഫ് ന്യൂ കൺസ്യൂമേഴ്സ്. അറൈവൽ ഓഫ് ന്യൂ കൺസ്യൂമേഴ്സ്. തേർഡ് പോയിന്റ് ഡിഫറെന്റ് യൂസേഴ്സ്. ഫോർത്ത് പോയിന്റ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഇങ്ങനെ 4 പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ശ്രദ്ധിക്കുക, പ്രൈസ് എഫക്ട്. ഫസ്റ്റ് പോയിന്റ് പ്രൈസ് എഫക്ട്. സെക്കൻഡ് പോയിന്റ്, ഇപ്പോൾ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് ആവാനുള്ള റീസൺ ഫസ്റ്റ് പോയിന്റ് പ്രൈസ് എഫക്ട്. സെക്കൻഡ് പോയിന്റ് ഡിഫറെന്റ് യൂസ് ഓഫ് കമോഡിറ്റി. തേർഡ് പോയിന്റ് അറൈവൽ ഓഫ് ന്യൂ കൺസ്യൂമേഴ്സ്. ദ നെക്സ്റ്റ് വൺ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഇങ്ങനെ 4 പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് പ്രൈസ് എഫക്ട്. നമുക്കറിയാം പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് സംഭവിക്കുക? ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് ആവുള്ള റീസൺ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവിടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് ഡൗൺവേർഡ് ആണ്. ഇങ്ങനെ ഡൗൺവേർഡ് ആവുള്ള റീസൺ എന്താന്ന് വെച്ചാൽ നമുക്കറിയാം ഫസ്റ്റ് റീസൺ പ്രൈസ് എഫക്റ്റ് ആണ്. ഫസ്റ്റ് എഫക്റ്റ് ഏതാണ്? പ്രൈസ് എഫക്റ്റ് ആണ്. നിങ്ങൾ തന്നെ പറ, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുന്നു? താഴോട്ട് വരുന്നു, ഡിക്രീസ് ചെയ്യുന്നു. അത് തന്നെയാണ് ഫസ്റ്റ് റീസൺ. ഈ റീസൺ ആണ് പ്രൈസ് എഫക്റ്റ്. ഇത് പ്രൈസ്, ഇത് ഡിമാൻഡ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. പ്രൈസ് ഡിമാൻഡ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താന്ന് വെച്ചാൽ നെഗറ്റീവ് റിലേഷൻ ആണ്. ആ നെഗറ്റീവ് റിലേഷൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക. അടുത്ത പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് നെക്സ്റ്റ് പോയിന്റ് പ്രൈസ് എഫക്റ്റ്. ഈ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത എക്കണോമിക്സ് ഉണ്ട്. ആ എക്കണോമിക്സിന്റെ പേര് ഹിക്സ് ആൻഡ് അലൻ. രണ്ടുപേരാണ്, ഹിക്സ് ആൻഡ് അലൻ. 2 എക്കണോമിക്സുകൾ, ഹിക്സ്, അലൻ. ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കോൺസെപ്റ്റ് ആണ് പ്രൈസ് എഫക്റ്റ്. ഹിക്സ്, അലൻ എന്ന് പറയുന്ന 2 എക്കണോമിക്സിന്റെ കോൺട്രിബ്യൂഷൻ ആണ് ആക്ച്വലി ഇത് പ്രൈസ് എഫക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് പ്രൈസ് എഫക്റ്റ്? പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, നിങ്ങളെ കമന്റ് ഓക്കെയാണ്, ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൈസ് എഫക്റ്റ്. ഹിക്സും അലനും പറയുന്നത് 2 ടൈപ്പ് ആണ്. ഏതൊക്കെയാണ് 2 ടൈപ്പ്? ഫസ്റ്റ് വൺ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. ഫസ്റ്റ് വൺ ഏതാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. ഫസ്റ്റ് വൺ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്? ഇതാണ് ആ പോയിന്റ്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്
എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ? ഇപ്പൊ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിന് പ്രൈസ് മാർക്കറ്റിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഡിമാൻഡ് എന്താവും? നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ VI എന്ന് പറയുന്ന സിമ്മിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ പ്രൈസ് നിങ്ങൾ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. തീർച്ചയായിട്ടും അതിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഉറപ്പല്ലേ? എന്തുകൊണ്ട് ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു? VI എന്ന് പറയുന്ന സിമ്മിൽ നിങ്ങൾ പ്രൈസ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, തീർച്ചയായിട്ടും അതിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണം? പ്രൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് നോക്കുകയാണ്. തീർച്ചയായിട്ടും അതിന്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. വൈ? അതിന്റെ റീസൺ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. കാരണം VI എന്ന് പറയുന്ന സിം മാത്രമല്ല ഇവിടെ ഉള്ളത്, ജിയോ ഉണ്ട്, എയർടെൽ ഉണ്ട്, മറ്റ് സിം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നമ്മൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളെ പ്രോഡക്റ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് ഡൗൺവാർഡ് ആണ്. കോൺസെപ്റ്റ് ഓക്കെ ആണോ? ആ എഫക്റ്റിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് എന്ന് പറയാം. പെട്ടെന്ന് സബ്ജക്റ്റിലേക്ക് വരുന്നു. ഇവിടെ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. കൊക്കക്കോള പെപ്സി സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ കേസിൽ നിങ്ങളെ കമന്റ് ഓക്കെ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് എന്താണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? കമന്റ് വെയിറ്റ് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ കേസിൽ പൊതുവെ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? യെസ്, കമന്റ് ഏതാണ്? പോസിറ്റീവ് ആണ്. അതാണ് കറക്റ്റ്. കാരണം സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് എന്താണ്? പോസിറ്റീവ്. കറക്റ്റ് ആണ്, പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ കേസിൽ. അത് നമ്മൾ പഠിച്ചതാണ്. പ്രൈസ് ഡിമാൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ കേസിൽ പോസിറ്റീവ് ആണ്. കമന്റ് ഓക്കെ ആണ്. നെക്സ്റ്റ് അതിലേക്ക് തന്നെ വരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് കൊക്കക്കോളയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കൊക്കക്കോളയുടെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. ഉറപ്പായിട്ടും കൊക്കോള ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ സ്ട്രോങ് സബ്സ്റ്റിറ്റ്യൂട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ കൊക്കക്കോളയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ കോളയുടെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. തീർച്ചയായിട്ടും കോളയുടെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ സ്ട്രോങ് സബ്സ്റ്റിറ്റ്യൂട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് ഡൗൺവാർഡ് ആവും. കോളയുടെ ഡിമാൻഡ് ഡൗൺവാർഡ് ആവാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് റീസൺ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. പോയിന്റ് ഓക്കെ ആണെങ്കിൽ എസ് കമന്റ് ചെയ്യണം, അല്ലെങ്കിൽ നോ എന്ന് പറയണം. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഉള്ളത് കൊണ്ടാണ് ഡിമാൻഡ് ഡൗൺവാർഡ് ആവുന്നത്. ഒരൊറ്റ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് പോയിന്റിലേക്ക് തിരിച്ചു വരുന്നു. യെസ്, കമന്റ് ഓക്കെ. എന്നാ പിന്നെ നെക്സ്റ്റിലേക്ക് വരാം. അടുത്ത പോയിന്റ് ഇൻകം എഫക്റ്റ്. അടുത്ത പോയിന്റ് ഏതാണ്? ഇൻകം എഫക്റ്റ്. ഇൻകം എഫക്റ്റ് എന്താന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇൻകം എഫക്റ്റ് സബ്ജക്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഇൻകം എഫക്റ്റ്, നിങ്ങളെ സാലറി ആ ലെവൽ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് പോയാൽ മതി. നിങ്ങളെ സാലറി അവിടെ ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ വാങ്ങുന്ന പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങളെ പർച്ചേസിംഗ് പവർ ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? നിങ്ങൾ വാങ്ങുന്ന പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ നിങ്ങൾ വീട്ടിലേക്ക് ഒരുപാട് പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അങ്ങനെ കൺസ്യൂം ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങൾ പർച്ചേസിംഗ് പവർ ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? തീർച്ചയായിട്ടും യെസ് കമന്റ് വന്നിട്ടുണ്ട്. ഡിക്രീസ് ആണ്. ഏതാണ്? ഡിക്രീസ് ആണ്. കറക്റ്റ് ആണ്. കാരണം പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ പർച്ചേസിംഗ് പവർ കുറയാണ് ചെയ്യുന്നത്. ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു, പർച്ചേസിംഗ് പവർ ഡിക്രീസ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇൻകം എഫക്ട് കണക്ട് ചെയ്യുന്നത് പർച്ചേസിംഗ് പവറുമായിട്ടാണ്. ഇൻക്രീസ് ഡിമാൻഡ് ഓൺ അക്കൗണ്ട് ഓഫ് ഇൻക്രീസിംഗ് റിയൽ ഇൻകം. റിയൽ ഇൻകം എന്ന് പറയുന്നത് പർച്ചേസിംഗ് പവറുമായിട്ട് കണക്ട് ചെയ്യാണ്. ഒരു എക്സാമ്പിൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾ ഷോപ്പിങ്ങിന് പോവാണ്. നിങ്ങൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നിങ്ങൾ ഒരു 1000 റുപ്പിയുമായിട്ടാണ് പോയത്. 1000 റുപ്പി നിങ്ങളുടെ കയ്യിലുണ്ട്. 1000 റുപ്പിയുമായിട്ട് നിങ്ങൾ ഷോപ്പിങ്ങിന് പോവാണ്. ഷോപ്പിങ്ങിന് പോയി നിങ്ങൾ വിചാരിച്ച എമൗണ്ട് 900 റുപ്പി വരും എന്നാണ് വിചാരിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ വാങ്ങാൻ പോയ പ്രോഡക്റ്റിന് നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങൾ വിചാരിച്ച പ്രൈസേ അല്ല, പ്രൈസ് വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾ 1000 റുപ്പിക്ക് 10 ക്വാണ്ടിറ്റി കിട്ടും എന്ന് വെച്ചിട്ടാണ് നിങ്ങൾ പോയത്. 1000 റുപ്പിക്ക് 10 ക്വാണ്ടിറ്റി കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് മാർക്കറ്റിലേക്ക് പോയത്. പക്ഷെ അവിടെ പോയപ്പം 10 അല്ല 20 ക്വാണ്ടിറ്റി കിട്ടുന്നുണ്ട്. നിങ്ങൾ ഹാപ്പി ആണോ? യെസ്. എന്ന് വെച്ചാൽ നിങ്ങളെ കപ്പാസിറ്റി എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഇനി വേണ്ട 10 മതി എന്ന് വെച്ചാൽ കൂടുതൽ ഇൻകം നിങ്ങൾക്ക് സേവ് ചെയ്ത് വെച്ചൂടെ? അത്തരം എഫക്റ്റിനെയാണ് എന്ത് പറയാ? ഇൻകം എഫക്റ്റ് എന്ന് പറയാ. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ചേഞ്ച് ഇൻ കൺസംഷൻ ദാറ്റ് റിസൾട്ട് വെൻ പ്രൈസ് ഇൻക്രീസ്. ഇപ്പൊ ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ 1000 റുപ്പി ഉണ്ട്, 10 ക്വാണ്ടിറ്റി കിട്ടും എന്ന് വെച്ചാൽ 1000 റുപ്പി കയ്യിലുണ്ട്, 10 ക്വാണ്ടിറ്റി കിട്ടും. എക്സാമ്പിൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. 1000 റുപ്പി കയ്യിലുണ്ട്, 10 ക്വാണ്ടിറ്റി കിട്ടും.
1000 റുപ്പിയാണ് ക്വാണ്ടിറ്റി 10. അപ്പൊ ഞാൻ മാർക്കറ്റിൽ അത് വിചാരിച്ചിട്ടാണ് പോണത്. പക്ഷെ മാർക്കറ്റിൽ പോയപ്പോൾ 1000 റുപ്പിക്ക് എനിക്ക് കിട്ടിയത് വെറും 5 ക്വാണ്ടിറ്റി. കാരണം പ്രൈസ് ഇൻക്രീസ് ചെയ്തു. അപ്പൊ എന്റെ പർച്ചേസിങ് പവർ കുറയുന്നു. അത്തരം എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിയൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു നൃത്തമുണ്ട്, ഒന്നുമില്ലാത്തൊരു നൃത്തം. ആ നൃത്തം ഏതിന്റെ റിസൾട്ട് ആണ്? ഇൻകം എഫക്റ്റ് ആണ്. അതേപോലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, ഓപ്പോസിറ്റ് സംഭവിക്കുക. നമ്മൾ മാർക്കറ്റിൽ പോയപ്പം 1000 റുപ്പിയാണ് പോയത്, പക്ഷെ കിട്ടിയത് 20 ക്വാണ്ടിറ്റിയാണ്. 10 ക്വാണ്ടിറ്റിക്ക് വേണ്ടി പോയപ്പോൾ 20 ക്വാണ്ടിറ്റി കിട്ടുന്നു എന്ന് വെച്ചാൽ അവിടെ പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നു. അവിടെ നമുക്ക് കിട്ടുന്ന ഫീൽ ഏതാണ്? റിച്ച് ഫീൽ ആണ്. റിച്ച് ഫീൽ ഉണ്ടാവുന്നുണ്ട്. ആ ഫീൽ ആണ് ഏതിൽ വരുന്നത്? ഇൻകം എഫക്റ്റിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കുക, പോയിന്റ് ഇത്രയാണ്. When price of commodity falls, the consumer can buy same quantity of commodity lesser money. നമ്മൾ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് കുറയുമ്പോൾ ആ പ്രോഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് വാങ്ങാൻ പറ്റും. അതല്ലെങ്കിൽ കൂടുതൽ വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ കൂടുതൽ സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ആ എഫക്ട് ഏതിന്റെ ഭാഗമാണ്? ഇൻകം എഫക്റ്റിന്റെ ഭാഗമാണ്. ഏതിന്റെ ഭാഗമാണ്? ഇൻകം എഫക്റ്റിന്റെ ഭാഗമാണ്. നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒരു മാർക്കറ്റിലേക്ക് പോയി, നിങ്ങൾ വാങ്ങുന്ന പ്രോഡക്റ്റിന്റെ പ്രൈസ് കൂടി ഇൻക്രീസ് ചെയ്താൽ നിങ്ങൾക്ക് അത്രയും വാങ്ങാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ വാങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എന്താവും? ഡൗൺവാർഡ് ആവും. നമ്മൾ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പോയി, സാധനങ്ങളുടെ വില വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ ഈ പർച്ചേസിംഗ് പവർ കുറയും. അപ്പൊ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് ഡൗൺവാർഡ് ആവും. ഡിമാൻഡിന്റെ ഷേപ്പ് ഡൗൺവാർഡ് ആവാനുള്ള റീസൺ ആണ് ഇൻകം എഫക്റ്റ്. ഓക്കെ ആണോ? റെഡിയാണോ? ഇൻകം എഫക്റ്റ്. കാരണം പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ കൂടുതൽ പർച്ചേസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തുന്ന സിറ്റുവേഷൻ, അതെന്നാണ് ഇൻകം എഫക്റ്റ്. ഓക്കെ, ഡിമാൻഡ് കർവ് ഡൗൺവാർഡ്. നെക്സ്റ്റ് കേസ് ഡിസ്കസ് ചെയ്യുന്നത് കമന്റ് ഓക്കെയാണ്. നെക്സ്റ്റ് സിറ്റുവേഷനിലേക്ക് വരുന്നു. ശ്രദ്ധിക്കുക, അറൈവൽ ഓഫ് ന്യൂ കൺസ്യൂമേഴ്സ്. ഇപ്പോൾ നിങ്ങളുടെ സിലബസിൽ ഡയമണ്ട് ആണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഡയമണ്ടിന് ഒരു ലിമിറ്റഡ് കസ്റ്റമർ ഉണ്ട്. ഡയമണ്ടിന്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യാൻ വരുന്ന ആളുകളുടെ എണ്ണം കൂടോ കുറയോ? ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? ഡയമണ്ട് ഇപ്പോൾ ഒരു ലിമിറ്റഡ് കസ്റ്റമർ ഉണ്ട്. പക്ഷെ ആ ഡയമണ്ടിന്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പുതിയ കസ്റ്റമർ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യും. അപ്പൊ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എന്തായിട്ട് മാറും? ഡൗൺവാർഡ് ആയിട്ട് മാറും. ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എന്തായിട്ട് മാറും? ഡൗൺവാർഡ് ആയിട്ട് മാറും. ഈ ഒരു ഷേപ്പിലേക്ക് എത്തും. യെസ്, നിങ്ങളെ കമന്റ് ഡിക്രീസ്. കാരണം നമ്മൾ ഒരു ബുള്ളറ്റ് ഇപ്പോൾ ഒരു മിനിമം എമൗണ്ട് ഉണ്ട്, ഒരു 2 lakh റേഞ്ച് ഉണ്ടെന്ന് വിചാരിക്കുക. ആ റേഞ്ചിലുള്ള ബുള്ളറ്റ് പെട്ടെന്ന് ബുള്ളറ്റിന് ഭയങ്കര പ്രൈസ് ഡിക്രീസ് ചെയ്തു. അപ്പൊ ബുള്ളറ്റ് വാങ്ങാൻ ആഗ്രഹിക്കാത്ത ആളുകളും അത് വാങ്ങാൻ പോകും. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. ദെൻ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് ഡൗൺവാർഡ് ആവുന്നു. അതിന്റെ റീസൺ അറൈവൽ ഓഫ് ന്യൂ കൺസ്യൂമേഴ്സ്. അത്രയേ ഉള്ളൂ ആ പോയിന്റ്. ആ പോയിന്റ് ഓക്കെ ആണോ? അറൈവൽ ഓഫ് ന്യൂ കൺസ്യൂമേഴ്സ്. ആ പോയിന്റ് ഓക്കെ ആണെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യുക. കമന്റ് ഓക്കെ, യെസ്. നെക്സ്റ്റ്, ഇനി അടുത്ത പോയിന്റ്, ഡിഫറെന്റ് യൂസസ്. ഇലക്ട്രിസിറ്റി, പല കാര്യങ്ങൾക്ക് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാം. ഇലക്ട്രിസിറ്റി പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇലക്ട്രിസിറ്റി യൂണിറ്റിന് ചാർജ് കൂടി കഴിഞ്ഞാൽ, പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ നമ്മളെ കൺസംഷൻ ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? യൂണിറ്റിന് KSTB പ്രൈസ് ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മളെ കൺസംഷൻ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? ഡിക്രീസ്. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ ലൈറ്റ്, ഫാൻ, AC പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ദെൻ ഡിമാൻഡ് ഡിക്രീസ്. ഡിമാൻഡ് കർവ് ഷിഫ്റ്റ്, അതാണ് ഡിമാൻഡ് കർവ് ഡൗൺവാർഡ് ഷേപ്പിലേക്ക് എത്തുന്നു. ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എന്താവും? ഡൗൺവാർഡ്. ഇലക്ട്രിസിറ്റിയുടെ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എന്താവും? യെസ്, ഏതായിട്ട് മാറുന്നു? ഡൗൺവാർഡ്. ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് ഡൗൺവാർഡ്. ഓക്കെ, ആ പോയിന്റ് ഇപ്പോൾ റെഡിയാണോ? ഡിഫറെന്റ് യൂസ് ഓഫ് കമോഡിറ്റി, ഷേപ്പ് ഏതാണ്? ഡൗൺവാർഡ്. റെഡിയാണോ? യെസ്. നെക്സ്റ്റ്, ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അടുത്ത പോയിന്റ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. When we consume more and more, the utility derived from every subsequent. ഇതാണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഒരു പ്രോഡക്റ്റ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൺസ്യൂം ചെയ്യുക, ഡിമാൻഡ് ഡിക്രീസ്. ഒരു പ്രോഡക്റ്റ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ, ഒരു പ്രോഡക്റ്റ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക, ഡിമാൻഡ് ഡിക്രീസ്. ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറുന്നു. ഫുഡ് കഴിക്കുന്ന ഫസ്റ്റ് ടൈമിൽ കിട്ടുന്ന എനർജി പിന്നെ കിട്ടുമോ? ഇല്ല. പിന്നെ കുറയും.
അപ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യാണ്? ഷിഫ്റ്റ് ടു ലെഫ്റ്റ്. ഡിമാൻഡ് എന്ത് ചെയ്യാണ്? നേരെ താഴോട്ട് വരാണ്, ഡിക്രീസ് ചെയ്യാണ്, ഡൗൺവാർഡ് പൊസിഷനിലേക്ക് ഡിമാൻഡ് വരുന്നു. അങ്ങനെ ഡിമാൻഡ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് നമുക്ക് വരാം. ഏത് ഷേപ്പാന്ന് വെച്ചാൽ ഡൗൺവാർഡ് ഷേപ്പിലേക്ക് വരും. ഇപ്പൊ ഇത് ഡൗൺവാർഡ് ഷേപ്പാണ് പ്രൈസ് ഡിമാൻഡ്. അപ്പൊ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഒരു പ്രോഡക്റ്റ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഡൗൺവാർഡ് പൊസിഷനിലേക്ക് എത്തുന്നു. ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഡൗൺവാർഡ് പൊസിഷനിലേക്ക് എത്തുന്നു. ഓക്കെ, ആ ഷേപ്പിലേക്ക് ഇങ്ങനെ കുറയാണ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ടു ഡിമാൻഡ് കർവ് ഡൗൺവാർഡ് ആവുള്ള റീസൺ, ഫസ്റ്റ് റീസൺ ഏതാണ്? പ്രൈസ് എഫക്റ്റ്. ആരാണ് പ്രൈസ് എഫക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഓർക്കുന്നുണ്ടോ? ആരാണ് പ്രൈസ് എഫക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത രണ്ടുപേരുണ്ട്. ആരൊക്കെയാണ്? കമന്റ് വെയിറ്റ് ചെയ്യാണ്. പ്രൈസ് എഫക്റ്റ് ആരുടെ കോൺട്രിബ്യൂഷൻ ആണ് എക്കണോമിക്സിൽ? യെസ്, ഗുഡ്. ഇക്സ് ആൻഡ് അലൻ. കമന്റ് ഓക്കെ ആണ്? ലൈവ് ആണ്? ഓക്കെ ആണ്? നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കുള്ള കമന്റ് വരുന്നുണ്ട്, അത് പോസിറ്റീവ് ആണ്. ഇക്സ് ആൻഡ് അലൻ. ഓക്കെ, നെക്സ്റ്റ് കേസിൽ പ്രൈസ് എഫക്ട് ടു ടൈപ്പ്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇൻകം എഫക്ട്. സെക്കൻഡ് വൺ അറൈവൽ ഓഫ് ന്യൂ കൺസ്യൂമേഴ്സ്, ഡിഫറെന്റ് യൂസസ് ഓഫ് കമോഡിറ്റി. നെക്സ്റ്റ് വൺ diminishing marginal utility. ഓക്കെ, ഇനി അടുത്ത ഹെഡിങ് എക്സെപ്ഷൻ ടു ദ ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡുമായിട്ട് കണക്റ്റഡ് അല്ലാത്ത കേസ് ഏതൊക്കെയാണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ ആ പോയിന്റ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ശ്രദ്ധിക്കുക. ലോ ഓഫ് ഡിമാൻഡിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്തിരിക്കണം. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യണം. റിലേഷൻഷിപ്പ് നെഗറ്റീവ് ആണ്. റിലേഷൻഷിപ്പ് എന്താണ്? നെഗറ്റീവ് ആണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു, റിലേഷൻഷിപ്പ് നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോ സാധാരണ കേസിൽ ലോ ഓഫ് ഡിമാൻഡ് എന്താന്ന് വെച്ചാൽ നെഗറ്റീവ് റിലേഷൻ ആണ്. പക്ഷേ മാർഷൽ തന്നെ പറയുന്നുണ്ട്, നമ്മളെ ലൈഫിൽ 90% പ്രോഡക്റ്റിന്റെ കേസിൽ മാത്രമേ ലോ ഓഫ് ഡിമാൻഡ് ഉള്ളൂ. ബാക്കി 10% കേസിൽ ലോ ഓഫ് ഡിമാൻഡ് ഇല്ല. ആ 10% ഏതൊക്കെയാണ്? അതാണ് എക്സെപ്ഷൻ ടു ദ ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് എന്താന്ന് വെച്ചാൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും, ഉറപ്പായിട്ട് ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. എന്നാൽ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യാതെ പ്രൈസും ഡിമാൻഡും ഇൻവേഴ്സ് ആവാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷനെ പറയുന്ന പേരാണ് എക്സെപ്ഷൻ ടു ദ ലോ ഓഫ് ഡിമാൻഡ്. ലൈഫിൽ 80% അല്ലെങ്കിൽ 90% ലോ ഓഫ് ഡിമാൻഡ് തന്നെയാണ്. പ്രൈസ് കൂടിയ ഡിമാൻഡ് കുറയും, ഷുവർ. എന്നാൽ ഡിമാൻഡ് കുറയാത്ത ഐറ്റംസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? അത് നമുക്ക് സിലബസിൽ വരുന്നത് ഒരു 6-7 പോയിന്റ്സ് വരുന്നുണ്ട്, 9 പോയിന്റ്സ് വരുന്നുണ്ട്. ഒന്ന് നോക്കുക. ഫസ്റ്റ് വൺ, കോൺസ്പിക്യൂസ് ഗുഡ്സ്. നിങ്ങളാണ് കമന്റ് ചെയ്യേണ്ടത്. നിങ്ങളാണ് ഇപ്പോൾ കിടക്കുന്നത്. ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ആയിട്ട് വരും, നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് കമന്റ് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ്, കോൺസ്പിക്യൂസ് ഗുഡ് ഓർ പ്രസ്റ്റീജ് ഓർ വെബ്ലൻ ഓർ സ്നോബ്. ഓക്കെ, കോൺസ്പിക്യൂസ് ഗുഡ്സിന്റെ കേസിൽ അല്ലെങ്കിൽ പ്രസ്റ്റീജ് ഗുഡിന്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് നെഗറ്റീവ് ആണോ, പോസിറ്റീവ് ആണോ, കോൺസ്റ്റന്റ് ആണോ? കമന്റ് ചെയ്യുക. കമന്റ് വെയിറ്റ് ചെയ്യാണ്. കോൺസ്പിക്യൂസ് ഗുഡ്സിന്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ് പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ? യെസ്, കമന്റ് വന്നു, പോസിറ്റീവ് ആണോ? കറക്റ്റ് ആണ്, പോസിറ്റീവ് ആണോ? ഞാൻ ചോദിക്കുന്നത് ലോ ഓഫ് ഡിമാൻഡ് പോസിറ്റീവ് ആണോ? ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് റിലേഷൻ ആണോ? അല്ല, ലോ ഓഫ് ഡിമാൻഡ് നെഗറ്റീവ് ആണ്. അപ്പൊ ഈ കോൺസ്പിക്യൂസ് ഗുഡ്സ് ലോ ഓഫ് ഡിമാൻഡ് ആണോ? അല്ല. കോൺസ്പിക്യൂസ് ഗുഡ്സ് ഏതാണ്? ലോ ഓഫ് ഡിമാൻഡിന്റെ ഭാഗമല്ല. കോൺസ്പിക്യൂസ് ഗുഡ്സിന്റെ ഭാഗമല്ലാത്തൊരു പോയിന്റ് ആണ് ഇത്. ലോ ഓഫ് ഡിമാൻഡിന്റെ ഭാഗമല്ലാത്തൊരു കേസാണ് ഇത്, കോൺസ്പിക്യൂസ് ഗുഡ്സ്. അപ്പൊ കോൺസ്പിക്യൂസ് ഗുഡ്സ് ഒരിക്കലും ലോ ഓഫ് ഡിമാൻഡ് അല്ല. റെഡിയാണോ? ആ പോയിന്റ് ഓക്കെ ആണോ? ലോ ഓഫ് ഡിമാൻഡ് അല്ലാത്തത് മാത്രം പഠിച്ചാൽ മതി നമുക്ക്. അപ്പൊ ലോ ഓഫ് ഡിമാൻഡ് അല്ലാത്തത് ഫസ്റ്റ് വൺ ഏതാണ്? കോൺസ്പിക്യൂസ് ഗുഡ്സ്. ഏത് ഗുഡാണ്? കോൺസ്പിക്യൂസ് ഗുഡ്സ്. യെസ്, നെക്സ്റ്റ് പോയിന്റ്, ഗിഫൺ ഗുഡ്. ഗിഫൺ നിങ്ങൾ കമന്റ് ചെയ്യും. ഗിഫൺ ഗുഡിന്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് എന്തായിരുന്നു? നെഗറ്റീവ് ആണോ, പോസിറ്റീവ് ആണോ? ഗിഫൺ ഗുഡിന്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ്, യെസ്, ഗുഡ്, പോസിറ്റീവ് റിലേഷൻ. അത് ഉറപ്പായിട്ട് നമുക്ക് ഉറപ്പിക്കാം. എന്താണ്? പോസിറ്റീവ് ആണെങ്കിൽ അത് ലോ ഓഫ് ഡിമാൻഡ് അല്ല. ലോ ഓഫ് ഡിമാൻഡ് അല്ലാത്തതാണ് നമ്മൾ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ്, ഡിമാൻഡ് ഫോർ നെസസറി. പ്രൈസ് ഡിമാൻഡ് ഇൻവേഴ്സ് ആണോ, പോസിറ്റീവ് ആണോ? കമന്റ് ചെയ്യാം. ഇൻവേഴ്സ് ആണോ, പോസിറ്റീവ് ആണോ? പ്രൈസ് ഡിമാൻഡ്
എന്നാൽ ഇൻവേഴ്സും അല്ല പോസിറ്റീവ് അല്ല. കമന്റ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ കമന്റ് ഏതാണ്? ഇൻവേഴ്സും അല്ല പോസിറ്റീവ് അല്ല. കമന്റ് കംപ്ലീറ്റ് ഏതാണ്? കോൺസ്റ്റന്റ്. അതാണ് കറക്റ്റ്. പ്രൈസ് ഇൻക്രീസ് ഓർ ഡിക്രീസ്, ഡിമാൻഡ് ഓൾവേസ് കോൺസ്റ്റന്റ്. ഏതാണ്? ഡിമാൻഡ് ഫോർ കോൺസ്പിക്യൂസ് ഗുഡ്, നെസസറി ഗുഡ്, ഡിമാൻഡ് ഫോർ നെസസറി ഗുഡ്സ്, നെസസറി ഗുഡ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് 3 നമ്മൾ എക്സാമിന് മാറി മാറി വന്ന ഒരു ഫസ്റ്റ് 3 ഇതാണ്. കോൺസ്പിക്യൂസ് ഗുഡ്സ് ലോ ഓഫ് ഡിമാൻഡ് അല്ല. പിന്നെ അതുപോലെ ഗിഫൺ ഗുഡ് ലോ ഓഫ് ഡിമാൻഡ് അല്ല. നെസസറി ഗുഡ് ലോ ഓഫ് ഡിമാൻഡ് അല്ല. ഇതാണ് മെയിൻ. ബാക്കിയൊക്കെ ഇനി ജനറൽ ആണ്, ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോവാം. അതിൽ ബാക്കി വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെ നോക്കാം. കോൺസ്പിക്യൂസ് നെസസിറ്റി. നമ്മളെ ഫാമിലി കുക്കിംഗ് ഗ്യാസ് വീടിന്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, കുക്കിംഗ് ഗ്യാസ് ഇല്ലെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ നമ്മൾ കുക്കിംഗ് ഗ്യാസ് ഇല്ലാതെ മുന്നോട്ട് പോകുന്നില്ല. ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ട് അവിടെ. കുക്കിംഗ് ഗ്യാസ് ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കും നമ്മൾ. പക്ഷെ നമ്മുടെ ലൈഫിൽ ഒരു പ്രസ്റ്റീജ് ഭാഗമായിട്ട് കുക്കിംഗ് ഗ്യാസ് അവിടെ വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുക്കിംഗ് ഗ്യാസിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് നിങ്ങളുടെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നുണ്ടോ? യെസ് ഓർ നോ? കുക്കിംഗ് ഗ്യാസ് പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ച് അതിന്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ആ റിലേഷൻഷിപ്പ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? യെസ്, കമന്റ് ഓക്കെ ആണ്, പോസിറ്റീവ്. പോസിറ്റീവ് ആണെങ്കിൽ അത് ലോ ഓഫ് ഡിമാൻഡ് അല്ല. ലോ ഓഫ് ഡിമാൻഡ് ആകണമെങ്കിൽ ഇൻവേഴ്സ് ആയിരിക്കണം. ലോ ഓഫ് ഡിമാൻഡ് ആകണമെങ്കിൽ ഇൻവേഴ്സ് ആയിരിക്കണം. പോസിറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, കോൺസ്റ്റന്റ് ആണ്. കമന്റ് ഓക്കെ ആണ്, അത് നമ്മുടെ മിസ്റ്റേക്ക് വന്ന കമന്റ് ആണ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു, ഡിമാൻഡ് ഉണ്ട്, ഡിമാൻഡ് കോൺസ്റ്റന്റ് ആണ്. അതിലെ കമന്റ് കറക്റ്റ് കമന്റ് അതാണ്. ഡിമാൻഡ് കോൺസ്റ്റന്റ്, ഡിമാൻഡ് അവിടെ വാങ്ങുന്നുണ്ട്. നമുക്ക് വേണ്ട നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വാങ്ങുന്നുണ്ട്. യെസ്, കറക്റ്റ് ആണ്, നമ്മളത് വാങ്ങുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് ലോ ഓഫ് ഡിമാൻഡ് അല്ല. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കുക്കിംഗ് ഗ്യാസിന്റെ ഡിമാൻഡ് ഒരിക്കലും ഡിക്രീസ് ചെയ്യുന്നില്ല. അവിടെ ഡിക്രീസ് ചെയ്യാത്തതിന്റെ കാരണം നമ്മളെ ലൈഫിന്റെ ഒരു ഭാഗമായി കാണാൻ തുടങ്ങിപ്പോ. അങ്ങനെയാണെങ്കിൽ ആ പ്രോഡക്റ്റ് എന്തല്ല? ലോ ഓഫ് ഡിമാൻഡിന്റെ ഭാഗമല്ല. നെക്സ്റ്റ് വൺ, ഫിയർ ഓഫ് ഷോർട്ടേജ്. ഫിയർ ഓഫ് ഷോർട്ടേജ് എന്ന് പറയുമ്പോൾ പെട്രോളിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും എന്നില്ല. നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത് ഒരു ഹർത്താൽ ഡേയിൽ നമ്മളെ ബൈക്കിൽ എണ്ണ തീർന്നിട്ടുണ്ട്, ബൈക്കിൽ എണ്ണ ഇല്ല. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഹർത്താലിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, അത് വേറെ. പക്ഷെ എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യണമെങ്കിൽ ബൈക്കിൽ എണ്ണ വേണം. പെട്രോൾ പമ്പൊക്കെ എന്താണ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ ഫ്രണ്ട് പറയുന്നു അവിടെ ഏതോ ബ്ലാക്കിൽ ഒരു സാധനം കിട്ടാറുണ്ട്. അവരാണെങ്കിൽ നല്ല റേറ്റ് ഇടാം. നമ്മൾ ആ സമയത്ത് ആ റേറ്റ് നോക്കാറുണ്ട്? ഇല്ല. എത്ര റേറ്റ് കൊടുത്തിട്ട് ആ പ്രോഡക്റ്റ് വാങ്ങുന്നുണ്ട്? അങ്ങനെ വാങ്ങുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇനി അത് വേണ്ട. നമ്മളിപ്പോ ലാസ്റ്റ് ഫുട്ബോൾ വേൾഡ് കപ്പ് അർജന്റീന വ്യൂസ് ആരാണ്? ഫ്രാൻസ്. ആ മാച്ച് കാണാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയാ, എന്ത് റേറ്റ് കൊടുത്തിട്ടും ആ കളി കാണാൻ വേണ്ടിയിട്ട് ഖത്തറിലേക്ക് എത്തിയ ആളുകളുണ്ട്. ഒരിക്കലും പ്രൈസ് നോക്കിയിട്ടല്ല അവിടെ എത്തിയത്. പ്രൈസ് എത്ര ഇൻക്രീസ് ചെയ്താലും അത് കണ്ടിരിക്കും. കാരണം ടിക്കറ്റ് കിട്ടില്ല എന്ന് പേടിച്ചുകൊണ്ട് അത് വാങ്ങിയിട്ട് ആ കളി കാണാൻ പോയ ആൾക്കാരുണ്ട്. എന്ന് പറയുമ്പോൾ അതെന്താണ്? ആ സമയത്തൊന്നും നമ്മൾ എന്ത് നോക്കാറില്ല? ലോ ഓഫ് ഡിമാൻഡ് നോക്കാറില്ല. ഫിയർ ഓഫ് ഷോർട്ടേജ് ആണ്. അത് നമ്മൾ വാങ്ങിയിരിക്കും, കണ്ടിരിക്കും. ഓക്കെ, യെസ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതാണ്? ഫിയർ ഓഫ് ഷോർട്ടേജ്. സാധനം കിട്ടില്ല. ഇപ്പൊ നമ്മളൊരു മൂവി, ഇപ്പൊ നമ്മൾ നല്ലൊരു ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവി ഉണ്ട്. ഇതാണ് 2018 മൂവി കണ്ടിരുന്നോ? അല്ലെങ്കിൽ ഇപ്പൊ കാണാൻ പാടില്ല, ഇപ്പോൾ എക്സാം ആണല്ലോ ഞങ്ങളല്ലേ. പക്ഷെ 2018 നല്ല മൂവിയാണ്. പക്ഷെ അത് എന്താ പറയാ, ഈ സമയത്ത് ചില സമയത്ത് ഇപ്പോൾ ഓൺലൈൻ ടിക്കറ്റിംഗ് ആയതുകൊണ്ട് പ്രശ്നമില്ല. സ്റ്റാർട്ടിങ്ങിലൊക്കെ എന്താണെന്ന് വെച്ചാൽ മൂവിയെ ഡയറക്റ്റ് പോയിട്ട് ടിക്കറ്റ് എടുക്കലാണ്. അപ്പൊ നമ്മൾ കാണാൻ പോയി ടിക്കറ്റ് കിട്ടിയില്ല. അപ്പൊ ബ്ലാക്കിൽ വിൽക്കുന്ന ആളുകളുണ്ട് പുറത്ത്. ചില ആളുകൾ അവർ കൂടുതൽ പ്രൈസ് വാങ്ങും. കൂടുതൽ പ്രൈസ് വാങ്ങുമ്പോൾ നമ്മളത് കൊടുക്കാൻ തയ്യാറാവുന്നുണ്ട് ചില ആളുകൾ. അങ്ങനെ വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഏതിന്റെ ഭാഗമല്ല? ലോ ഓഫ് ഡിമാൻഡിന്റെ ഭാഗമല്ല. എന്ത് റേറ്റ് കൊടുത്തിട്ടും സിനിമ കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തിയേറ്ററിനകത്ത് കയറുന്നു. അപ്പൊ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അത് എന്തായിട്ട് വരുന്നു? നമ്മള് ഫിയർ ഓഫ് ഷോർട്ടേജ് ആണ്. ഫിയർ ഓഫ് ഷോർട്ടേജ് ആണ്. നെക്സ്റ്റ് വൺ, അടുത്ത പോയിന്റ് ഏതാണെന്ന് വെച്ചാൽ നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇഗ്നോറൻസ്. ഏതാണ്? കോൺസ്പിക്യൂസ് നെസസിറ്റി. അതിനെ ഫിയർ ഓഫ് ഷോർട്ടേജ്. ഇഗ്നോറൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് വ്യക്തത ഇല്ലാത്ത സമയത്ത് നമ്മൾ എന്ത് റേറ്റ് കൊടുത്തും ആ പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യും. ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ അറിയാത്ത സമയത്ത് നമ്മൾ പെടാറുണ്ട്. ചില സമയത്ത് നമ്മൾ ആ പ്രോഡക്റ്റിനെ അറിയാത്തതിന്റെ കാരണം കൊണ്ട് ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു? അതിന്റെ ആ പ്രോഡക്റ്റ് കൂടുതൽ കൺസ്യൂം ചെയ്യാൻ തയ്യാറാവും. അങ്ങനെ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അതും ലോ ഓഫ് ഡിമാൻഡിന്റെ ഭാഗമല്ല. നെക്സ്റ്റ് പോയിന്റ് വരുന്നത് കമോഡിറ്റീസ് വിച്ച് ആർ ഔട്ട് ഓഫ് ഫാഷൻ. ഔട്ട് ഓഫ് ഫാഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് ഔട്ടായിട്ടുണ്ട്. ഒരു പ്രോഡക്റ്റ് നമ്മൾ വിഷുവിന് എക്സാമ്പിൾ
ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ വിഷുവിന് നമ്മൾ വാങ്ങിയത് 1000 റുപ്പി കൊടുത്തിട്ടാണ് ഷർട്ട് വാങ്ങിയത്. ഇപ്പൊ ടോട്ടൽ പ്രൈസ് 1000, ഷർട്ടിന്റെ ഡിമാൻഡ് മൊത്തത്തിൽ ഉണ്ടായിരുന്നത് 1 lakh ഷർട്ട് സെയിലായി. ഇതേ ഷർട്ട് നെക്സ്റ്റ് സീസണില് നെക്സ്റ്റ് ഇയർ ഇതേ മോഡല് ഒരു 750 മാർക്കറ്റിൽ വെച്ചാലും കസ്റ്റമർ ഉണ്ടാവില്ല. കസ്റ്റമർ ഡിക്രീസ് ചെയ്യും. ഒരു ഏകദേശം 25,000 കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. കാരണം മാർക്കറ്റിന് ഔട്ടായ ഒരു ഫാഷൻ, അത് പ്രൈസ് എത്ര കുറഞ്ഞാലും ഡിമാൻഡ് കൂടില്ല, അതിനനുസരിച്ച് ഡിമാൻഡ് കുറയാണ് ചെയ്യുക. ഔട്ട് ഓഫ് ഫാഷന്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ കമന്റ് ചെയ്യുക. കാരണം പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യണം. പക്ഷെ ഔട്ട് ഓഫ് ഫാഷന്റെ കേസിൽ സംഭവിക്കില്ല. ഫാഷൻ ഔട്ട് ആയി കഴിഞ്ഞാൽ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഡിമാൻഡ് എന്ത് ചെയ്യും? യെസ്, കമന്റ് ഓക്കെ ആണ്. എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആണ്. റിലേഷൻഷിപ്പ് എന്താണ്? പോസിറ്റീവ് ആണ്. ഓക്കെ ആണ്. കമന്റ് ഓക്കെ ആണ്. നെക്സ്റ്റ് അടുത്തത് ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ. അടുത്ത പോയിന്റ് ഏതാണ്? ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഫ്യൂച്ചറിൽ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും എന്ന് തോന്നിയാൽ നമ്മൾ എന്ത് വില കൊടുത്തും ആ പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യും. ഫ്യൂച്ചറിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കറണ്ട് ഏത് പ്രൈസ് കൊടുത്തും ആ പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യും എന്ന് വെച്ചാൽ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? പോസിറ്റീവ് ആണ്. പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് ഫ്യൂച്ചറിന്റെ കേസിൽ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ഒരിക്കലും ലോ ഓഫ് ഡിമാൻഡ് അല്ല. പിന്നെ അതേപോലെ സ്പെക്കുലേറ്റീവ് ഗുഡ്, അവിടെ കണക്ട് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, ഷെയർ പ്രൈസുമായിട്ടാണ്. ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് കൂടുമ്പോൾ ആ കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യാൻ കൂടുതൽ ഇഷ്ടപ്പെടും. അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ പ്രൈസ് ആൻഡ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് എന്താണ്? പോസിറ്റീവ് ആണ്. എന്താണ്? പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തുള്ളൂ. ടേസ്റ്റും പ്രിഫറൻസ് അല്ലേ? അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഔട്ട് ഓഫ് ഫാഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആരാണത്? അജ്മൽ. നമ്മൾ ഔട്ട് ഓഫ് ഫാഷന്റെ കേസാണ് പറഞ്ഞത്. ഒരു പ്രോഡക്റ്റ് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ആ പ്രൈസ് കുറയുമ്പോൾ അതിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യാണ്? കുറയാണ്. പിന്നെ ഓൾറെഡി നിലവിൽ ഒരു പോർട്ടബിൾ ബ്രാൻഡ് നമ്മൾ ഈ കേസുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നോക്കുക. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് കമന്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലോ ഓഫ് ഡിമാൻഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കമന്റ് ചെയ്യുക. ലോ ഓഫ് ഡിമാൻഡ് കമന്റ് ചെയ്യുക. ലോ ഓഫ് ഡിമാൻഡ് assume other things remain constant, establish relation between option A income and demand, option B price and quantity demand, option C both A and B. കറക്റ്റ് ആൻസർ കമന്റ് ചെയ്യുക. ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാണ്? ഓപ്ഷൻ ബി, പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്, ഓപ്ഷൻ ബി. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലോ ഓഫ് ഡിമാൻഡ് റെഫേഴ്സ് ടു. ലോ ഓഫ് ഡിമാൻഡ് റെഫേഴ്സ് ടു പ്രൈസ് ആൻഡ് സപ്ലൈ, പ്രൈസ് ആൻഡ് ഇൻകം, പ്രൈസ് ആൻഡ് കോസ്റ്റ്, പ്രൈസ് ആൻഡ് ഡിമാൻഡ്. ഏതാണ്? പ്രൈസ് ആൻഡ് ഡിമാൻഡ്. ഏതാ വരുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, കറക്റ്റ് ആൻസർ ആണ്. നെക്സ്റ്റ്, ലോ ഓഫ് ഡിമാൻഡ് ഈസ് എ പോസിറ്റീവ്. അത് പറയാൻ വിട്ടതാണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ചാപ്റ്റർ 1 പറയാനുണ്ട്. വെയിറ്റ് ചെയ്യുക. ലോ ഓഫ് ഡിമാൻഡ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നോർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് വെച്ചാൽ ഈസി ആയിട്ട് പറയാം. നമ്മൾ ഓൾറെഡി നെക്സ്റ്റ് ചാപ്റ്റർ 1 എത്തുമ്പോൾ പറയാൻ പറ്റുള്ളൂ. കറക്റ്റ് ആൻസർ എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഓപ്ഷൻ എ ആണ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങളെ കമന്റ് ഓക്കെ ആണ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഇനി ദ ടേം ceteris paribus, ലോ ഓഫ് ഡിമാൻഡ്. ceteris paribus എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് ആണ് ചോദിക്കുന്നത്. all factors except one remaining constant. All factors being variable, both A and B. Correct answer. Yes, ഏതാണ്? First correct answer option A. Correct ആണ്, option A. All factors except one remaining constant. ആ term ഏതാണ്? ceteris paribus. Okay. ഇനി next one, question number 5. Which of these is variable factor law of demand? Law of demand le variable factor ഏതാണ്? Law of demand le changing factor income, consumption, cost, P price. Why income, C cost, then P price. Law of demand le variable ഏതാണ്? Variable ഏതാണ്? ഏതാ variable? Yes, price. Good. Next one. Why does law of demand operate? Why does law of demand operate? The law of demand operate എന്നതാണ് income substitution both A and B. Law of demand എന്ന് പറയുമ്പോൾ പ്രൈസ് ഡിമാൻഡ് ഇൻവേഴ്സ് ആയിരിക്കണം. ഇൻവേഴ്സ് ആവാനുള്ള റീസൺ ഫസ്റ്റ് ഇൻകം എഫക്ട്, സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്. ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി. കമന്റ് കംപ്ലീറ്റ് ഓപ്ഷൻ സി, അതാണ് കറക്റ്റ്. When we say that demand for a commodity depends upon income of consumer, we are referring income effect, substitution effect, demonstration effect. ഏതാണ് കറക്റ്റ് ആൻസർ? When we say that demand for commodity depends upon money income of consumer, we are referring to income effect, substitution effect, demonstration effect. Correct answer നിങ്ങളെ കമന്റ് ഓപ്ഷൻ എ ലാണ് വരുന്നത്. യെസ്, എ, ഓപ്ഷൻ എ. എ എന്ന് പറയുമ്പോൾ ഇൻകം എഫക്റ്റ് ആണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ.
We say that demand for depends upon money income of consumer. Purchasing power connect ചെയ്യുന്നുണ്ടെങ്കിൽ ആ എഫക്ട് തീർച്ചയായിട്ടും ഏത് എഫക്റ്റ് ആണ്? ഇൻകം എഫക്റ്റ് ആണ്. നെക്സ്റ്റ്, dash refers to affect change in price of product consumers. Purchasing power, substitution effect, consumer surplus, income effect. Correct comment ഏത് എഫക്റ്റ് ആണ്? ഫർഹാന നൗഷാന്റെ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓപ്ഷൻ ഏതാ വരുന്നത്? പിന്നെ ലക്ഷ്മി, സുഹ, പത്തു, സവജ്മൽ. യെസ് അർജുൻ. ഓക്കെ, യെസ്. ഏതാണ്? ഇൻകം എഫക്ട്. ഓപ്ഷൻ സി കറക്റ്റ് ആണ്. ഓപ്ഷൻ സി കറക്റ്റ്. എല്ലാ ആ കമന്റ് കംപ്ലീറ്റ് ഓപ്ഷൻ സി ആണ്. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് ടേക്ക് പ്ലേസ് ടു ചേഞ്ച് ഇൻകം ഓഫ് കൺസ്യൂമർ, പ്രൈസ് ഓഫ് കമോഡിറ്റി, റിലേറ്റീവ് പ്രൈസ് ഓഫ് കമോഡിറ്റി. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് എന്ന് പറയുമ്പോൾ ഏത് കേസാണ്? ഇൻകാണോ? സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിന് കാരണം ഇൻകം ആണോ, അതോ പ്രൈസ് ഓഫ് കമോഡിറ്റി ആണോ, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്? ഓപ്ഷൻ സി ആണോ? കറക്റ്റ് ഏതാ ആൻസർ വരുന്നത്? യെസ്, ഓപ്ഷൻ സി. ഏതാണ്? റിലേറ്റീവ് പ്രൈസ് ഓഫ് കമോഡിറ്റി. റിലേറ്റീവ് പ്രൈസ് ഓഫ് കമോഡിറ്റി. റിലേറ്റീവ് പ്രൈസ് ഓഫ് കമോഡിറ്റി. ഇനി കോൺസ്പിക്യൂസ് ഗുഡ്സ് ആർ ആൾസോ കോൾഡ്. കോൺസ്പിക്യൂസ് ഗുഡ്സ് ആർ ആൾസോ കോൾഡ് necessary prestige given. Correct answer. Conspicuous goods are also called necessary prestige given. Correct answer. Conspicuous. Option. Yes, option ഏതാ വരുന്നത്? Prestige. Conspicuous good, prestige. Prestige. Okay. Option B ആണ്. Conspicuous goods are also called Veblen, snob, prestige. All of these. Correct answer. പെട്ടെന്ന് പറ. Comment box wait ചെയ്യാണ്. Conspicuous good are also called Veblen, snob, prestige. All of these. Comment complete option D ആണ്. Correct ആണ്. Option D തന്നെയാണ് correct answer. The next one, conspicuous good. Next answer, conspicuous good are exception to the law of demand, follow law of demand. Correct answer comment here. Conspicuous good are exception to the law of demand, then follow law of demand. Correct answer? Yes. Exception to the law of demand. Exception to the law of demand. Okay, correct ആണ്. Conspicuous good, exception to the law of demand. In case of conspicuous good, price increase, quantity demand. In case of conspicuous good, price increase, quantity demand. എന്താ സംഭവിക്കുക? Price increase ചെയ്യുമ്പോൾ quantity demand. Yes. Conspicuous good means prestige good. Prestigeന്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് എന്താണ്? പോസിറ്റീവ് ആണ്. തീർച്ചയായിട്ടും ഓപ്ഷൻ ഏതായിരിക്കും? കറക്റ്റ്. എല്ലാവരും ആൻസർ ചെയ്താണ് ഓപ്ഷൻ എ ആണ്. കറക്റ്റ് ആണ്. ഓപ്ഷൻ എ. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കോൺസ്പിക്യൂസ് ഗുഡിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. അനീസ് എന്താണ്? ഒരു 1 മിനിറ്റ്. അനീസുദ്ദീൻ ഓപ്ഷൻ മാറിപ്പോയതാവാം അല്ലെ? അനീസുദ്ദീൻ, കോൺസ്പിക്യൂസിന്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ് ഏതാണ്? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ സ്നോബിന്റെ അല്ലെങ്കിൽ കോൺസ്പിക്യൂസ് ഗുഡിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് കൂടുതൽ കൺസ്യൂം ചെയ്യാൻ ആഗ്രഹിക്കും. പ്രസ്റ്റീജിന്റെ കേസിൽ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും എന്തായിരിക്കും? പോസിറ്റീവ് ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ്, when consumers feel that is commodity expensive. എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗുഡ് ഏതാണ് അതിൽ? എക്സ്പെൻസീവ്, ഇൻഫീരിയർ, നോർമൽ, കോൺസ്പിക്യൂസ്, ഗിഫൺ. എക്സ്പെൻസീവ് ഏതാണ്? അതാണ് കമന്റ് ചെയ്യേണ്ടത്. എക്സ്പെൻസീവ്. എക്സ്പെൻസീവ്. എക്സ്പെൻസീവ് ഏതാണ്? യെസ്, ഓപ്ഷൻ കമന്റ് ഓപ്ഷൻ സി ആണ് കംപ്ലീറ്റ് വരുന്നത്. യെസ്, കറക്റ്റ് ആണ്. കോൺസ്റ്റന്റ് ആവില്ലേ എന്ന് ചോദിച്ചത് ഏതാണ്? ഇതിന് മുന്നത്താണോ? 1 മിനിറ്റ്. ഇൻ കേസ് ഓഫ് കോൺസ്പിക്യൂസ് ഗുഡ്, പ്രൈസ് ഇൻക്രീസ്. കോൺസ്പിക്യൂസ് അത് പ്രസ്റ്റീജ് ഓർ കോൺസ്പിക്യൂസ് ഗുഡ് ആണ്. അത് കോൺസ്പിക്യൂസ് നെസസിറ്റീസിന്റെ കേസിലാണ് നമ്മളവിടെ കോൺസ്റ്റന്റ് എന്നുള്ള കേസ് പറഞ്ഞത് കേട്ടോ. D40 എന്നുള്ള ഒരാളാണ്. അവർക്കുള്ള ആൻസർ ആണ്. ഓക്കെ. നെക്സ്റ്റ്, അടുത്ത പോയിന്റ്, ക്വസ്റ്റ്യൻ നമ്പർ 15. വിച്ച് ഓഫ് ദ ഫോളോവിങ് എക്സാമ്പിൾ ഓഫ് കോൺസ്പിക്യൂസ് ഗുഡ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് എക്സാമ്പിൾ ഓഫ് കോൺസ്പിക്യൂസ് ഗുഡ്? ഡയമണ്ട്, പെട്രോൾ, റൈസ്. കോൺസ്പിക്യൂസ് ഗുഡിന്റെ എക്സാമ്പിൾ ഏതാണ്? പ്രസ്റ്റീജ് ഗുഡിന്റെ എക്സാമ്പിൾ ഏതാണ്? ഡയമണ്ട്, പെട്രോൾ, റൈസ്. ഏതാ വരുന്നത്? കറക്റ്റ് ആൻസർ യെസ്, ഡയമണ്ട്. കറക്റ്റ് ആണ്. കറക്റ്റ് ആൻസർ ഏതാണ്? ഡയമണ്ട്. ഓക്കെ. ഇനി വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എക്സാമ്പിൾ ഓഫ് ലോ ഓഫ് ഡിമാൻഡ്? ലോ ഓഫ് ഡിമാൻഡിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് കോൺസ്പിക്യൂസ് ഗുഡ്, ഗിഫൺ ഗുഡ്, നോർമൽ ഗുഡ്. ലോ ഓഫ് ഡിമാൻഡിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ജസ്റ്റ് നോക്കിയിട്ട് ആൻസർ ചെയ്താൽ മതി. കോൺസ്പിക്യൂസ് ഗുഡ്, ഗിഫൺ ഗുഡ്, നോർമൽ ഗുഡ്. ഏതാണ് കറക്റ്റ് ആൻസർ? വിച്ച് ഓഫ് ദ ഫോളോവിങ് എക്സാമ്പിൾ ഓഫ്? യെസ്, കറക്റ്റ് ആൻസർ ഏതാണ്? കോൺസ്പിക്യൂസ് ഗുഡിന്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ് പോസിറ്റീവ് ആണ്. ലോ ഓഫ് ഡിമാൻഡ് അല്ല.
Given goodന്റെ കേസിലും പ്രൈസ് ഡിമാൻഡ് പോസിറ്റീവ് ആണ്, ലോ ഓഫ് ഡിമാൻഡ് അല്ല. ബട്ട് നോർമൽ ഗുഡ് പ്രൈസ് ഡിമാൻഡ് ഇൻവേഴ്സ്, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, in case of given good demand curve, given goodന്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ് നമുക്കറിയാം റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് അപ്വാർഡ് ആണോ ഡൗൺവാർഡ് ആണോ, അപ്വാർഡ് ആണോ ഹൊറിസോണ്ടൽ ആണോ? കറക്റ്റ് ആൻസർ ആയിട്ട് വരുമ്പോൾ, കാരണം ഗിഫൺ ഗുഡിന്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ് പോസിറ്റീവ് ആണ്, അങ്ങനെയാണെങ്കിൽ ഏത് റിലേഷൻ ആണ്? അപ്വാർഡ്. ഓക്കെ, നെക്സ്റ്റ്, inferior commodity is one which consumes smaller commodities, income of consumer. Inferior commodity, one which consumes smaller quantity when income of consumer. Income ഇപ്പൊ inferior commodity, inferior good കുറച്ച് മാത്രമേ വാങ്ങുന്നുള്ളൂ, വളരെ കുറവ് മാത്രമേ വാങ്ങുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇൻകം എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണോ ഡിക്രീസ് ചെയ്യണോ? എന്താ സംഭവിക്കേണ്ടത്? ഇൻകം എന്ത് ചെയ്യണം? റൈസ് ചെയ്യണം. കാരണം ഇൻകം, ഇൻഫീരിയർ ഗുഡിന്റെ കേസിൽ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. അപ്പൊ ഓപ്ഷൻ ഏതാ വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? യെസ്, റൈസസ്. എന്റെ ഇൻകം കൂടുമ്പോൾ ഞാൻ ലൈഫിൽ നിന്ന് ഒഴിവാക്കുന്ന ഗുഡ് തീർച്ചയായിട്ടും അത് ഇൻഫീരിയർ ആയിരിക്കും. അതാണ് ആ കോൺസെപ്റ്റ് ആൻസർ റിസൾട്ട് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വെൻ പീപ്പിൾ ബൈ മോർ പ്രോഡക്റ്റ് വെൻ പ്രൈസ് ഗോസ്. ഇതിൽ ഏത് പ്രോഡക്റ്റ് ആണ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കൂടുതൽ വാങ്ങുന്നത്? പ്രൈസ് ഡിമാൻഡ് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട്, ആ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് ആൻസർ ചെയ്താൽ മതി. പ്രൈസ് ഡിമാൻഡ് പോസിറ്റീവ് ആണെങ്കിൽ ഒരിക്കലും നോർമൽ ഗുഡ് വരില്ല. വരോ? ഇല്ല. നോർമൽ ഗുഡ് വരാൻ പാടില്ല, ലക്ഷറിയും വരാൻ പാടില്ല. ലക്ഷറി ഗുഡിന്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ് ഇൻവേഴ്സ് ആണ്, നോർമൽ ഗുഡിന്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ് ഇൻവേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ പ്രസ്റ്റീജ് ഇൻഫീരിയർ ഗുഡിന്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ് എന്താണ്? പോസിറ്റീവ് ആണ്. കറക്റ്റ് ആൻസർ ഇപ്പൊ ചെയ്ത് കൊടുക്കുക. വെൻ പീപ്പിൾ ബൈ മോർ പ്രോഡക്റ്റ് വെൻ പ്രൈസ് ഗോസ് അപ്പ്, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. ഒരു പോസിറ്റീവ് വേവ് ഉണ്ടാക്കുന്ന ഗുഡ് ഇതിൽ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഇൻഫീരിയർ ഗുഡ്. ഏതാണ്? ഇൻഫീരിയർ. ലക്ഷറി ഗുഡിന്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ് എന്താണ്? നെഗറ്റീവ് ആണ്. അതേപോലെ നോർമൽ ഗുഡിന്റെ കേസിലും നെഗറ്റീവ് ആണ്. പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയും ഉറപ്പായിട്ടും. പക്ഷെ നമ്മൾ പ്രൈസ് കൂടിയാലും ഡിമാൻഡ് ഒരേ വേവിൽ പോണത് ഇൻഫീരിയർ ഗുഡിന്റെ കേസിൽ മാത്രമാണ്. നെക്സ്റ്റ്, അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സിറ്റുവേഷൻ ലോ ഓഫ് ഡിമാൻഡ് വിൽ നോട്ട് ഓപ്പറേറ്റ്. ഇവിടെ ലോ ഓഫ് ഡിമാൻഡ് ഇല്ലാത്ത ഗുഡ് ഏതാണ്? ലോ ഓഫ് ഡിമാൻഡിന്റെ ഭാഗമല്ലാത്ത ഗുഡ് ഏതാണ്? കോൺസ്പിക്യൂസ്, ഗിഫൺ, നെസസറി, ഓൾ ഓഫ് ദ എബോവ്. കറക്റ്റ് ആൻസർ പെട്ടെന്ന് കമന്റ് ചെയ്യുക. അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സിറ്റുവേഷൻ ലോ ഓഫ് ഡിമാൻഡ് വിൽ നോട്ട് ഓപ്പറേറ്റ്? കോൺസ്പിക്യൂസ്, ഗിഫൺ, നെസസറി, ഓൾ ഓഫ് ദ എബോവ്. കറക്റ്റ് ആൻസർ യെസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി കറക്റ്റ് ആണോ? ഇനി അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സിറ്റുവേഷൻ ലോ ഓഫ് ഡിമാൻഡ് വിൽ നോട്ട് ഓപ്പറേറ്റ്? ഇഗ്നോറൻസ്, ഫിയർ ഓഫ് ഷോർട്ടേജ്, ബോത്ത് എ ആൻഡ് ബി. കറക്റ്റ് ആൻസർ ഇഗ്നോറൻസ്, ഫിയർ ഓഫ് ഷോർട്ടേജ്, ബോത്ത് എ ആൻഡ് ബി. കറക്റ്റ് ആൻസർ യെസ്. ഏതാ വരുന്നത്? ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. കറക്റ്റ് ആണ്. ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. കറക്റ്റ്. നെക്സ്റ്റ് വൺ, ലോ ഓഫ് ഡിമാൻഡ് ഈസ് എ ഡാഷ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ്, നോർമാറ്റീവ്, ബോത്ത് എ ആൻഡ് ബി. ലോ ഓഫ് ഡിമാൻഡ് ഈസ് എ ഡാഷ് സ്റ്റേറ്റ്മെന്റ്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്? ലോ ഓഫ് ഡിമാൻഡ് ഈസ് എ പോസിറ്റീവ്, നോർമാറ്റീവ്, ബോത്ത് എ ആൻഡ് ബി. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? യെസ്, ഓപ്ഷൻ ലോ ഓഫ് ഡിമാൻഡ് ഈസ് എ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് വൺ, ഡാഷ് ഗുഡ്സ് വിച്ച് ആർ കൺസ്യൂംഡ് ടുഗദർ. ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ഗുഡ് ഏതാണ്? ഇൻഫീരിയർ, നോർമൽ, കോംപ്ലിമെന്ററി, സബ്സ്റ്റിറ്റ്യൂട്ട്. ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ഗുഡ് ഇൻഫീരിയർ, നോർമൽ, കോംപ്ലിമെന്ററി, സബ്സ്റ്റിറ്റ്യൂട്ട്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, കോംപ്ലിമെന്ററി. ഓക്കെ, കറക്റ്റ്. ഇനി നമ്മൾ അടുത്ത സെഷൻ ഡിമാൻഡ് കർവിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിമാൻഡ് ഷെഡ്യൂൾ ഷോസ് റിലേഷൻ ബിറ്റ്വീൻ. ഡിമാൻഡ് ഷെഡ്യൂളിൽ ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്? പ്രൈസ് ഡിമാൻഡ്, പ്രൈസ് സപ്ലൈ, ഇൻകം ഡിമാൻഡ്, ഇൻകം സപ്ലൈ, പ്രൈസ് ഡിമാൻഡ്. ഏതാ? ഡിമാൻഡ് ഷെഡ്യൂളില് പ്രൈസ് സപ്ലൈ ആണോ, ഇൻകം ഡിമാൻഡ് ആണോ, ഇൻകം സപ്ലൈ ആണോ, പ്രൈസ് ഡിമാൻഡ് ആണോ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. യെസ്, കറക്റ്റ് ആണ്. ഞാൻ ഈ താഴോട്ട് നോക്കുന്നത് കമന്റ് ആട്ടോ. നിങ്ങൾ അവിടെ ഒരു കമന്റ് ചാറ്റ് ബോക്സ് ഉണ്ട്, അതിലേക്കാണ് നോക്കുന്നത്. ഓക്കെ, ഇനി ടിപ്പിക്കൽ ഡിമാൻഡ് ഷെഡ്യൂൾ. ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആണോ, ഇൻവേഴ്സ് ആണോ, ബോത്ത് എ ആൻഡ് ബി ആണോ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഡയറക്റ്റ്. ഓപ്ഷൻ ബി, ഇൻവേഴ്സ്ലി. ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, വാരീസ് ഇൻവേഴ്സ്ലി വിത്ത് പ്രൈസ്. കറക്റ്റ് ആണ് ആൻസർ.
ഓപ്ഷൻ ബി ഇൻവേഴ്സ്ലി വിത്ത് പ്രൈസ്. ചാറ്റ് ബോക്സ് ഓക്കെ ആണ്. ഡിമാൻഡ് കർവ് ഷോസ്. ഡിമാൻഡ് കർവ് ഷോസ് ഏതായിരിക്കും ആൻസർ? ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഡിമാൻഡ് ഓഫ് എ പ്രോഡക്റ്റ് വേരിയസ് ലെവൽസ് ഓഫ് ഇൻകം ഓഫ് കൺസ്യൂമർ. Quantity demand of a product various levels of price of product. Quantity supply product various levels of price of product. Correct answer? Yes. ഏതാണ്? ഡിമാൻഡ് കർവ് ഷോസ്. ഡിമാൻഡ് കർവ് ഷോസ് ഡിമാൻഡിൽ ആര് മാത്രം മതി? പ്രൈസ് ആൻഡ് ഡിമാൻഡ് മതി, വേറെ ആരും വേണ്ട. ആരാ വേണ്ടത്? ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി പ്രൈസ് ആൻഡ് ഡിമാൻഡ്. ഡിമാൻഡ് കർവ് ഡീൽസ് വിത്ത് വൺ പ്രോഡക്റ്റ്, ടു പ്രോഡക്റ്റ്, മെനി പ്രോഡക്റ്റ്. കറക്റ്റ് ആൻസർ. One product, two product, many product. Correct answer. Yes. ഏതാണ്? Correct answer. One. നമ്മൾ പറഞ്ഞു ഡിമാൻഡ് ഷെഡ്യൂൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് മതി. One product. Next one. While drawing demand curve, change strike price which take following factors. Demand curve, change strike price following factors. Demand curve ഏതൊക്കെ പ്രോഡക്റ്റ് ആണ്? ഡിമാൻഡും പിന്നെ ആരാണ്? സപ്ലൈ, ക്വാളിറ്റി, പ്രൈസ്. ഏതാ കറക്റ്റ് ആൻസർ? യെസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ഏതാണ്? ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ അതിൽ വേണ്ടത് ഏതാണ്? പ്രൈസ്. ഡിമാൻഡിന്റെ കൂടെ ആരാ വേണ്ടത്? യെസ്, പ്രൈസ്. പ്രൈസ്. ഓക്കെ. നെക്സ്റ്റ്. ജനറലി ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഡൗൺവേർഡ് ലെഫ്റ്റ് ടു റൈറ്റ്. ഓപ്ഷൻ എ. അപ്വാർഡ് ലെഫ്റ്റ് ടു റൈറ്റ്. അപ്വാർഡ് റൈറ്റ് ടു ലെഫ്റ്റ്. ഡൗൺവേർഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. കറക്റ്റ് ആൻസർ A. Yes, correct answer. Downward from left to right. Left to right. Demand curve most cases. Demand curve most cases positive, negative, zero, infinite. Demand curve most case positive, negative, zero, infinite. Correct answer. Yes. Demand curve negatively slow. Negatively slow. If quantity same price, then demand curve for the product horizontal, vertical, positive. If any quantity same price, price same ആണെങ്കിൽ ഡിമാൻഡ് എന്തായിരിക്കും? സെയിം പ്രൈസിൽ പോകുമ്പോൾ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എന്തായിരിക്കും? സെയിം പ്രൈസിൽ അതിന്റെ മീനിങ് ഒന്ന് വ്യക്തമാക്കി തരാം, ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് പറയുന്നത് പ്രൈസ്, ജസ്റ്റ് ഒന്ന് പറയണം. പ്രൈസ് 2, ഡിമാൻഡ് 10, പ്രൈസ് 2, ഡിമാൻഡ് 8, പ്രൈസ് 2, ഡിമാൻഡ് 6, പ്രൈസ് 2, ഡിമാൻഡ് 4. അത് ഗ്രാഫിൽ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുക വൈ ആക്സിൽ പ്രൈസ് ആണ്. അപ്പൊ പ്രൈസ് 2 ആണ് കംപ്ലീറ്റ്. അപ്പൊ കംപ്ലീറ്റ് പ്രൈസ് സെയിം ആയിട്ട് പോവാണ്. അങ്ങനെയാണെങ്കിൽ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എന്തായിട്ട് വരും? ഹൊറിസോണ്ടൽ ആയിട്ട് വരും. അപ്പൊ ആൻസർ ഏതാ വരാ? ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ് വരാ. ഓപ്ഷൻ എ. തെറ്റിച്ച ആളുകളുണ്ട്, ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യുക. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ്. വാട്ട് ഈസ് ദ അതർ നെയിം ഡിമാൻഡ് കർവ്? നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റ് ആണ്. ചാപ്റ്റർ 4 ആണ്, എന്നാലും ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം നമുക്ക്. ഡിമാൻഡ് കർവിന്റെ മറ്റൊരു പേര് പ്രോഫിറ്റ് ARAZ. കൺഫ്യൂഷൻ ആവണ്ട, എടുക്കാനുള്ള ടോപ്പിക്കാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. AR കാരണം കമന്റ് വരുന്നുണ്ട്, AR ബി കറക്റ്റ് ആയിട്ട് എഴുതുന്നുണ്ട്. ഓക്കെ. ഇനി ഡിമാൻഡ് കർവ് ഹൊറിസോണ്ടൽ ആക്സിസ്. ഡിമാൻഡ് കർവിന്റെ ഹൊറിസോണ്ടൽ ആക്സിസ്. ഇപ്പോ ഡിമാൻഡ് കർവിന് എക്സ് ആക്സ് ഉണ്ട്, വൈ ആക്സ് ഉണ്ട്. ഈ എക്സ് ആക്സ് ഹൊറിസോണ്ടൽ ആണ്, വൈ ആക്സ് ഏതാണ്? വെർട്ടിക്കൽ ആണ്. ഹൊറിസോണ്ടൽ ഏതാ കൊടുക്കുക? യെസ്, ക്വാണ്ടിറ്റി. വെർട്ടിക്കൽ വൈ ആക്സിൽ ഏതാ കൊടുക്കുക? പ്രൈസ്. അങ്ങനെയാണെങ്കിൽ ഡിമാൻഡ് കർവ് ഹൊറിസോണ്ടൽ ആക്സിസ് വിൽ ബി ഏതാ കൊടുക്കുക? യെസ്, കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഗുഡ്. നെക്സ്റ്റ്. ഇൻ ഡിമാൻഡ് കർവ് വെർട്ടിക്കൽ ആക്സിസ്, ഡിമാൻഡ് കർവിന്റെ വെർട്ടിക്കൽ ആക്സിസ് ഡിമാൻഡ്, പ്രൈസ്, ഇൻകം. ഡിമാൻഡ്, പ്രൈസ്, ഇൻകം ഏതാ കൊടുക്കുക? കറക്റ്റ് ആൻസർ യെസ്. ഏതാണ്? പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. കറക്റ്റ് ആൻസർ ആണ്. ഏതാണ്? പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദീസ് നോട്ട് ഡിപിക്ട് ടിപ്പിക്കൽ ഡിമാൻഡ് കർവ്? ഡിമാൻഡ് കർവിന്റെ ഭാഗമല്ലാത്ത കേസ് ഏതാണ് ഇതില്? ഡിമാൻഡ് കർവിൽ കാണാത്ത ഒന്നതിലുണ്ട്. ഫസ്റ്റ് ഡിമാൻഡ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് ഇൻകം. ഏതാണ് കാണാത്തത്? യെസ്, ഓപ്ഷൻ സി കറക്റ്റ് ആണ്. ഇൻകം ഡിമാൻഡ് കർവിന്റെ ഭാഗം. ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഈസ് ആൾസോ കോൾഡ് ഇൻഡസ്ട്രിയൽ ഡിമാൻഡ്, മാർക്കറ്റ് ഡിമാൻഡ്. ഇൻഡിവിജ്വൽ ഡിമാൻഡ്, മാർക്കറ്റ് ഡിമാൻഡ്, ഹൗസ്ഹോൾഡ് ഡിമാൻഡ്, ഓൾ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. കമന്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഓക്കെ, കറക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് നമുക്കൊരു ബ്രേക്കിന് ശേഷം എന്താ ചെയ്യുക? ഡിസ്കസ് ചെയ്യുന്ന ചെറിയൊരു ഭാഗം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നാളെ നമുക്ക് മോർണിംഗ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുക.
ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ബേസ് ചെയ്തിട്ടാണ്. ഏകദേശം എക്സാമിന് നമ്മൾ ഏകദേശം 4-5 മാർക്ക് വരുന്നൊരു ഏരിയ ആണ് നാളത്തെ സെഷൻ. ഒരു 10th ക്വസ്റ്റ്യൻ 1 മിനിറ്റ്. ഡിമാൻഡ് ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ഏതാണ്? ഹൊറിസോണ്ടൽ വരുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡ്, പ്രൈസ് y ആക്സിലാണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നാളെ ഇന്നിപ്പോ ഒരു 10 മിനിറ്റ് ബ്രേക്ക്. ഓക്കെ, അതിനുശേഷം ബാക്കി ചെറിയ ഒരു ഭാഗം സെഷൻ ഒരു 30-20 മിനിറ്റോളം ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് ബ്രേക്കിന് ശേഷം എടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ. ഒരുപാട് ആളുകളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണ് ഇന്ന് ഈ ഹാളിൽ ഇരിക്കുന്നത്. +2 പഠിച്ചു കഴിഞ്ഞവർക്ക് ഒരു രഹസ്യം കേൾക്കണോ? 21 വയസ്സാവുമ്പോഴേക്കും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാം. +2 സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഇനി അഥവാ മാത്സിൽ ഇത്തിരി വീക്കായാലും കുഴപ്പമില്ല. ഹൈലി പെയ്ഡ്. ജോയിൻ ACCA Chartered Accountancy course only at Indian Institute of Commerce, Lakshya. +2 പഠിച്ചു കഴിഞ്ഞവർക്ക് ഒരു രഹസ്യം കേൾക്കണോ? 21 വയസ്സാവുമ്പോഴേക്കും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാം. +2 സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഇനി അഥവാ മാത്സിൽ ഇത്തിരി വീക്കായാലും കുഴപ്പമില്ല. ഹൈലി പെയ്ഡ്. Join ACCA Chartered Accountancy course only at Indian Institute of Commerce, Lakshya.
ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണ് ഇന്ന് ഈ ഹാളിൽ ഇരിക്കുന്നത്. പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞവർക്കൊരു രഹസ്യം കേൾക്കണോ? 21 വയസ്സാവുമ്പോഴേക്കും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാം. പ്ലസ് ടുവിൽ സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഇനി അഥവാ മാത്സിൽ ഇത്തിരി വീക്കായാലും കുഴപ്പമില്ല. ഹൈലി പെയ്ഡ്. ജോയിൻ ACCA Chartered Accountancy course only at Indian Institute of Commerce, Lakshya.
Yes. Okay. Start ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയ types of demand. Types of demand. First one, price demand. Second one, income demand. Third one, cross demand. ഇപ്പോൾ ടൈപ്സ് ഓഫ് ഡിമാൻഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയ പ്രൈസ് ഡിമാൻഡ്, ഇൻകം ഡിമാൻഡ്, ക്രോസ് ഡിമാൻഡ്. പ്രൈസ് ഡിമാൻഡ്, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻവേഴ്സ് ആണോ പോസിറ്റീവ് ആണോ? പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് നെഗറ്റീവ് ആണോ അല്ലെങ്കിൽ ഇൻവേഴ്സ് ആണോ അല്ലെങ്കിൽ പോസിറ്റീവ് ആണോ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇൻവേഴ്സ് ആണ്. കറക്റ്റ് ആണ്, കമന്റ് ഓക്കെ ആണ്. ഇൻവേഴ്സ് റിലേഷൻ ആണ് പ്രൈസ് ഡിമാൻഡ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു, അതാണ് ഏത് ഡിമാൻഡ്? പ്രൈസ് ഡിമാൻഡ്. പിന്നെ ഇൻകം ഡിമാൻഡ് എന്താന്ന് വെച്ചാൽ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഇൻകം ഡിമാൻഡിൽ ഇൻകം ഡിമാൻഡ് ഏത് റിലേഷൻ ആണ്? ഡയറക്റ്റ് ഓർ പോസിറ്റീവ് റിലേഷൻ ആണ്. അപ്പൊ ഇൻകം ഡിമാൻഡ് ഡയറക്റ്റ്, പ്രൈസ് ഡിമാൻഡ് ഇൻവേഴ്സ്. The next one, cross demand. Cross demand when demand of one commodity related with the price of other commodity. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു, എൻ്റെ പ്രോഡക്റ്റ്, ഞാൻ ഇപ്പോൾ സെയിൽ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്, ഇപ്പം ഞാനൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം മാർക്കറ്റിൽ. ഞാനൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എൻ്റെ പ്രോഡക്റ്റുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന രണ്ട് പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാവും. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്, ഒന്ന് കോംപ്ലിമെന്ററി ആണ്. നേരത്തെ ഡിസ്കസ് ചെയ്തു, പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി ടു ടൈപ്പ് ആണ്, അതാണ് ക്രോസ് ഡിമാൻഡ്. ഇപ്പം നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ കോമ്പറ്റീറ്റേഴ്സിനാണ്. ആ കോമ്പറ്റീറ്റേഴ്സ് ആക്ച്വലി സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും കൊണ്ടുവരിക. അതല്ലാത്ത നമ്മളെ റോ മെറ്റീരിയൽ ഉണ്ട്, അത് കോംപ്ലിമെന്ററി ആണ്. രണ്ടും നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. കാരണം റോ മെറ്റീരിയലിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ അത് നമ്മളെ പ്രോഡക്റ്റിനെ ബാധിക്കും, ഷുവർ. സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ അത് നമ്മളെ ബാധിക്കും. രണ്ടും നമ്മളെ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി ആണ് ക്രോസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ക്രോസ് ഡിമാൻഡ് പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി ആണ്. രണ്ടും നമ്മളെ കണക്ട് ചെയ്യും, ഷുവർ, ഒരു സംശയം വേണ്ട. പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി നമ്മളെ കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ്? ക്രോസ് ഡിമാൻഡ് ആണ്. when demand of one commodity related with the price of other commodity, two type, substitute ഉണ്ട്, കോംപ്ലിമെന്ററി ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, കോംപ്ലിമെന്ററി ഉണ്ട്. ക്രോസ് ഡിമാൻഡ് ടു ടൈപ്പ് ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, കോംപ്ലിമെന്ററി ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് പോസിറ്റീവ് റിലേഷൻ ആണെങ്കിൽ കോംപ്ലിമെന്ററി നെഗറ്റീവ് റിലേഷൻ ആണ്. കൺഫ്യൂഷൻ ആവാതെ നോക്കണം. ക്രോസ് എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ഗുഡിനെയാണ് ക്രോസ് എന്ന് പറയുക. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് വരും, കോംപ്ലിമെന്ററി വരും. സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ കേസിൽ പോസിറ്റീവ് ആണ്, കോംപ്ലിമെന്ററിയുടെ കേസിൽ നെഗറ്റീവ് ആണ്. ഇത്രയേ ഉള്ളൂ ക്രോസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ആവാത്ത ലെവലിലേക്ക് വരാം. ഡിമാൻഡ് ത്രീ ടൈപ്പ്: പ്രൈസ് ഡിമാൻഡ്, ഇൻകം ഡിമാൻഡ്, ക്രോസ് ഡിമാൻഡ്. പ്രൈസ് ഡിമാൻഡ് ഇൻവേഴ്സ് റിലേഷൻ ആണ്. ക്രോസ് ഡിമാൻഡിൽ സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ്, അതുപോലെ ഇൻകം ഡിമാൻഡ്, കോംപ്ലിമെന്ററി ക്രോസ് ഡിമാൻഡ്. അതിൽ പ്രൈസ് ഡിമാൻഡ് ഇൻവേഴ്സ് ആണ്, ഇൻകം ഡിമാൻഡ് പോസിറ്റീവ് ആണ്. ക്രോസ് ഡിമാൻഡ് ടു ടൈപ്പ്: സബ്സ്റ്റിറ്റ്യൂട്ട് കോംപ്ലിമെന്ററി, സബ്സ്റ്റിറ്റ്യൂട്ട് പോസിറ്റീവ്, കോംപ്ലിമെന്ററി നെഗറ്റീവ്. ഇത്രയേ ഉള്ളൂ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയ ശ്രദ്ധിക്കുക, എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ആണ്. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ആണ്. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് നോട്ടിൽ, ആ പ്രിന്റിൽ മിസ്റ്റേക്ക് വന്നതാണ്, ശ്രദ്ധിക്കുക. ഇവിടെ കോൺട്രാക്ഷൻ അല്ല കേട്ടോ, പ്രിന്റ് സെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് കോൺട്രാക്ഷൻ അല്ല. ഞാൻ വെയിറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം എന്താണ്. ഓക്കെ, ഇപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്യാം, ശ്രദ്ധിക്കുക. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ഈസി ആയിട്ട് മനസ്സിലാക്കുക. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്താന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. വാട്ട് ഈസ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്? വാട്ട് ഈസ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്? എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്, ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 15 ഫാക്ടേഴ്സ് ആണ് പഠിച്ചത്. ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 15 ഫാക്ടേഴ്സ് ആണ് നിങ്ങൾ പഠിച്ചത്. ആ 15 ഫാക്ടേഴ്സിൽ പ്രൈസ് മാത്രമേ ഇവിടെ ശ്രദ്ധിക്കുന്നുള്ളൂ. പ്രൈസ് അല്ലാത്ത ഫാക്ടർ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഇല്ല. എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ 15 ഫാക്ടേഴ്സ് ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. 15, അതിൽ 14 ഫാക്ടേഴ്സ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ആകെ നോക്കുന്നത് പ്രൈസ് മാത്രമാണ്. ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഇസ് നോൺ ആസ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. What is expansion and contraction? Change in demand. കോൺസെപ്റ്റിലേക്ക് തിരിച്ചു വരുന്നു, സബ്ജക്ട് ഒന്നുകൂടി നോക്കാം, ശ്രദ്ധിക്കുക. What is expansion and contraction of demand? നോക്കുക. Expansion and contraction of demand means change in demand due to change in price only.
ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓൺലി. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. എന്താണ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ? ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓൺലി. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. സബ്ജക്റ്റിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. വാട്ട് ഈസ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്, increasing demand. Expansion of demand, increasing demand due to decreasing price. Due to decreasing price. What is contraction of demand? Contraction of demand, decreasing demand due to increasing price. Expansion of demand, increasing demand. Contraction of demand, decreasing demand. Expansion of demand, increasing demand due to decreasing price. Decreasing demand due to increasing price. That is contraction of demand. 3 points ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. വാട്ട് ഈസ് എക്സ്പാൻഷൻ? കോൺസെപ്റ്റിലേക്ക് മാത്രം വേറെ ഒന്നും നോക്കണ്ട. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. ചേഞ്ച് ഇൻ ഡിമാൻഡ്. ചേഞ്ച് ഇൻ ഡിമാൻഡ് 2 ടൈപ്പ് ആണ്. ഇൻക്രീസും ഉണ്ട്, ഡിക്രീസും ഉണ്ട്. ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓൺലി. ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓൺലി. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. വാട്ട് ഈസ് എക്സ്പാൻഷൻ? Increasing demand due to decreasing price. What is contraction? Decreasing demand due to increasing price. Okay, സബ്ജക്റ്റിലേക്ക് വരുന്നു, ശ്രദ്ധിക്കുക. ഇതാണ് ഗ്രാഫ്. ഗ്രാഫിലേക്ക് വരാം, ശ്രദ്ധിക്കുക. ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇപ്പൊ ഡിമാൻഡ് കർവ് ആണ്. ഇതൊരു ഡിമാൻഡ് കർവ് ആണ്. നമ്മൾ ശ്രദ്ധിക്കുക, ഇത് ഡിമാൻഡ് കർവ് ആണ്. പോയിന്റ് ഗ്രാഫ് വരക്കുമ്പോൾ നോക്കുക, ഇത് ഡിമാൻഡ് കർവ് ആണ്. ഡിമാൻഡ് കർവ് ആണ്. ഇവിടെ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ്, ദ നെക്സ്റ്റ് വൺ ഡിമാൻഡ്. പ്രൈസ് 20, ഡിമാൻഡ് 80. പ്രൈസ് 20, ഡിമാൻഡ് 80. ഒരു കമ്പനി പ്രൈസ് 20 റുപ്പിക്ക് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കമ്പനി ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് എത്ര വിറ്റുകൊണ്ടിരിക്കുകയാണ്? 20 റുപ്പി. 20 റുപ്പിയാണ് 20 റുപ്പി. ഡിമാൻഡ് എന്ന് പറയുന്നത് എത്രയാണ്? 80 ആണ്. ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 80 ആണ്. ഡിമാൻഡ് 80 ആണ്. ഡിമാൻഡ് 80, പ്രൈസ് 20. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പ്രൈസ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. പ്രൈസ് ഇൻക്രീസ് ചെയ്തു. P1 പ്രൈസ് 25 ആയി. പ്രൈസ് 25 ആയി. പ്രൈസ് 38. അവിടെ 25 ആക്കാം. 25 ആയി. പ്രൈസ് ഇൻക്രീസ് ചെയ്ത് 25 ആയി. പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ട് എത്രയായി? 25. ഒന്ന് ക്ലിയർ ചെയ്താ. പ്രൈസ് ഇൻക്രീസ് ചെയ്തു 25 ആയി. പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ ഡിമാൻഡ് എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും ഡിക്രീസ് ചെയ്യും. ഡിക്രീസ് എന്ന് പറയുന്നത് 70 എന്ന് വിചാരിക്കുക. 70. അപ്പൊ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. പ്രൈസ് ഇൻക്രീസ് ചെയ്യാണ്. ദെൻ ഡിമാൻഡ് ഇവിടെയാണ് ടച്ച് ചെയ്യുന്നത്. ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഡിമാൻഡ് ഡിക്രീസ് ചെയ്യാണ്. അപ്പൊ 70. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു. ഈ പോയിന്റിനെ പറയുന്ന പേരാണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. എന്താ പറയാ? കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്ന ഈ ഒരു ഏരിയ നമുക്ക് എന്ത് പറയാം? കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്ന ഈ പോർഷനെയാണ് നമ്മൾ എന്ത് പറയാ? കോൺട്രാക്ഷൻ. ഇത് MCQ ക്വസ്റ്റ്യൻ ആണ്, CA ഫൗണ്ടേഷൻ ആണ്. അതിൻ്റെതായ ചെറിയ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ കൂടി ഈ ടൈമിൽ വരാൻ ചാൻസ് ഉണ്ട്. കൺഫ്യൂഷൻ ആവാത്ത ലെവലിൽ നോക്കുക. ഇതാണ് ഡിമാൻഡ് കർവ്. ഇതാണ് ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവിന്റെ ഒറിജിനൽ നമ്മൾ ഇതിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡിമാൻഡിന്റെ അപ്വാർഡ് ഏരിയ കോൺട്രാക്ഷൻ ആണ്. ഡിമാൻഡ് കർവിന്റെ അപ്വാർഡ് മുകളിലെ ഏരിയ കോൺട്രാക്ഷൻ ആണ്. ഓക്കെ. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. അപ്പൊ അതൊരു MCQ ക്വസ്റ്റ്യൻ, പലതവണ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് കേസിൽ വരുന്നത് പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നു. P2 എന്ന് പറയുമ്പോൾ പ്രൈസ് 15 ആയി. അപ്പൊ ഡിമാൻഡ് 90 ആയി. പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നു. പ്രൈസ് എന്ത് ചെയ്യാണ്? ഇങ്ങനെ പോയി ഡിക്രീസ് ചെയ്യാണ്. അപ്പൊ ഡിമാൻഡിന്റെ ഈ സൈഡിലാണ് ടച്ച് ചെയ്യുക. അപ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യാണ്? 90 ആയിട്ട് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. ഈ ഒരു ഭാഗം തീർച്ചയായിട്ടും നമുക്ക് പറയാം ഏതാണ്? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് ആണ്. ഏത് ഡിമാൻഡാണ്? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. ആ ഏരിയ നമുക്ക് എന്താ വിളിക്കുക? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഏരിയ നമ്മൾ പറയുന്നു എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഏരിയ നമുക്ക് വിളിക്കാം എന്താ വിളിക്കുക? ആ ഏരിയ നമ്മൾ വിളിക്കേണ്ട പേര് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് ഇതാണ് ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവിന്റെ ഡൗൺവാർഡ് പോർഷൻ എക്സ്പാൻഷൻ ആണ്. ഡിമാൻഡ് കർവിന്റെ അപ്വാർഡ് പോർഷൻ കോൺട്രാക്ഷൻ ആണ്.
ഞാനിപ്പോൾ ഓൾറെഡി 6 പോയിന്റ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. റിപ്പീറ്റ് ചെയ്യുന്നു വൺ ബൈ വൺ. ഫസ്റ്റ് വൺ, ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓൺലി, എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. സെക്കൻഡ് പോയിന്റ്, എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് മീൻസ് ഇൻക്രീസിംഗ് ഡിമാൻഡ് ഡ്യൂ ടു ഡിക്രീസിംഗ് പ്രൈസ്. തേർഡ് പോയിന്റ്, contraction of demand, decreasing demand due to increasing price, 3.8. Fourth point, demand curve upward area contraction, demand curve downward area expansion, demand curve upward contraction, downward expansion. Okay, about 5 points ആയി. ലാസ്റ്റ് പോയിന്റ്, സിക്സ്ത് പോയിന്റ് ഇതാണ്. ഒരൊറ്റ ഡിമാൻഡ് കർവേ ഉള്ളൂ, ഒരൊറ്റ ഡിമാൻഡ് കർവ് നമ്മൾ ഇവിടെ വരച്ചിട്ടുള്ളൂ. ഒരു ഡിമാൻഡ് കർവിൽ തന്നെ ഇൻക്രീസിംഗ് ഉണ്ട്, ഡിക്രീസിംഗ് ഉണ്ട്. ഒരു ഡിമാൻഡ് കർവിൽ തന്നെയാണ് എന്തുള്ളത്, ഇൻക്രീസും ഡിക്രീസും. ഒരൊറ്റ ഡിമാൻഡ് കർവിൽ ചേഞ്ച് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു പേര് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ആയിരിക്കണം. ഒരു ഡിമാൻഡ് കർവിൽ തന്നെ ഇൻക്രീസും ഡിക്രീസും പറയുന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവാതെ മുന്നോട്ട് പോകണം. അതാണ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. ഓക്കെ, റെഡിയാണോ? വാട്ട് ഈസ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ? ആ ഒരു കേസ്, ഈ കോൺസെപ്റ്റ് ഓക്കെ ആണെങ്കിൽ കമന്റ് ചെയ്യണം, കമന്റ് വെയിറ്റ് ചെയ്യണം. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ പെട്ടെന്ന് കമന്റ് വെയിറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്ജക്ട് MCQ ലെവലിലേക്ക് ക്വസ്റ്റ്യൻസിലേക്ക് ചെയ്യേണ്ടതുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി, യെസ് ഗുഡ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇത്രയേ ഉള്ളൂ. ഡിഫറൻസ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി, ഇത്ര നമ്മൾ ക്വാണ്ടിറ്റി ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിനെയാണ് ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്ന് പറയുക. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അബു അജ്മൽ, പ്രൈസ് ഡിമാൻഡ്, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഡിമാൻഡ് ആണ്. ചേഞ്ച് ഇൻ ഡിമാൻഡ് ആണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, ചേഞ്ച് ഇൻ ഡിമാൻഡ് ആണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പേരിൽ. അത് പറയാനുണ്ട്, വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മൾ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഡിമാൻഡിന്റെ മറ്റൊരു പേര് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തിലേക്ക് വരാം, ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾ ആൻസർ ചെയ്തോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ഗുഡ് occur as a result of change in price of commodity, change in quantity of commodity, increase in consumers income. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണക്ട് ചെയ്യുക. ഏതാണ്? എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ഫോർ എ ഗുഡ് occurs as a result of change in price of commodity, change in quantity of commodity, increase in consumers income. Correct answer ഏതാണ്? Expansion, contraction of demand, change in price of commodity. Correct answer ആണ്. Next, question number 15. In case of expansion and contraction of demand, curve shift to right, shift to left, remain same. എക്സ്പാൻഷനും കോൺട്രാക്ഷനും സംഭവിക്കുന്നത് ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണോ, ഡിമാൻഡ് ലെഫ്റ്റിലേക്ക് പോകുമ്പോഴാണോ, അതോ സെയിം കർവിൽ തന്നെ ചേഞ്ച് പറയുമ്പോഴാണോ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ സംഭവിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. ഏതാണ്? ഓപ്ഷൻ സി. യെസ്, കറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ, ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 15, ഓപ്ഷൻ സി, റിമൈൻ സെയിം. പലതവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കൂടി കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കുക. fall in quantity of product as a result, rise in price, demand decrease ചെയ്യുന്നു. rise in price, demand decrease ചെയ്യുന്നു. ആൻസർ ഓപ്ഷൻ എ, ചേഞ്ച് ഇൻ ഡിമാൻഡ്, കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്, എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. കമന്റ് വെയിറ്റ് ചെയ്യുന്നു. fall in demand എന്ന് പറയുമ്പോൾ തന്നെ ഈസി ആയിട്ട് പറയാം. fall in demand. ഓപ്ഷൻ ബി, contraction of demand. Yes, contraction of demand. Next one, rise in demand, rise in quantity demand, reduction price കുറയുമ്പോൾ demand increase ചെയ്യുന്നു. Concept change in demand, contraction of demand, expansion of demand. Correct answer ഏതാണ്? Yes, option ഏതാണ്? C, expansion of demand. Quantity demand as a result, reduction price. Demand increase ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആൻസർ എന്തായിരിക്കണം? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് ആയിരിക്കണം. ഏതായിരിക്കണം? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. ഓക്കെ, ഇനി കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡിക്രീസ് നമ്പർ ഓഫ് കൺസ്യൂമർ, ഇൻക്രീസ് പ്രൈസ്, ഡിക്രീസ് ഇൻകം ഓഫ് പർച്ചേസ്. കറക്റ്റ് ആൻസർ? യെസ്, കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്, ഇൻക്രീസ് പ്രൈസ്. ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ ആണ്. ഓപ്ഷൻ ബി. ഓക്കെ, in case of expansion of demand, there is inward shift, outward shift, downward moment.
In case of expansion of demand, in case of expansion of demand, inward shift, outward shift, downward movement same demand curve. Correct answer wait ചെയ്യുന്നു. Answer C correct ആണ്. നിങ്ങൾ ഓപ്ഷൻ correct ആണ്. ഓപ്ഷൻ C downward movement same demand curve correct. In case of expansion of demand, quantity demand increase decrease zero. In case of expansion of demand, quantity demand. Expansion of demand quantity demand increase ആണോ decrease ആണോ അത് മാത്രം കമന്റ് ചെയ്താൽ മതി. Yes, option A correct. Option A correct ആണ്. Okay. Contraction of demand associated with price, fall in price, rise in price. Rise in price, rise in quantity demand. Fall in price, fall in quantity demand. Rise in price, fall in quantity demand. Option correct answer option C correct ആണ്. ചില കമന്റ് ചില ആളുകളെ പേര് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് അങ്ങനെയാണ് വേണ്ടത്. കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഓക്കെ. Rise in price, fall in quantity demand. Okay. The last session, shift in demand. Next session, shift in demand. Shift in demand മറ്റൊരു പേര് increase and decrease in demand or change in demand. ശ്രദ്ധിക്കുക. Change in demand due to change in any of the factors other than price. നമ്മൾ പറഞ്ഞു ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 15 ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ പ്രൈസ് മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 15 ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ പ്രൈസ് മാത്രം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ എന്ന് വിളിക്കാം. എന്നാൽ പ്രൈസ് അല്ലാത്ത ഒരു ഫാക്ടർ ആണെങ്കിൽ ബാക്കി 14 ഫാക്ടേഴ്സിൽ എവിടെ വേണമെങ്കിലും ചേഞ്ചസ് വരാം. അതിനെയാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയുക. അപ്പൊ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്താന്ന് വെച്ചാൽ പ്രൈസ് അല്ലാത്ത ഏത് ഫാക്ടർ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ആ ചേഞ്ചസിനെ പറയുന്ന പേരാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. നോക്കാം, ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ എനി ഓഫ് ദ ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ്. പ്രൈസ് അല്ലാത്ത മറ്റു ഫാക്ടേഴ്സ് കൊണ്ട് ഡിമാൻഡിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെ പറയുന്ന പേരാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. നോക്കാം, ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് എനി ഓഫ് ദ ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ്. അതാണ് ചേഞ്ച് ഏത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. നോക്കുക, ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ഗ്രാഫ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ഉണ്ട്. ഇവിടെ പ്രൈസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. പ്രൈസ് കോൺസ്റ്റന്റ് ആണ്. പ്രൈസ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, പ്രൈസ് ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ഇത് പി, പ്രൈസ് കോൺസ്റ്റന്റ് ആണ്. പ്രൈസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേപോലെ പോവാണ്. ഒരു കമ്പനിയുടെ ഡിമാൻഡ് ഇതാണ്. ഒരു കമ്പനിയുടെ ഡിമാൻഡ് എക്സാമ്പിളോട് അത് വ്യക്തമാക്കാണ്. ഒരു കമ്പനി അവരുടെ പ്രൈസ് 20 ആണ്. ഡിമാൻഡ് എന്ന് പറയുന്നത് 100 ആണ്. ഡിമാൻഡ് എത്രയാണ്? 100. അപ്പൊ പ്രൈസ് 20, ഡിമാൻഡ് 100. അപ്പൊ ആ ഡിമാൻഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് DD. ഓക്കെ, പെട്ടെന്ന് പ്രൈസ് ചേഞ്ച് ചെയ്തില്ല, ഡിമാൻഡ് 200 ആയി. ഡിമാൻഡ് എന്തായി? 200 ആയി. ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ടു റൈറ്റ്. അങ്ങനെ ആവുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഡിമാൻഡ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. ദെൻ പ്രൈസ് ഡിക്രീസ്. പ്രൈസ് ചേഞ്ച് ചെയ്യുന്നില്ല, പ്രൈസ് സെയിം. ഡിമാൻഡ് എന്താണ്? 80. ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ടു ലെഫ്റ്റ്. അപ്പൊ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ടു ലെഫ്റ്റ്. അങ്ങനെ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ടു ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഏത് കേസാണ്? ഡൗൺവേർഡ് ആണ്. അപ്പൊ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ടു റൈറ്റ് എന്ന് പറയുമ്പോൾ അത് ഏത് ഡിമാൻഡ് ആണ്? ഇൻക്രീസിംഗ് ഡിമാൻഡ്. ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ടു ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഏത് ഡിമാൻഡ് ആണ്? ഡിക്രീസിംഗ് ഡിമാൻഡ്. അല്ല, ആസിഫ് സാർ വന്നിട്ടില്ലേ? യെസ്, ഓക്കെ. ഓപ്ഷൻ സി. ഓക്കെ, അമൽ സാർ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ആസിഫ് സാറ് സ്റ്റാറ്റിയുടെ കിങ് അല്ലേ? ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ടു റൈറ്റ്, ഇൻക്രീസിംഗ് ഡിമാൻഡ്. ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ടു ലെഫ്റ്റ്, ഡിക്രീസിംഗ് ഡിമാൻഡ്. ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ടു റൈറ്റ് ഏതാണ്? ഇൻക്രീസിംഗ് ഡിമാൻഡ്. ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ടു ലെഫ്റ്റ് അത് ഏത് ഡിമാൻഡ് ആണ്? ഡിക്രീസിംഗ് ഡിമാൻഡ്. ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് നോക്കുക. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ഉണ്ട്. ഡിമാൻഡ് എന്നുള്ള കേസിൽ ഡിസ്കസ് ചെയ്യുന്നത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ പ്രൈസ് അവിടെ കോൺസ്റ്റന്റ് ആണ്. പ്രൈസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസ് ആണ്. ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ടു ലെഫ്റ്റ് ഏതാണ്? ഡിക്രീസ് ആണ്. അവിടെ നമ്മൾ പ്രൈസ് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് മറ്റു ഫാക്ടേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ കസ്റ്റമർ ഇൻക്രീസ് ചെയ്യുക, കസ്റ്റമർ എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. അതേപോലെ ഇൻകം ഇൻക്രീസ് ചെയ്യുക, പ്രോഫിറ്റ് എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യുക, കോംപ്ലിമെന്ററിയുടെ പ്രൈസ് ഡിക്രീസ് ചെയ്യുക, ഫ്യൂച്ചർ പ്രൈസ് ഇൻക്രീസ് ചെയ്യുക. അങ്ങനെ ആവുമ്പോൾ ഡിമാൻഡ് കർവില് ഇതാണ് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ടു റൈറ്റിലേക്ക് വരും. സെയിം ഓപ്പോസിറ്റ് കേസ് വരുമ്പോൾ ഡിമാൻഡ് കർവ് എന്ത് ചെയ്യുന്നു? ലെഫ്റ്റിലേക്ക് വരുന്നു.
പക്ഷെ ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രൈസ് അല്ലാത്ത മറ്റു ഫാക്ടേഴ്സ് ആണ്. പ്രൈസ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ആണ്. പ്രൈസ് അല്ലാത്ത മറ്റു ഫാക്ടർ ആണെങ്കിൽ അത് ഏതാണ്? ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആണ്. ഇനി ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിലേക്ക് വരാം, ശ്രദ്ധിക്കുക. റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ഈ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ്. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ്. ചേഞ്ച് ഇൻ ഡിമാൻഡ്, ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. നോക്കാം. ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഈസ് നോൺ ആസ്. കമന്റ് ചെയ്തോളൂ, പെട്ടെന്ന് കമന്റ് ചെയ്യാം. ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഈസ് നോൺ ആസ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്, ഇൻക്രീസിംഗ് ഡിമാൻഡ്. കമന്റ് ചെയ്യാം. ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഈസ് നോൺ ആസ്. പെട്ടെന്ന് ആൻസർ ചെയ്യുമ്പോൾ ഓപ്ഷൻ എയിലേക്ക് വരും, പക്ഷെ ഓപ്ഷൻ എ അല്ല എന്നറിയാം. ഏതാണ്? ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്, എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ, ഓർ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, കറക്റ്റ്. ഇനി ചേഞ്ച് ഇൻ ഡിമാൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ്. പ്രൈസ് അല്ലാത്ത മറ്റു ഫാക്ടേഴ്സ് കൊണ്ട് ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ. കമന്റ് വെയിറ്റ് ചെയ്യാണ്. അവിടെ നമ്മൾ ചിലപ്പോൾ ധൃതി കൂട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഓപ്ഷൻ എ കാണുന്നത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആണ്, അത് കറക്റ്റ് ആൻസർ ആണ്. പക്ഷെ ഓപ്ഷൻ ബിയും കൂടി വായിക്കണം. ഓപ്ഷൻ ബി എന്താണ്? ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. സെയിം ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് മറ്റൊരു പേരാണത്. അങ്ങനെയാണെങ്കിൽ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ്. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ലീഡ്സ് ടു, ഇൻക്രീസിംഗ് ഡിമാൻഡ് ലീഡ്സ് ടു ഇൻവാർഡ് ഷിഫ്റ്റ്, ഔട്ട്വാർഡ് ഷിഫ്റ്റ്, ഡൗൺവാർഡ് മൂവ്മെന്റ്, സെയിം ഡിമാൻഡ് കർവ്. ഇൻക്രീസിംഗ് ഡിമാൻഡ്, ഇൻക്രീസിംഗ് ഡിമാൻഡ് മീൻസ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആണ്. ഇൻക്രീസിംഗ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഇൻവാർഡ് ആണോ ഔട്ട്വാർഡ് ആണോ നോക്കിയാൽ മതി. ഏതാ വേണ്ടത്? ഇൻവാർഡ് ആണോ ഔട്ട്വാർഡ് ആണോ? ഇൻക്രീസിംഗ് ഡിമാൻഡ്. ഇൻക്രീസിംഗ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഇൻവാർഡ് ഡിക്രീസ് ആണ്, ഔട്ട്വാർഡ് ഏതാണ്? ഇൻക്രീസ് ആണ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്ഷൻ ഏതാ വരാ? ഓപ്ഷൻ ബി, അത് ഔട്ട്വാർഡ് ഷിഫ്റ്റ് എന്ന് വരാം. ഔട്ട്വാർഡ് ഷിഫ്റ്റ്. ഓക്കെ. ഡിക്രീസിംഗ് ഡിമാൻഡ് ലീഡ്സ് ടു, ജസ്റ്റ് ഓപ്പോസിറ്റ്. ഡിക്രീസിംഗ് ഡിമാൻഡ് ലീഡ്സ് ടു ഇൻവാർഡ് ആണോ ഔട്ട്വാർഡ് ആണോ? ജസ്റ്റ് ഓപ്പോസിറ്റ് ക്വസ്റ്റ്യൻ. ഡിക്രീസിംഗ് ഡിമാൻഡ്, ഇൻവാർഡ് ഷിഫ്റ്റ്, ഔട്ട്വാർഡ് ഷിഫ്റ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. കമന്റ് വെയിറ്റ് ചെയ്താണ്. ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഓക്കെ. ഇനി ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ് ഡ്യൂ ടു, ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിൽ വരാൻ പാടില്ലാത്തൊരു ആക്ടിവിറ്റി ചേഞ്ച് ഇൻ പ്രൈസ്. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡുമായി യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു ടീമുണ്ട്. ചേഞ്ച് ഇൻ പ്രൈസ്, ചേഞ്ച് ഇൻ പോപ്പുലേഷൻ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. കറക്റ്റ് ആൻസർ കമന്റ് ചെയ്യാം. ഏതാണ്? പ്രൈസ് വരാൻ പാടില്ല. ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് കമോഡിറ്റി. Increasing demand can result from, increasing demand can result from decreasing market price, increase in income. Correct comment. പെട്ടെന്ന് വെയിറ്റ് ചെയ്യാണ്. Increasing demand can result from, increasing demand. Yes, പ്രൈസ് അല്ല എന്ന കാര്യം ഉറപ്പിക്കുക. പ്രൈസ് അല്ലെങ്കിൽ പിന്നെ ഏതായിരിക്കും? ഓപ്ഷൻ ഏതായിരിക്കും? പ്രൈസ് അല്ല. പ്രൈസ് അല്ലെങ്കിൽ ഏതായിരിക്കും? ഇൻക്രീസ് ഇൻ ഇൻകം. ഓക്കെ. ഇൻ കേസ് ഓഫ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ഡാഷ് റിമൈൻ കോൺസ്റ്റന്റ്. ഇൻ കേസ് ഓഫ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ഡാഷ് റിമൈൻ കോൺസ്റ്റന്റ്. ഏതാണ് കോൺസ്റ്റന്റ്? ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിൽ. യെസ്, ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിൽ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് തീർച്ചയായിട്ടും ഏതാണ്? പ്രൈസ് ആയിരിക്കും. വേറൊന്നും വരില്ല. ഏതാണ്? പ്രൈസ്. പ്രൈസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ ഈ സെഷൻ അവിടെ അവസാനിക്കുകയാണ്. നാളെ മോർണിംഗ് സെഷൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈം ഏരിയ ആണ്. ഒരു 2 hours 6:30 to 8:30. ഓക്കെ. അപ്പൊ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യണം. ബാക്കി നാളെ ഏകദേശം ഒരു 6:30 8:30 ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കംപ്ലീറ്റ് ആക്കും. ഏകദേശം ഒരു 4-5 മാർക്കിന്റെ ഏരിയ ആണ്. കറക്റ്റ് ആയിട്ട് ടൈമിൽ ജോയിൻ ചെയ്യട്ടാ. ഓക്കെ. കോമേഴ്സ് ഇസ് ദ ഫ്യൂച്ചർ. പുതിയ ലോകം കോമേഴ്സ് എഡ്യൂക്കേഷൻ നൽകുന്ന പ്രാധാന്യം അഭിനന്ദനാർഹമാണ്. മിടുക്കന്മാർക്ക് ചോയ്സായി എൻട്രൻസ് മാത്രം എന്ന സ്ഥിതിയിൽ നിന്ന് കോമേഴ്സ് ഇസ് എവരിത്തിങ് എന്ന നിലയിലേക്ക് ലോകം മാറിക്കഴിഞ്ഞു. ഇന്നത്തെ ലോകത്തിന് ആവശ്യം കോമേഴ്സ് പ്രൊഫഷണലുകളെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് കോമേഴ്സിലേക്ക് മിടുക്കന്മാരെ എത്തിക്കുന്നതിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യയുടെ പങ്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഹലോ ഓർവൻ. കോമേഴ്സ് ഇൻഡസ്ട്രിയുടെ ഉന്നമനത്തിനായുള്ള ഈ ഉദ്യമത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യയുടെ കൂടെ ഇനി മുതൽ ഞാനും ഉണ്ടാകും. കോമേഴ്സ് ഇസ് എവരിത്തിങ്. ദ ഫ്യൂച്ചർ ഓഫ് കോമേഴ്സ്. IIC Lakshya.